ഹായ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം മുതൽ കണ്ടോളുക. ഫസ്റ്റ് പാർട്ട് കണ്ടവരാണെങ്കിൽ 1 മണിക്കൂർ ഇതിൽ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ മുതൽ കാണുക. നേരെ കഥയിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്തോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൻകരകളെ പല പല രാജ്യങ്ങളായി തിരിക്കുകയും ഓരോ രാജ്യങ്ങളുടെയും സമ്പൂർണ്ണ അധികാരം രാജാക്കന്മാരിലും രാജ്യങ്ങൾ ചേരുന്ന സാമ്രാജ്യങ്ങളുടെ അധികാരം ചക്രവർത്തിമാരിലുമായിരുന്ന കാലം. ഇന്ന് കാണുന്ന യൂറോപ്യൻ വൻകരയെ അന്ന് 7 സാമ്രാജ്യങ്ങളായി തിരിച്ചിരുന്നു. അവ ഓരോന്നും കിങ്ഡം എന്ന് അറിയപ്പെട്ടിരുന്നു. 7 സാമ്രാജ്യങ്ങളും കെപ്റ്റോൺ എന്ന മതത്തിനും ആ മതത്തെ നിയന്ത്രിക്കുന്ന 7 കെപ്റ്റൻസ് എന്ന 7 പുരോഹിതന്മാരുടെയും അധീനതയിലായിരുന്നു. ഇവർ യാതൊരു തരത്തിലുള്ള ഭരണകർത്തവ്യങ്ങളും നിർവഹിച്ചിരുന്നില്ല. 7 സാമ്രാജ്യങ്ങളിലെയും ഭരണനിർവഹണത്തിനായി രാജാക്കന്മാരെ നിയോഗിച്ചിരുന്നെങ്കിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം കെപ്റ്റൻസിൽ മാത്രമാണ്. ഏറ്റവും വലിയ സാമ്രാജ്യമായ പലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 9 അടിയോളം ഉയരമുള്ള ഗോപുരത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ആരാധനാലയമായ കെപ്റ്റൻ ചർച്ചിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായി 100 കണക്കിന് ജോലിക്കാരും അവർക്ക് വേണ്ടി എന്തിനും സജ്ജരായി 1000കണക്കിന് അനുയായികളും ആ ആരാധനാലയത്തിന് ചുറ്റുമുണ്ടായിരുന്നു. സർവ്വസുഖങ്ങളോടും കൂടിയാണ് അവർ അവിടെ കഴിഞ്ഞിരുന്നത്. ഇപ്പോഴുള്ള 7 പേരിൽ ആരുടെയെങ്കിലും കാലം കഴിഞ്ഞാൽ തങ്ങളുടെ അനുയായികളിൽ ഏറ്റവും വിശ്വസ്തനും മതത്തിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായ ഒരാളെ പിൻഗാമിയായി തിരഞ്ഞെടുക്കും. അതികഠിനമായ 7 പരീക്ഷണങ്ങൾ വിജയിച്ചാൽ മാത്രമേ ആ സ്ഥാനത്തെത്താൻ പറ്റൂ. എന്തൊക്കെ പരീക്ഷണമാണെന്ന് കെപ്റ്റൻസ് അല്ലാതെ ആർക്കും അറിയാൻ സാധിച്ചിരുന്നില്ല. പരീക്ഷണങ്ങൾക്കെത്തുന്ന ആൾ വന്നില്ലെങ്കിൽ തല വെട്ടിക്കളയും. മതത്തോടുള്ള വിശ്വാസവും ത്യാഗവും തെളിയിക്കാനുള്ള പരീക്ഷയാണത്. അതിൽ വിജയിക്കാത്തവർ ആ മതത്തിൽ തുടരാനും ജീവിക്കാനും പാടില്ലെന്നാണ് നിയമം. രാജാക്കന്മാരെല്ലാം പ്രധാന തീരുമാനമെടുക്കുന്നതിന് മുന്നേ അവർക്ക് ദൂത് അയക്കുകയോ നേരിട്ട് ചെന്ന് കണ്ട് അനുവാദം വാങ്ങുകയോ ചെയ്തിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ കെപ്റ്റൻസ് രാജാക്കന്മാരെ അങ്ങോട്ട് ചെന്ന് കണ്ടിരുന്നുള്ളൂ. തങ്ങളുടെ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു പോന്ന കുടുംബക്കാരെയാണ് രാജകുടുംബമായി കെപ്റ്റൻസ് വാഴിച്ചിരുന്നത്. കെപ്റ്റൻസിനെ പോലെ തന്നെ രാജാക്കന്മാരും കുടുംബവും എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളവരായിരുന്നു. അതിപുരാതന കോട്ടയുടെ മാതൃകയിൽ കരിങ്കല്ലിൽ തീർത്ത 30 അടിയോളം നീളമുള്ള കൊട്ടാരത്തിലാണ് രാജാവും കുടുംബവും താമസിച്ചിരുന്നത്. 1000കണക്കിന് സേവകരും 10,000-ഓളം പടയാളികളും ഒരു രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്നു. കുതിരകൾ, ആനകൾ, യുദ്ധക്കപ്പലുകൾ, ശക്തിയേറിയ ലോഹത്തിൽ തീർത്ത ആയുധങ്ങൾ, അങ്ങനൊരു യുദ്ധത്തിന് ആവശ്യമായ എല്ലാം അവിടെയുണ്ട്. ദുരിതപൂർണമായ ജീവിതം ജനങ്ങൾക്ക് മാത്രമായിരുന്നു. കൃഷി, മൺപാത്ര നിർമ്മാണം, ഇരുമ്പുപണി, വസ്ത്രനിർമ്മാണം തുടങ്ങിയ ലഘു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് കൂടുതലും. പക്ഷെ ഇവരുടെ വരുമാനത്തിൽ പകുതിയിലേറെയും നികുതി എന്ന പേരിൽ ഖജനാവിലേക്ക് കണ്ടുകെട്ടും. കന്നുകാലികളെയും ആടുകളെയും കോഴികളെയും കൂട്ടത്തിൽ കൊണ്ടുപോകും. എതിർക്കുന്നവരെ കൊല ചെയ്ത് പൊതുജനമധ്യത്തിൽ കെട്ടിത്തൂക്കും. മതവിശ്വാസത്തിനോ നിയമത്തിനോ എതിരായി ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തെന്നറിഞ്ഞാലുള്ള ശിക്ഷയാണ് അതിക്രൂരം. രാജ്യത്തെ പ്രധാന നഗരമധ്യത്തിൽ ഒരു വേദി പണിതിട്ടുണ്ട്. വേദിക്ക് നടുവിൽ മരത്തടിയിൽ നിർമ്മിച്ച വലിയൊരു കുരിശ്. ചതുരാകൃതിയിൽ മിനുക്കിയെടുത്ത കുരിശല്ല, മരത്തിൽ അതേ വൃത്താകൃതിയിലുള്ള തടികൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുരിശ്. അതിൽ കൈയും കാലിലും ആണിയടിച്ച് 3003 ചാട്ടവാറടിക്കും ശേഷം ചോരയൊലിക്കുന്ന ശരീരത്തിലേക്ക് തിളച്ച എണ്ണ ഒഴിച്ച് പൊതുജനമധ്യത്തിൽ കത്തിക്കും. ചാട്ടവാർ കൊണ്ടുള്ള അടിയെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് 3 അടിയാണ്, 3 വശങ്ങളിൽ നിന്ന്. 3003 അടിക്ക് മുമ്പ് തന്നെ പലരും ജീവൻ വെടിഞ്ഞിരുന്നു. കപ്പലുകളിൽ പോയി മറ്റു സാമ്രാജ്യങ്ങളിൽ കച്ചവടം ചെയ്താൽ നല്ല ലാഭം കിട്ടും. പക്ഷേ തിരിച്ച് സ്വന്തം നാട്ടിൽ കാലുകുത്തുമ്പോൾ തന്നെ അവരെയും പ്രതീക്ഷിച്ച് നികുതി പിരിവുകാർ നിൽപ്പുണ്ടാകും. ലാഭം കിട്ടുന്ന മറ്റൊരു മേഖല തുകൽ വസ്ത്രനിർമ്മാണമാണ്. പക്ഷേ വലിയ വില കൂടിയ തുകൽ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് കൊട്ടാരവാസികൾ മാത്രമാണ്. കൈ നീളമുള്ള നല്ല തുകലിൽ നിർമ്മിച്ച മേൽക്കുപ്പായവും പാൻറ്റിന് സമാനമായ വസ്ത്രവുമാണ് കൊട്ടാരവാസികളായ പുരുഷന്മാരുടെ വേഷം. സ്ത്രീകൾ കട്ടിയുള്ള ഗൗൺ പോലെയുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. രാജാക്കന്മാർക്ക് അലങ്കാരങ്ങളുള്ള മേൽക്കുപ്പായത്തിന് പുറമെ കമ്പിളി കൊണ്ട് നിർമ്മിച്ചൊരു കോട്ടും കൂടി നൽകിയിരുന്നു. പടയാളികളും അംഗരക്ഷകരും കാവൽക്കാരും എപ്പോഴും അവരുടേതായ യുദ്ധമുറയിലുള്ള വസ്ത്രങ്ങളിലാണ് കാണപ്പെട്ടിരുന്നത്. കയ്യിൽ മൂർച്ചയേറിയ കുന്തമോ അരയിൽ വാളോ അങ്ങനെ എന്തെങ്കിലും ആയുധം എപ്പോഴും അവരുടെ കൂടെ കാണും. കെപ്റ്റൻസിൻ്റെ വസ്ത്രധാരണം ലളിതമാണ്. ചുവന്ന നിറത്തിൽ നീളമുള്ള തല മൂടാൻ തക്കവണ്ണം തൊപ്പിയും ചേർന്ന ലോഹ പോലെയുള്ള കുപ്പായം. അവർ എപ്പോഴും ആ തൊപ്പി കൊണ്ട് തല മൂടിയാണ് നടക്കാറ്. അതുകൊണ്ട് പലപ്പോഴും അവരുടെ മുഖം ആർക്കും കാണാൻ സാധിച്ചിരുന്നില്ല. ജനങ്ങളാണെങ്കിൽ എപ്പോഴും സാധാരണ പരുത്തി തുണിയിൽ അധികം വർണ്ണങ്ങളില്ലാത്ത മങ്ങിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. കെപ്റ്റൻ മതവിശ്വാസികളല്ലാത്ത എല്ലാവരെയും അവർ അതിക്രൂരമായി കൊല ചെയ്തു പോന്നു. നാട്ടിൽ ജീവിക്കണമെങ്കിൽ അവരുടെ നിയമാനുസൃതമായിരിക്കണം. ഈ മതത്തിൽ വിശ്വാസമില്ലാത്തൊരു വിഭാഗം സ്ത്രീകൾ പണ്ട് ജീവിച്ചിരുന്നു. അവർ പല മന്ത്രവിദ്യകളും വശമുള്ള സ്ത്രീകളായിരുന്നു. ഒരു മതത്തിലും വിശ്വസിക്കാത്തവരായിരുന്നു അവർ.
സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തമായി ജന്മനാ മന്ത്രശക്തികൾ ഉള്ളവരായിരുന്നു അവർ. അവരെ സമൂഹം മാറ്റി നിർത്തിയിരുന്നു. ജനിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് കണ്ടാൽ മനുഷ്യക്കുഞ്ഞല്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അവരെ ഉപേക്ഷിക്കുന്നത് പതിവായിരുന്നു. അത്തരത്തിലുള്ള എല്ലാവരെയും കണ്ടെത്തി അവർ മറ്റൊരു വിഭാഗമായി മാറുകയായിരുന്നു. ജന്മസിദ്ധമായ മന്ത്രശക്തികൾ കൂടാതെ പല കർമ്മങ്ങളിലൂടെയും അവർ കൂടുതൽ മന്ത്രതന്ത്രങ്ങൾ വശത്താക്കി. പക്ഷെ അതൊന്നും ജനങ്ങളെ ദ്രോഹിക്കാനായിരുന്നില്ല. അവരുടെ കഴിവുകൾ അവർ ജനനന്മയ്ക്കായി ഉപയോഗിച്ചു. പതിയെ ജനങ്ങൾ അവർക്കൊപ്പം ചേരാൻ തുടങ്ങി. എന്നാൽ ഇതിൽ കോപം പൂണ്ട ക്യാപ്റ്റൻസ് അവർക്ക് വിച്ചസ് അഥവാ ദുർമന്ത്രവാദികൾ എന്ന് പേരിട്ട് ജനമധ്യത്തിൽ ചുട്ടരിക്കാൻ തുടങ്ങി. ഒടുവിൽ അവർ നാടുപേക്ഷിച്ച് വനത്തിലേക്ക് പലായനം ചെയ്തു. പിന്നീട് അവർ നാട്ടിലേക്ക് വന്നതേയില്ല. പ്രത്യേകതകളുള്ള കുട്ടികൾ ജനിച്ചാൽ മാതാപിതാക്കൾ അവരെ കാട്ടിൽ ഉപേക്ഷിച്ചു പോന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിച്ചസ് നാമാവശേഷമായെന്ന് പലരും കരുതി. പക്ഷേ കാലത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വെന്തു വെണ്ണീറ എന്ന് കരുതിയവർ വീണ്ടും വന്നിരിക്കുകയാണ് ആർഡൻ എന്ന സാമ്രാജ്യത്തിലേക്ക്. അതും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ. നഗരത്തിൽ നിന്നും ദൂരെ മാറി വനത്തിനോട് ചേർന്ന് സീയൂസ് നദിക്കരയിലുള്ള ഫലഭൂഷ്ടമായ ഭൂമിയിൽ അവർ താമസം തുടങ്ങി. ഇതറിഞ്ഞ ക്യാപ്റ്റൻസ് എത്രയും വേഗം അവരെ നശിപ്പിക്കാൻ ആർഡൻ രാജാവായ ഹോൾഡന് നിർദ്ദേശം നൽകി. വിച്ചസിനെ ഇല്ലായ്മ ചെയ്യുന്നത് പണ്ടത്തെ പോലെ വളരെ നിസാരമായാണ് ഹോൾഡൻ കണ്ടത്. അതിനായി അയാൾ മിടുക്കന്മാരായ 100 പടയാളികളെ സർവ്വസന്നാഹങ്ങളോടെ അവിടേക്ക് അയച്ചു. പക്ഷെ അന്ന് അവിടെ നടന്നത് തികച്ചും അപ്രതീക്ഷിത സംഭവങ്ങളായിരുന്നു. അടുത്ത ദിവസം സന്ധ്യാനേരത്ത് ആർഡൻ നഗരത്തിലൂടെ ശരവേഗത്തിൽ ഒരു കുതിര പാഞ്ഞു വന്നു. കുതിര പോയ വഴിയിൽ എല്ലാം ചുടുചോര വീണിട്ടുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് ജീവൻ നഷ്ടപ്പെടാറായ ഒരു പടയാളിയാണ്. കുതിര കൊട്ടാരത്തിന്റെ മുന്നിൽ വന്ന് നിന്നു. കൊട്ടാരത്തിനകത്തേക്ക് ഹോൾഡൻ രാജാവിന്റെ മുമ്പിലേക്ക് കാവൽക്കാർ അയാളെ എത്തിച്ചു. എന്തുണ്ടായി? അയാളെ കണ്ട മാത്രയിൽ തന്നെ ഹോൾഡൻ സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ചോദിച്ചു. എല്ലാവരെയും അവർ കൊന്നുകളഞ്ഞു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്ത്? അതെങ്ങനെ സാധ്യമാവും? നമുക്ക് 100 പടയാളികളും അതിനൊത്ത് ആയുധങ്ങളും ഇല്ലായിരുന്നോ? പക്ഷെ അവരുടെ ആയുധം മന്ത്രവിദ്യകളാണ്. അവരുടെ കൺകെട്ട് വിദ്യകൾ കുറെ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഇപ്പോൾ എന്താ? അവർ കൺകെട്ട് വിദ്യക്കാർ തന്നെ. പക്ഷെ അവരെല്ലാവരുമല്ല. ഒരാളാണ് ഇതിൻ്റെ പിന്നിൽ. ഒരൊറ്റ ആൾ. അവൾക്ക് അതിശക്തമായ വിദ്യകൾ അറിയാം. ഒരു സ്ത്രീ. അപ്പോൾ ആകാശത്ത് അതിശക്തമായ ഒരു കൊള്ളിയാൻ മിന്നി. അതിൻ്റെ ശബ്ദത്തിന് സാമ്രാജ്യം മുഴുവനും വിറപ്പിക്കാൻ ശക്തിയുണ്ടായിരുന്നു. രാജാവിൻ്റെ കണ്ണിൽ കോപം ആളിക്കത്തി. എന്താണ് ഉണ്ടായതെന്ന് തെളിച്ചു പറയൂ. ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ആളുകൾ ഞങ്ങളെ വളയാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ആയുധബലത്തിന് മുമ്പിൽ അവർ ഒന്നുമല്ലായിരുന്നു. എല്ലാവരെയും കൊന്നു വീഴ്ത്തിയ ആഹ്ലാദത്തിൽ ഞാൻ മുൻപോട്ട് പോയി. കുതിരക്കുളമ്പൊടി കേട്ട് അവർ ഭയന്നോടി. അല്ല, ഭയന്നോടിയെന്ന് ഞങ്ങൾ കരുതി. ഉൾഗ്രാമത്തിലേക്ക് ചെല്ലുന്തോറും സ്ഥലം വിജനമായി വന്നു. പക്ഷികളുടെ ശബ്ദം മാത്രം. ഓല കൊണ്ട് നിർമ്മിച്ച ഒരുപാട് വീടുകൾ കണ്ടെടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവയ്ക്ക് മീതെ എണ്ണയൊഴിച്ചു. എന്നാൽ കത്തിക്കാനായി ചൂട്ട് എറിയുന്നതിന് മുമ്പ് ചൂട്ട് കയ്യിൽ പിടിച്ച ആളുടെ ദേഹത്ത് തീ ആളിക്കത്താൻ തുടങ്ങി. എങ്ങനെയെന്നറിയില്ല. നിന്ന നിൽപ്പിൽ അയാൾ ചാരമായി. എന്തോ മന്ത്രവിദ്യയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. വീണ്ടും ചൂട്ട് കത്തിക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. എല്ലാവരും കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി എല്ലായിടവും തിരഞ്ഞു. ആരെയും കണ്ടില്ല. ഇരുട്ട് പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് യാത്രയായി. ആരെയും കാണുന്നില്ല. രാത്രിയായി തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് മരങ്ങൾ നിറഞ്ഞൊരു പ്രദേശത്ത് ഞങ്ങൾ ചെന്ന് നിന്നു. ആരെയും കാണാത്തത് കൊണ്ട് തിരിച്ചു പോകുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചു. പെട്ടെന്നാണ് മരങ്ങൾക്ക് മുകളിൽ നിന്നും ഒരുപാട് ഉരുക്കുകൾ താഴേക്ക് വന്ന് കുതിരപ്പുറത്തിരുന്ന കുറച്ച് പടയാളികളുടെ കഴുത്തിൽ മുറുകിയത്. അവ അവരെ പൊക്കി ആ മരത്തിൽ കെട്ടിത്തൂക്കി. അവർ പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിൽക്കാനേ ഞങ്ങൾക്കായുള്ളൂ. അത്രയ്ക്ക് ഉയരത്തിലേക്ക് ആ കുരുക്ക് അവരെയും ഉയർത്തിക്കൊണ്ടുപോയി. ഇതോടെ ഞങ്ങളുടെ ഭയം ഇരട്ടിയായി, ഒപ്പം കോപവും. ഞങ്ങൾ ആക്രോശിച്ചുകൊണ്ട് കുതിരകളെ മുന്നോട്ട് പായിച്ചു. പെട്ടെന്ന് എവിടെന്നൊക്കെയോ ഒരുപാട് അമ്പുകൾ പാഞ്ഞു വന്ന് പലരുടെയും നെഞ്ചിൽ തറഞ്ഞു കയറി. അവർ ചോര തുപ്പി അവിടെ തന്നെ വീണു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശി. ഞങ്ങൾ കുതിരപ്പുറത്ത് നിന്നും തെറിച്ച് താഴെ ചെളിയിലേക്ക് വീണു. കുതിരകൾ വിരണ്ട് 4 പാട് മൂടി. പെട്ടെന്ന് കാറ്റ് അവസാനിച്ചു. ഞങ്ങളുടെ കയ്യിലിരുന്ന കുന്തങ്ങൾ ഞങ്ങളുടെ പിടിവിട്ട് ദൂരെ ഇരുട്ടിലേക്ക് തെറിച്ചു. ഇരുട്ടിന് ശക്തിയേറിയിരുന്നു. ഭയത്താൽ ഞങ്ങൾ അടിമുടി വിറച്ചു. ഞങ്ങൾ അരയിലുള്ള ഉറയിൽ നിന്നും വാളൂരി കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ ഇരുട്ടിൽ നിന്നും ആ കുന്തങ്ങൾ മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്ന് പലരുടെയും നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി. അതോടെ ഞങ്ങൾ പൂർണ്ണമായും ഭയത്തിന് കീഴടങ്ങി. ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അനുഭവം. അരൂപിയായ ശത്രുവിനോട് എതിരിടാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. ഞങ്ങൾ പിന്തിരിഞ്ഞോടി. ഓട്ടത്തിൻ്റെ ഇടയിൽ മരങ്ങൾക്കിടയിൽ വെച്ച് പലരെയും കാണാതെയായി. ഒടുവിൽ ഞങ്ങളൊരു വെട്ടം കണ്ടു. പയ്യെ ഞങ്ങൾ അവിടെ ചെന്നു. ഒരു മരത്തിൽ ഒരു വിളക്ക് തെളിയിച്ചു വച്ചിരിക്കുന്നു. ഞങ്ങളതിന് അല്പം ദൂരെയായി നിന്നു. മരത്തിന് പിന്നിൽ ഒരു അനക്കം. അതിന് പിന്നിൽ നിന്നും ഒരു യുവതി മുൻപോട്ട് വന്നു. നിലാവ് തോറ്റുപോകുന്ന സൗന്ദര്യം. കാൽപാദം വരെ നീളുന്ന വെളുത്ത പരുത്തി വസ്ത്രത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു. ഇലകളും പൂക്കളും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കിരീടം അവളുടെ തലയിൽ വെച്ചിരുന്നു. ഒരു നിമിഷത്തേക്ക് പോലും ഞങ്ങൾ ഓർത്തില്ല അവളൊരു ദുർമന്ത്രവാദിനിയായിരിക്കുമെന്ന്. അവളുടെ കണ്ണുകൾ ജ്വലിച്ചു തുടങ്ങി. അവളുടെ മുഖത്തെ ചിരി ക്രൂരഭാവത്തിന് വഴിമാറി.
അവൾ കൈകൾ ഞങ്ങൾക്ക് നേരെ ഉയർത്തിയതും ഒരു ശക്തമായ കാറ്റ് ഞങ്ങളെ വീഴ്ത്തി. ഞങ്ങൾ ചാടി എഴുന്നേറ്റ് വാളോങ്ങിക്കൊണ്ട് അവൾക്ക് നേരെ ഓടി. പക്ഷെ അവൾക്ക് 2 അടി മുന്നിൽ ഞങ്ങൾ വെറും ശിലകളെ പോലെ നിന്നു, ഒരടി പോലും ചലിക്കാനാവാതെ. ഒരാളുടെ കയ്യിലുള്ള വാളെടുത്ത് അവൾ ഓരോ ആളുകളുടെയും തലകൾ അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. ഞങ്ങൾക്ക് അനങ്ങാൻ പോയിട്ട് ഇമ വെട്ടാൻ പോലും സാധിച്ചില്ല. അവൾ തല വെട്ടൽ നിർത്തി രൂക്ഷമായി ഞങ്ങളെ ഒന്ന് നോക്കി. അതോടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വാളുകൾ പക്ഷികളെപ്പോലെ ദൂരേക്ക് ആകാശത്തേക്ക് ഉയർന്നു. അവൾ വിരൽ ഞൊടിച്ചപ്പോൾ ഞങ്ങൾക്ക് ചലിക്കാറായി. ഞങ്ങൾ ഭയന്നോടി. അവൾ ഞങ്ങൾക്ക് പിന്നിൽ നിന്നും അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. ഓട്ടത്തിനിടയിൽ പലരും വീണു. വീഴുന്നവരെ ഏതോ ഒരു അദൃശ്യ ശക്തി പിന്നിലേക്ക് വലിച്ച് കൈ നീട്ടി നിൽക്കുന്ന അവളുടെ കാലടിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തിരിഞ്ഞു നോക്കാതെ ഞാൻ ഓടി. അമ്പുകളും മുള്ളുകളും എല്ലാം പറന്നു വന്ന് ഓരോരുത്തരെയായി വീഴ്ത്തി. മുറിവേറ്റ് തളർന്നിട്ട് ഞാൻ ഓടി. കാട്ടിൽ വെച്ചൊരു കുതിരയെ കണ്ടത് രക്ഷയായി. ജീവനോടെ ഇവിടെ എത്താൻ പറ്റുമെന്ന് കരുതിയില്ല. ഇത് കേട്ട് ഹോൾഡൻ നിർവികാരനായി സിംഹാസനത്തിലേക്കിരുന്നു. വെളിയിൽ കൊള്ളിയാൻ മിന്നുന്നു. എങ്ങും ഇടിയുടെ ശബ്ദം. ഹോൾഡന്റെ മനസ്സും പ്രക്ഷുബ്ധമായിരുന്നു. തൻ്റെ തോൽവി ക്യാപ്റ്റൻസ് അറിഞ്ഞാൽ? ഇല്ല, അതിനു മുമ്പ് അവളെ കീഴ്പ്പെടുത്തണം. അന്ന് രാത്രി അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ വലിയൊരു പടയുമായി അവിടേക്ക് യാത്ര തിരിച്ചു. താൻ നേരിട്ട് തന്നെ അവളെ കൊല്ലും, അയാൾ മനസ്സിലുറപ്പിച്ചു. പക്ഷേ തൻ്റെ ശത്രുവിൻ്റെ കഴിവിൻ്റെ പരിധി അയാൾ അറിഞ്ഞിരുന്നില്ല. ആകാശത്ത് വട്ടമിട്ട് പറന്നിരുന്ന 2 കണ്ണുകൾ അവരുടെ വരവ് നേരത്തെ തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു. അവർ വിച്ചസ് താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. അതിർത്തിയിലുള്ള വലിയ വേലിക്കെട്ടിനപ്പുറം ആയുധമേന്തി വിച്ചസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹോൾഡന് മനസ്സിലായി, ഏറ്റവും മുമ്പിൽ നടുവിലായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന യുവതിയാണ് ഇന്നലെ പടയാളി പറഞ്ഞ ദുർമന്ത്രവാദിനിയെന്ന്. അവളുടെ കയ്യിൽ ആയുധങ്ങളില്ലായിരുന്നു. മറ്റുള്ളവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് അവൾ വേലിക്കെട്ടിനടുത്തേക്ക് നടന്നു, ഒറ്റയ്ക്ക്. അവൾക്ക് നേരെ ആയുധം ഉയർത്താൻ ഒരാളും ധൈര്യപ്പെട്ടില്ല. ഹോൾഡൻ പരിഭ്രമം മുഖത്ത് കാണിക്കാതെ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി അവൾക്കരിയിലേക്ക് ചെന്നു. അവർ നേർക്ക് നേർക്ക് നിന്നു. നീല നിറത്തിലുള്ള അവളുടെ കണ്ണിൻ്റെ ഉള്ളിൽ തേജസ്സോടെ എന്തോ ജ്വലിക്കുന്നത് അയാൾ കണ്ടു. അപ്പോൾ നീയാണല്ലേ ഇവരുടെ റാണി? ഇവിടെ റാണിയുമില്ല, രാജാവുമില്ല, എല്ലാവരും ഒരുപോലെ. പക്ഷേ ഈ അതിർത്തിക്കപ്പുറം കടന്ന് ഞങ്ങളെ തൊടാൻ തുനിഞ്ഞാൽ എൻ്റെ ശക്തി നിങ്ങളറിയും. ക്യാപ്റ്റൻസിനെ അനുസരിക്കാത്ത, ആരാധിക്കാത്ത ആരെയും ഈ നാട്ടിൽ കാണരുതെന്നാണ് നിയമം. അത് നാട്ടിലെ നിയമം. ഞങ്ങളിവിടെ ആർക്കും ശല്യമാകാതെ ഈ നദിക്കരയിൽ ഒരു ഗ്രാമമായി ജീവിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് നിയമം. ഈ സ്ഥലവും ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഞാനതിൻ്റെ രാജാവും. മര്യാദയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടം വിട്ട് നിങ്ങൾ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുക. ഇല്ലെങ്കിൽ എല്ലാവരെയും ഞങ്ങൾക്ക് ഇല്ലാതാക്കേണ്ടി വരും. ഓർമ്മയുണ്ടല്ലോ പഴയ ദുർമന്ത്രവാദിനികളുടെ അവസ്ഥ? ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടം വിട്ട് ഞങ്ങൾ ഒരിടത്തേക്കും പോകില്ല. നിങ്ങൾക്ക് ഞാൻ 10 നിമിഷം തരാം വന്ന വഴിയെ പോകാൻ. അതല്ല, ഒരു ആക്രമണത്തിനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. അത് വേണ്ടെങ്കിൽ പൊക്കോ. ഈ വേലിക്കെട്ടിനകത്തേക്ക് ഒരടി കടന്നാൽ ശവമായിട്ട് പോലും ഒരെണ്ണവും തിരിച്ചു പോവില്ല. അവളുടെ ശബ്ദത്തിന് 100 സിംഹങ്ങളുടെ അലർച്ചയുടെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഭൂമി പോലും വിറച്ചുപോയി ആ ഭീഷണിക്ക് മുമ്പിൽ. പരാജിതനായി തിരിച്ചു പോവുകയല്ലാതെ ഹോൾഡന് മറ്റു മാർഗമുണ്ടായിരുന്നില്ല. പലസ്തീനിലെ ക്യാപ്റ്റൻ ചർച്ച്. രാത്രി നേരം 7 ക്യാപ്റ്റൻസിൻ്റെ പ്രധാന ചർച്ചാമുറിയിൽ അവരോടൊപ്പം ഇരുന്ന് ആലോചിക്കുകയാണ് ഹോൾഡൻ. മുറിയുടെ പല വശങ്ങളിലായി വലിയ മെഴുകുതിരികൾ കത്തിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ വെളിച്ചം ഇരുട്ടിനെ മുറിച്ചു കീറി അവർക്ക് കാഴ്ച സുലഭമാക്കിയെങ്കിലും അതുണ്ടാക്കിയ അന്തരീക്ഷം ഭയാനകമായി ഹോൾഡൻ അനുഭവപ്പെട്ടു. അന്നും നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. അത് കൂടുതൽ അയാളെ ഭയപ്പെടുത്തി. ഓരോ ഇടിമുഴക്കവും അവളുടെ ഭീഷണി പോലെ അയാൾക്ക് തോന്നി. അവളെ ആദ്യം ഇല്ലാതാക്കാതെ മറ്റുള്ളവരെ തൊടാൻ പോലും കഴിയില്ല. എങ്ങനെ നമ്മൾ അവളെ ഇല്ലാതാക്കും? ഹോൾഡൻ ചോദിച്ചു. എല്ലാ ദുർമന്ത്രവാദികൾക്കും ഒരു ബലഹീനത കാണും. അവൾ ആ കൂട്ടത്തിൽ ഇതുവരെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും ശക്തിയാണ്. അവളുടെ ബലഹീനതയാണ് അവളെ തളയ്ക്കാനുള്ള മാർഗം. അതെങ്ങനെ കണ്ടെത്താം? ദുർമന്ത്രവാദികളെപ്പറ്റി ഞങ്ങളുടെ മുൻഗാമികളായ ക്യാപ്റ്റൻസ് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ പലതരത്തിലുള്ള ദുർമന്ത്രവാദികളെപ്പറ്റിയും അവരുടെ ശക്തികളെയും ദൗർബല്യങ്ങളെയും പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഞാനത് കൊണ്ടുവരാം. 7 പേരിൽ ഒരാൾ എണീറ്റ് മുറിയിലെ പഴയ തടിയലമാര തുറന്നു. അല്പസമയത്തെ തിരച്ചിലിന് ശേഷം അയാൾ തടിച്ചൊരു പുസ്തകവുമായി അവിടേക്ക് വന്നു. വലിയ ചതുരാകൃതിയിൽ വെട്ടിയെടുത്ത ഓലകൾ കൊണ്ടാണ് ഓരോ താളും ഉണ്ടാക്കിയിരിക്കുന്നത്. പുറംചട്ട കട്ടിയുള്ള മറ്റൊരു തരം ഓല കൊണ്ടും. പ്രാചീനമായ ഏതോ ലിപിയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അവർ ഓരോ താളും ശ്രദ്ധയോടെ വായിച്ചു. ഒരാൾ പറഞ്ഞു, ഇന്നേ വരെ തങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ ദുർമന്ത്രവാദികളെ പറ്റിയും ഓരോ ക്യാപ്റ്റൻസും ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. സാധാരണ മനുഷ്യരിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്ന ഓരോ അടയാളങ്ങളും ഇതിലവർ വിവരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആളാണ് നിങ്ങൾ കണ്ട ദുർമന്ത്രവാദിയെങ്കിൽ അവളുടെ ബലഹീനതയും ഇതിൽ പറഞ്ഞ പോലെയാകാം. ശരിക്കു നോക്ക്. ഹോൾഡൻ ഓരോ മന്ത്രവാദികളെ പറ്റിയുള്ള വിവരങ്ങളും ശ്രദ്ധയോടെ വായിച്ചു. നിരാശയായിരുന്നു ഫലം. അവസാനത്തെ താൾ വായിക്കുന്നത് വരെ. ആ വിവരണം അയാളുടെ മനസ്സിൽ ഒരു രൂപം തെളിയിച്ചു. 5 അടിയിൽ കൂടുതൽ നീളം, തൂവെള്ള നിറം, ഓയൽ പക്ഷിയുടെ വാല് പോലെയുള്ള പുരികങ്ങൾ.
വിരലുകൾക്ക് സാധാരണയിലധികം നീളം, കഴുത്തിനും അസാമാന്യ നീളം. നീല കണ്ണുകളിൽ ജ്വലിക്കുന്ന തീ പോലെ കൃഷ്ണമണി. അവളെ മുമ്പിൽ കണ്ടിട്ടെന്ന പോലെ അയാൾ പിന്നോട്ടാഞ്ഞതും അതിശക്തമായി ഇടിവെട്ടിയതും ഒരുപോലെയായിരുന്നു. അതെ, ഇത് തന്നെ അവൾ. ക്യാപ്റ്റൻസ് ഉറക്കെ ചിരിച്ചു. അപ്പോൾ അവൾ ഏത് തരത്തിൽപ്പെട്ട ദുർമന്ത്രവാദിയാണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് അവളുടെ ബലഹീനത മാത്രം. അവർ അതിലൂടെ കണ്ണോടിച്ചു. അവരുടെ മുഖത്തെ ഭാവം മാറി. അവൾ അത്ര നിസാരക്കാരിയല്ല. ഇതുപോലൊരു ദുർമന്ത്രവാദിനെ അവസാനമായി കണ്ടത് 60 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ഇതാ വീണ്ടും അതേ ലക്ഷണങ്ങളൊത്ത ഒരെണ്ണം പിറവിയെടുത്തിരിക്കുന്നു. ഇവൾക്ക് അസാമാന്യ കഴിവാണ്. നിങ്ങൾ കണ്ട വിദ്യകൾ മാത്രമല്ല, മറ്റു പലതും ഇവൾക്ക് സാധിക്കും. കണ്ണുകളും കൈകളുമാണ് ഇവളുടെ ശക്തി കേന്ദ്രം. എന്താണ് അവളുടെ ബലഹീനത? പലസ്തീനിലെ മലമുകളിൽ പാലിൻഡൻ എന്ന അപൂർവ ലോഹത്തിൽ വൻ നിക്ഷേപമുണ്ട്. ആ ലോഹമാണ് ഇവളുടെ ബലഹീനത. അതിൻ്റെ ഒരു അംശമെങ്കിലും ശരീരത്തിൽ പതിച്ചാൽ പിന്നെ അവൾ അശക്തയാകും. അപ്പോൾ എങ്ങനെ? ഉടൻ തന്നെ ആ ലോഹം എടുക്കാൻ അനുയായികളെ വിടാം. അത് വെച്ച് വലിയൊരു ചങ്ങല തീർക്കാം നമുക്ക് അവൾക്ക് വേണ്ടി. അവർ ക്രൂരമായി ചിരിച്ചു. ഹോൾഡനും ആ ചിരിയിൽ പങ്കുചേർന്നു. മിന്നൽ പ്രകാശം അവരുടെ മുഖത്തേക്ക് പതിച്ചു. കാറ്റാ മുറിയിലേക്ക് ആഞ്ഞടിച്ചു. മെഴുകുതിരികൾ അടഞ്ഞു. അന്ധകാരത്തെ ഭീതി നിർഭരമാക്കി ഇടിമുഴക്കത്തോടൊപ്പം അവരുടെ അട്ടഹാസവും ആ കോട്ടയിൽ മുഴങ്ങിക്കേട്ടു. അന്നും പതിവ് പോലെ സായാഹ്ന സവാരിക്കിറങ്ങിയതായിരുന്നു നിമീലിയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രശ്നങ്ങൾ കാരണം അസ്വസ്ഥയായിരുന്നു അവൾ. നദിക്കരയിൽ നിന്നും ഒരുപാട് മാറിയുള്ള പുൽമേടും പൂക്കളെയും പുൽച്ചെടികളെയും ഒപ്പം തന്നെയും തഴുകി നീങ്ങുന്ന ഇളം കാറ്റും സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങളുടെ മൃദുസ്പർശവും അവളുടെ മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകി. രാജാവിൻ്റെ പടയാളികൾ തൻ്റെ ആളുകളെ യാതൊരു ദയവുമില്ലാതെ കൊല ചെയ്തതുകൊണ്ടാണ് അവരെ തനിക്ക് കൊല്ലേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു ജീവിയെപ്പോലും അവർ ബാക്കി വയ്ക്കില്ലായിരുന്നു. എങ്കിലും അത്രയും പേരെ തൻ്റെ മന്ത്രശക്തി കൊണ്ട് ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്പം ക്രൂരമായി പോയില്ലേ? എന്തു ചെയ്യാൻ? തങ്ങൾക്കും ആരെയും ഭയക്കാതെ ജീവിക്കണ്ടേ? എന്നും ഇവരെ പേടിച്ച് കാട്ടിൽ കഴിയാൻ സാധിക്കുമോ? എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ തങ്ങൾക്കും അവകാശമില്ലേ? ഇങ്ങനെ പല പല ചിന്തകൾ നിമീലയുടെ മനസ്സിലൂടെ കടന്നുപോയി. തൂവുള്ള വസ്ത്രത്തിൽ പച്ചപ്പുൽ മേടയിലൂടെ അവൾ പതിയെ നടന്നു. തലയിൽ ഇലകളും പൂക്കളും കൊണ്ട് നിർമ്മിച്ചൊരു കിരീടം. അതവൾക്ക് മെലീഡ നിർമ്മിച്ചു കൊടുത്തതാണ്. നിമീലിയയുടെ ഇടത്തെ കൈയിൽ തൂങ്ങി അവളുമുണ്ട് സായാഹ്ന സവാരിക്ക്. മെലീഡ 8 വയസ്സാണ് അവൾക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ആരോ കാട്ടിൽ ഉപേക്ഷിച്ചതാണ്. ജനിച്ച കുഞ്ഞിൻ്റെ കണ്ണിന് പച്ച നിറവും കൈവിരലുകൾക്ക് അസാമാന്യ നീളവും കണ്ടപ്പോൾ തന്നെ മാതാപിതാക്കൾ ഉറപ്പിച്ചു കാണും ഇവൾ വിച്ച് ജന്മമാണെന്ന്. എന്താണ് നിമി ആലോചിക്കുന്നത്? അവൾ തൻ്റെ കുഞ്ഞു ശബ്ദത്തിൽ ചോദിച്ചു. ഒന്നുമില്ല മെലി. നിമി, ഞാൻ ഇന്നലെ ഒരു അത്ഭുതം കാണിച്ചു. നിലത്ത് കിടക്കുന്ന കുഞ്ഞുകല്ലുകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കി വായുവിൽ ഉയർത്തി. ഇത് മെലി പണ്ടേ ചെയ്തതല്ലേ? അത് ഇലകളല്ലേ? ഇത് കല്ലുകൾ. ഇനിയും എനിക്ക് ഒരുപാട് വിദ്യകൾ പഠിക്കണം. എപ്പോഴാ സാധിക്കുക? പ്രായം കൂടുന്നതിനനുസരിച്ച് തൻ്റെ ഉള്ളിലെ ശക്തി പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ ചിട്ടയായ പരിശീലനവും കഠിനാധ്വാനവും വേണം. അല്ല, ശക്തികൾ ഉടനെ കിട്ടിയിട്ട് എന്താ ഇത്ര ആവശ്യം? എനിക്ക് നിമിയെപ്പോലെ ശക്തിയാവണം. എങ്കിലല്ലേ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ തുരത്തി ഓടിക്കാൻ പറ്റൂ. നമ്മുടെ കൂടെ ആരും നിമിയുടെ അത്രയും ശക്തരല്ല. ഞാൻ എന്തെങ്കിലും അങ്ങനെ ആകുമോ? മെലി, നീ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു കുട്ടിയാണ്. പച്ച നിറത്തിലുള്ള കണ്ണുകളും കഴുത്തിൽ അങ്ങിങ്ങായി കാണുന്ന നീലപ്പാടുകളും കൈവെള്ളയിലെ ഈ മുദ്രയും മറ്റാരിലും കണ്ടിട്ടില്ല. നിന്റെ അത്രയും പ്രത്യേകതയുള്ള ഒരു കുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ കൂടെയുള്ള പ്രായമായവർ വരെ പറയുന്നത്. വലുതാവുമ്പോൾ നീ അതിശക്തിയാവും, എന്നേക്കാൾ വലിയ ശക്ത. പക്ഷെ ഒന്നും ഓർക്കുക, നമ്മുടെ ശക്തികൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നമ്മളെ ഉപദ്രവിക്കാത്ത ആരെയും നമ്മൾ ഉപദ്രവിക്കരുത്. നിന്റെ യഥാർത്ഥ ശക്തി തെളിയിക്കാൻ നിനക്കൊരു അവസരം വരും. അതുവരെ കാക്കുക. നിമീലയുടെ വാക്കുകൾ അവൾ ശ്രദ്ധയോടെ കേട്ടു. നിമി, അതാ അവിടെ എന്തോ അനങ്ങുന്നു. അവൾ ദൂരെയുള്ള പുൽച്ചെടികൾക്ക് നേരെ വിരൽ ചൂണ്ടി. നിമീലിയെ പെട്ടെന്ന് തന്നെ അവളെ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. ചെടികൾക്ക് നേരെ സൂക്ഷ്മമായി നോക്കി. ശരിയാണ്, ചെടികൾക്ക് പിന്നിൽ എന്തോ ഉണ്ട്. രാജാവിൻ്റെ ആളുകളാകുമോ? പക്ഷേ ഈ പുൽമേട് കാടിനോട് ചേർന്ന ഭാഗമായതിനാൽ പടയാളികൾക്ക് കൂട്ടത്തോടെ വരാൻ കഴിയില്ല. അവർ നദിക്കരയിലൂടെ വരൂ. അവിടെയാണ് അവർ വലിയൊരു വേലി തീർത്തിട്ടുള്ളത്. ചിലപ്പോൾ വല്ല മൃഗങ്ങളുമാകാം. അവൾ ശ്രദ്ധയോടെ അടുത്തേക്ക് നീങ്ങി. അവൾക്ക് പിന്നിൽ ശ്വാസം അടക്കി പിടിച്ച് മെലിയുടെയും. അവൾ അടുത്തു ചെന്നു. ചെടികൾക്ക് പിന്നിലായി കോമളനായ ഒരു യുവാവ് കിടക്കുന്നു. വേഷം കൊണ്ട് അയാൾ ഒരു കൊട്ടാരവാസിയാണെന്ന് അവൾക്ക് മനസ്സിലായി. കഴുത്തിൽ കിടക്കുന്ന മാല ഹോൾഡൻ രാജാവിൻ്റെ കഴുത്തിൽ കണ്ട അതേപോലെയുള്ള മാല. നിമീലിയ രൗദ്രഭാവത്തിൽ അവനെ നോക്കി. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ, അവൻ പറഞ്ഞു. ആരാണ് നീ? എന്തിനിവിടെ വന്നു? ഞാൻ ഡിയോൺ, ഹോൾഡൻ രാജാവിൻ്റെ ഏകപുത്രൻ. നായാട്ടിന് പോകുമ്പോഴേ എൻ്റെ കുതിരവണ്ടി വിരണ്ടോടി. കുതിരപ്പുറത്ത് നിന്നും വീണും എൻ്റെ കാലിന് പരിക്കേറ്റു. എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഇനി ഒരടി നടക്കാൻ വയ്യ. ഇപ്പോൾ എന്നെ സഹായിച്ചാൽ കൊട്ടാരത്തിലെത്തി നിങ്ങൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകാം. അപ്പോഴാണ് അവൻ്റെ കാലിലെ മുറിവ് അവൾ ശ്രദ്ധിച്ചത്. അവളുടെ ദേഷ്യം ശമിച്ചു.
അവൾ വീണ് കിടക്കുന്ന അവൻ്റെ അരികിലായിരുന്നു. കൈകൾ അവൻ്റെ മുറിവിന് മുകളിലായി ഉയർത്തിപ്പിടിച്ച് കൈവിരലുകൾ ചലിപ്പിച്ചു. പതിയെ അവൻ്റെ മുറിവ് അപ്രത്യക്ഷമായി. അത് കണ്ടതോടെ അവൻ്റെ മുഖത്ത് ഭീതി നിറഞ്ഞത് അവൾ ശ്രദ്ധിച്ചു. അവൻ പിന്നോട്ട് നീങ്ങി. അപ്പോൾ നിങ്ങളാണല്ലേ ആ ദുർമന്ത്രവാദിനി? എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ വഴി തെറ്റി വന്നതാണ്. എങ്ങനെ തിരിച്ചു പോകണമെന്ന് പോലും എനിക്കറിയില്ല. നിമീലയും മെലീഡയും ചിരിച്ചു. എനിക്കും ആരെയും ഉപദ്രവിക്കണമെന്നില്ല, എന്നെ ഭയക്കണ്ട. നിങ്ങൾ എന്നെപ്പറ്റി അറിഞ്ഞതൊക്കെയും ഞാൻ കരുതി കൂട്ടി ചെയ്തതല്ല, പ്രതിരോധം മാത്രമായിരുന്നു. അതല്ല സർവനാശമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടാമതും പടയുമായി വന്നപ്പോൾ നിങ്ങളുടെ പിതാവ് ഉൾപ്പെടെ ഒരാളും മടങ്ങിപ്പോകില്ലായിരുന്നു. പക്ഷേ ഇതവൻ്റെ പേടി കൂടാനേ കാരണമായുള്ളൂ എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇവിടെ നിന്നും പോകാൻ വഴി അറിയില്ലെന്നല്ലേ പറഞ്ഞ്? ഓടാനാണ് പദ്ധതിയെങ്കിൽ ദൂരം ഒരുപാടുണ്ട്. കാട്ടിൽ വന്യജീവികളും. ഞങ്ങളുടെ ഒപ്പം വരൂ, സുരക്ഷിതമായി നാട്ടിലെത്താൻ ഞാൻ സഹായിക്കാം. അവൾ സൗമ്യമായി അവനോട് പറഞ്ഞു. അവൻ സമ്മതിച്ചു. അവൻ എഴുന്നേറ്റ് അവരുടെ ഒപ്പം അവരുടെ സ്ഥലത്തേക്ക് നടന്നു. നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾ അത്ര ഭയക്കേണ്ട ആളുകളല്ല. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. ജനിച്ചപ്പോൾ കുറച്ച് പ്രത്യേകതകളോടെ ജനിച്ചു. അതിന് ഞങ്ങളെ വിച്ചസ് എന്നൊരു വിഭാഗമുണ്ടാക്കി ആ പേരിൽ മുദ്ര കുത്തി. പിശാച്ചുകളെന്നൊക്കെയാണ് ക്യാപ്റ്റൻസ് ഞങ്ങളെ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെലീഡിയെപ്പോലെ എത്ര കുട്ടികൾ വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? ഞാനും ഒരിക്കൽ ഇങ്ങനെയായിരുന്നു. നാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് വനത്തിൽ താമസിക്കുകയായിരുന്ന മറ്റുള്ളവരാണ് എന്നെയും എടുത്തു വളർത്തിയത്. ഇന്ന് ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, പലർക്കും പലതരം കഴിവുകൾ. അവയൊന്നും പക്ഷേ നിങ്ങളുടെ സേനാബലത്തോട് എതിരിടാൻ പോകുന്നതായിരുന്നില്ല. ഒടുവിലാണ് എൻ്റെ ശക്തികൾ ഞാനുൾപ്പെടെ എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അതോടെ എല്ലാവർക്കും ഒരു ധൈര്യമായിരുന്നു വീണ്ടും നാട്ടിൽ കാലുകുത്താൻ. അങ്ങനെയാണ് ഞങ്ങൾ ഈ നദിക്കരയിൽ ഒരു ഗ്രാമം തീർത്തത്. നഗരത്തിലെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ഞങ്ങളിവിടെ സന്തുഷ്ടരാണ്. നിങ്ങളെ ഒരു രീതിയിലും ശല്യപ്പെടുത്താൻ വരില്ല. അവൻ്റെ പേടി കുറയാനാണ് അവളത് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പിന്നെ എന്താണ് നടന്നത്? അവൻ ചോദിച്ചു. ഗ്രാമത്തിൽ അതിക്രമിച്ചു കയറി പടയാളികളെ എതിർത്ത ആളുകളെ അവർ ക്രൂരമായി കൊല ചെയ്തു. അവരെ ഞാനും. ഒന്നും കരുതിക്കൂട്ടിയല്ല. എൻ്റെ ആളുകളെ തൊട്ടാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്തിടത്തോളം എന്നെ ഭയക്കേണ്ടതില്ല. അവൻ്റെ പേടി കുറഞ്ഞെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ അവരുടെ സ്ഥലത്തെത്തി. ഓലകൾ കൊണ്ടും തുണികൾ കൊണ്ടും തീർത്ത വീടുകൾ അവൻ കണ്ടു. ദുർമന്ത്രവാദികളെന്ന് പറയപ്പെടുന്ന സ്ത്രീകളെല്ലാം തങ്ങളുടെ വീടിൻ്റെ വെളിയിൽ പല പല ജോലികളിലാണ്. കുട്ടികൾ അവർക്കിടയിലൂടെ ഓടിക്കളിക്കുന്നു. അവനെ കണ്ടതും അവർ അത്ഭുതത്തോടെ നോക്കി. പേടിക്കണ്ട, ഇതിവിടുത്തെ രാജകുമാരനാണ്, ഡിയോൺ. ഒരു അപകടം പറ്റി വഴിതെറ്റി ഇവിടേക്ക് വന്നതാണ്. ഇയാളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നീമീലിയ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അവർ സന്തോഷത്തോടെ അവനെ എതിരേറ്റു. ഒരു കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദാഹമകറ്റാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കൊടുത്തു. അപ്പോഴേക്കും നിമീലിയ ഒരു കറുത്ത കുതിരയുമായി അവിടേക്കെത്തി. ഇത് കഴിഞ്ഞ ദിവസം പടയാളികളുടെ അടുത്ത് നിന്നും ഓടിപ്പോയ കുതിരയാണ്. എല്ലാത്തിനെയും ഞങ്ങൾ മെരുക്കിയെടുത്തു. നിങ്ങൾക്കിതിൽ പോകാം, അതിർത്തി വരെ ഞാനൊപ്പം വരാം, അവൾ പറഞ്ഞു. അവൻ സമ്മതിച്ചു. അങ്ങനെ അവർ യാത്രയായി. നിമീലിയ ഒരു വെള്ള കുതിരപ്പുറത്ത് അവനെ അനുഗമിച്ചു. യാത്രയിൽ അവൻ അവളോട് പലതും ചോദിച്ചറിഞ്ഞു. ആദ്യമായാണ് ഒരു സാധാരണ മനുഷ്യൻ അവളോട് അത്രയും അധികം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണല്ലോ. നദീതീരത്ത് നിന്നും മാറി ആൾ താമസമുള്ളിടത്ത് വന്നോടെ. അതിന് രാജാവും ക്യാപ്റ്റൻസും കൂടി സമ്മതിക്കണ്ടേ? ഇവിടുന്ന് തന്നെ ഓടിക്കാൻ നോക്കുന്നു. അപ്പോഴാണ് ഞാൻ സഹായിച്ചാലോ? നിങ്ങളുടെ ജീവനും കൂടെ അപകടത്തിലാവും. രക്ഷിക്കാൻ എനിക്ക് പോലും കഴിഞ്ഞെന്ന് വരില്ല. ദാ കാണുന്നതാണ് അതിർത്തി. അവിടെ നിന്ന് വടക്കു നോക്കിപ്പോയാൽ നാട്ടിലെത്തും. നന്ദി. എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കാം. അങ്ങനെ അവർ നന്ദി പറഞ്ഞു പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്നിരുന്ന പരുന്ത് അതിർത്തിയിൽ ആരുടെയോ സാന്നിധ്യം നിമീലിയെ അറിയിച്ചു. അവളത് മറ്റാരെയും അറിയിച്ചില്ല. ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറി അതിർത്തിയിലേക്ക് പോയി. മെലിഡ അവൾക്കൊപ്പം വരാൻ വാശി പിടിച്ചു. പക്ഷെ അതിർത്തിയിൽ എന്താണ് ഉള്ളതെന്നറിയാതെ അവളെ കൊണ്ടുപോകാൻ നിമീലിയ ഒരുക്കമായിരുന്നില്ല. അവൾ ഒറ്റയ്ക്ക് അതിർത്തിയിലെത്തി. അവിടെ കറുത്ത കുതിരപ്പുറത്തേറി ഡിയോൺ ഉണ്ടായിരുന്നു. അവൾ അതിർത്തിക്കിപ്പുറവും അവൻ അപ്പുറവുമായി നിന്നു. എന്താണ്, വഴി തെറ്റിയോ? അവൾ പരിഹാസ രൂപേണ ചോദിച്ചു. അന്ന് സഹായിച്ചതിന് പകരമായി കുറച്ച് സമ്മാനങ്ങളായി വന്നതാണ് ഞാൻ. സമ്മാനങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ നിങ്ങളെ സഹായിച്ചത്. അവൾ സമ്മതിച്ചില്ലെങ്കിലും ഡിയോൺ താൻ കൊണ്ടുവന്ന സമ്മാനപ്പൊതികൾ നിർബന്ധപൂർവ്വം അവളെ ഏൽപ്പിച്ചു. തുണിത്തരങ്ങളും സ്വർണങ്ങളും വെള്ളിയും എല്ലാമുണ്ട്. വേണ്ടിയിരുന്നില്ല. അവൾ തൻ്റെ പൂക്കിരീടത്തിൽ നിന്നും ഒരു പൂവെടുത്ത് നന്ദിപൂർവ്വം അവന് നൽകി. എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ലേ? അവൻ ചോദിച്ചു. ഇല്ല, ഇല്ലെന്ന് മാത്രമല്ല ഇനി ഇവിടേക്ക് വരികയും ചെയ്യരുത്. ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ നാശത്തിനിടയാകും. ഇതും പറഞ്ഞ് അവൾ പോയി. പക്ഷെ അവൻ വീണ്ടും വന്നു. ഒരു തവണയല്ല, പലതവണ. ഒടുവിൽ അവൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ അവിടെ എത്തി തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകി പോന്നു. ഓരോ തവണ വന്നു പോകുമ്പോഴും നിമീലിയ അതിർത്തി വരെ അവനെ അനുഗമിക്കും. ഒടുവിൽ ഒരു ദിവസം അതിർത്തിയിൽ വെച്ച് അവൻ അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ പിതാവ് എങ്ങനെ ഞങ്ങളെ നാട് കടത്താമെന്ന് ആലോചിച്ച് നടക്കുകയാണ്. വെറുതെ നടക്കാത്ത കാര്യങ്ങൾ പറയണ്ട, അവൾ എതിർത്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിതാവ് ക്യാപ്റ്റൻസുമായി ചേർന്ന് നിന്നെ ഇല്ലാതാക്കാൻ എന്തോ വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. രാജാധികാരം എൻ്റെ കയ്യിൽ വരുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിന്നെ സുരക്ഷിതയാക്കാൻ ഏറ്റവും നല്ല മാർഗം
ക്യാപ്റ്റൻസ് വിധിപ്രകാരം ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതാണ്. നീ ക്യാപ്റ്റൻ വിശ്വാസിയെന്നും എൻ്റെ ഭാര്യയെന്നും അറിഞ്ഞാൽ അവർ തൽക്കാലത്തേക്ക് അടങ്ങും. നിന്റെ കൂടെയുള്ള എല്ലാവരെയും ക്യാപ്റ്റൻസ് വിശ്വാസികളാകാമെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അവൻ പദ്ധതി വിശദീകരിച്ചു. ക്യാപ്റ്റൻസ് വിശ്വാസിയാകാനോ? ഒരിക്കലുമില്ല. അത് തൽക്കാലത്തേക്ക് ഒരു മറ മാത്രം. 6-7 വർഷങ്ങൾക്കുള്ളിൽ പിതാവ് രാജാധികാരം എന്നെ ഏൽപ്പിക്കും. അതോടെ നിങ്ങൾക്ക് ജനവാസമുള്ളിടത്ത് വന്ന് വസിക്കാൻ ആരെയും പേടിക്കണ്ട. ഏത് മതത്തിലും വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അത്രയും നാൾ സുരക്ഷിതമായിരിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നന്നായി ആലോചിച്ച് ഇനി വരുമ്പോൾ തീരുമാനം പറയുക. ഇപ്പോൾ ഞാൻ പോകുന്നു. പിന്നീടുള്ള രാത്രികളിൽ നിമീലയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. വിവാഹത്തെ പറ്റിയല്ല, തൻ്റെ കൂട്ടരുടെ സുരക്ഷ മാത്രമായിരുന്നു അവളുടെ ചിന്ത. അവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ അവൾ തയ്യാറായിരുന്നു. അവൻ്റെ അടുത്ത വരവിൽ അവൾ സമ്മതം അറിയിച്ചു. എങ്കിൽ വരുന്ന പൗർണമി രാവിൽ തന്നെ നമുക്ക് ചടങ്ങ് നടത്താം. നഗരത്തിലെ ചെറിയ ആരാധനാലയത്തിലാണ് വിവാഹങ്ങൾ നടത്തുക. അവിടെയുള്ള പുരോഹിതന്റെ സാന്നിധ്യത്തിൽ പരസ്പരം മാലയിട്ടാൽ വിവാഹിതരായി. പകൽ നിന്നെ പടയാളികൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാകും. രാത്രിയിലേക്ക് അങ്ങെത്തിയാൽ മതി. പുരോഹിതനുമായി സംസാരിച്ച് ആരും അറിയാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ നീക്കാം. എല്ലാത്തിനു ശേഷം നമുക്ക് പിതാവിനെ പോയി കാണാം. ആരാധനാലയത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ട് അവൻ യാത്രയായി. അവൾ ഈ കാര്യം ആരോടും പറഞ്ഞില്ല, തൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരിയായ മെലീഡിയോടല്ലാതെ. വിവാഹവേളയിൽ അവന് നൽകാനായി പൊന്നിൽ തീർത്തൊരു മോതിരം നിമീലിയ ഉണ്ടാക്കി. അതിൽ അവളുടെ സ്നേഹവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിനം വന്നെത്തി. സന്ധ്യ കഴിയുമ്പോൾ ഇറങ്ങിയാൽ അർദ്ധരാത്രി നഗരത്തിലെത്താം. അവൾ തൻ്റെ വെള്ളക്കുതിരയെ യാത്രയ്ക്ക് ഒരുക്കി നിർത്തി. അന്നവൾ പതിവിലും സുന്ദരിയായി ഒരുങ്ങി. അവൻ നഗരത്തിൽ നിന്നും കൊണ്ടുവന്ന നല്ല കട്ടിയുള്ള കാൽപാദം വരെ നീളമുള്ള തൂവുള്ള വസ്ത്രമണിഞ്ഞു. മെലീഡയെ കൊണ്ട് പുതിയൊരു പൂക്കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ചു. വസ്ത്രത്തിൻ്റെ അടിയിൽ താനുണ്ടാക്കിയ മോതിരം അവൾ ഒളിപ്പിച്ചു. സന്ധ്യയായപ്പോൾ അവൾ ഇറങ്ങാൻ തയ്യാറായി. ഇതേസമയം മെലീഡ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സമാരയുമായി കളിക്കുകയായിരുന്നു. മെലീഡയേക്കാൾ 2 വയസ്സ് ചെറുപ്പമായ കുട്ടിയാണ് സമാര. നിമീലിയയ്ക്ക് മെലീഡയെ പോലെയായിരുന്നു മെലീഡയ്ക്ക് സമാര. മെലീഡ കൈകൾ ചലിപ്പിച്ച് നിലത്ത് കിടക്കുന്ന കുഞ്ഞു കല്ലുകൾ പയ്യെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇത് കണ്ട ആഹ്ലാദത്തിൽ സമാര തൻ്റെ കയ്യിലിരുന്ന ഇലകൾ അവൾക്ക് നേരെ എറിഞ്ഞു. അതോടെ ആ കല്ലുകൾ താഴെ വീണു. അതെന്താ പറ്റിയത്? സമാര ചോദിച്ചു. അറിയില്ല. ഇല ദേഹത്ത് വീണപ്പോൾ കല്ല് താഴേക്ക് പോയി. ഈ ഇലകൾ നിനക്ക് എവിടുന്ന് കിട്ടി? ഇത്തരം ഇലകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പഴങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോൾ കണ്ടതാ. ഇവിടെ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു ചെടി. ഇലകൾ ഞാനിങ്ങ് പറിച്ചുകൊണ്ട് വന്നു. ഇതിനെന്തോ അത്ഭുത ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. നീ കളിച്ചോളൂ, ഞാനിപ്പോൾ തന്നെ പോയി നിമീലിയോട് പറഞ്ഞിട്ട് വരാം. അവൾ നിമീലയുടെ അടുത്തേക്ക് ഓടി. നിമീല യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവളുടെ ഒപ്പം പോകണമെന്ന് മെലിയുടെ വാശി പിടിക്കാൻ തുടങ്ങി. നിമീലയുടെ വിവാഹം കാണാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ നിമീല സമ്മതിച്ചു. ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ ആരും അറിയാതെ അവർ രണ്ടുപേരും വെള്ള കുതിരപ്പുറത്തേറി അതിർത്തി കടന്നു. പുതപ്പ് ഉപയോഗിച്ച് അവർ മുഖം മറച്ചിരുന്നു. നിലാവെളിച്ചത്തിലുള്ള കുതിരസവാരി മെലീഡയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ സമാരയോട് പറഞ്ഞില്ലല്ലോ എന്ന ദുഃഖവും അവളിലുണ്ടായിരുന്നു. അർദ്ധരാത്രിയോടെ അവർ ആർഡനിലെ പ്രധാന നഗരത്തിലെത്തി. എല്ലാ വീടുകളും നിശബ്ദമായിരുന്നു. ആളുകൾ നിദ്രയിൽ ലയിച്ചിരിക്കുന്ന സമയം. നഗരത്തിലെ വീടുകൾ മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. മേൽക്കൂരകൾ മാത്രം ഒന്നുകിൽ ഓല അല്ലെങ്കിൽ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് തങ്ങളെത്ര ബുദ്ധിമുട്ടിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ഈ വിവാഹം എല്ലാം മാറ്റിമറിക്കുമെന്ന ചിന്ത അവളെ സമാധാനിപ്പിച്ചു. ദൂരെയുള്ള ഉയർന്ന കെട്ടിടം അവൻ പറഞ്ഞ ആരാധനാലയമാണ്. അവൾക്ക് മനസ്സിലായി അത്. അവൾ അവിടേക്ക് കുതിര പായിച്ചു. നിലാവെളിച്ചവും വഴിയരികിൽ നാട്ടിവെച്ചിരുന്ന തീപ്പന്തങ്ങളും അവൾക്ക് കാഴ്ച സുലഭമാക്കി. അടുത്തെത്താറായി എന്ന് തോന്നിയപ്പോൾ അവൾ മെലീഡയെ കുതിരപ്പുറത്ത് നിന്നും ഇറക്കി. അവിടെ കണ്ടൊരു വലിയ കടയുടെ മുൻപിൽ നിർത്തി. ഇവിടെ നീ സുരക്ഷിതയാണ്, ആരും കാണില്ല. ഞാൻ അവിടെ പോയി എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി നിന്നെ വന്ന് കൊണ്ടുപോകാം. അതുവരെ ഒരിടത്തും പോകരുത്. നിമീലിയ വാക്ക് നൽകിപ്പോയി. മൺപാതയിൽ നിന്നും കരിങ്കൽ പാകിയ വഴിയിലേക്ക് കയറിയപ്പോൾ ലക്ഷ്യസ്ഥാനം എത്തിയെന്നവൾക്ക് മനസ്സിലായി. ആരാധനാലയത്തിന് മുന്നിലായി അവൻ നിൽപ്പുണ്ടായിരുന്നു. എല്ലാം ശരിയായോ? അവൾ ചോദിച്ചു. ആയി. പുരോഹിതൻ നമ്മളെയും കാത്ത് മുകളിൽ നിൽക്കുകയാണ്. അവർ മുകളിലേക്ക് കയറി. വളഞ്ഞു കിടക്കുന്ന 100 പടികൾ കയറിയാണ് അവർ മുകളിലേക്ക് എത്തിയത്. ഓരോ പടികൾ കയറുന്തോറും അവളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. മുകളിൽ പോയി എല്ലാം കണ്ട് ഉറപ്പുവരുത്തിയിട്ട് വേണം മെലീഡയെ കൂട്ടിക്കൊണ്ടുവരാൻ. പുരോഹിതൻ എങ്ങനെയാവും പ്രതികരിക്കുന്നതെന്നറിയില്ലല്ലോ. ഡിയോൺ കൂടെയുള്ളതായിരുന്നു അവളുടെ ആശ്വാസം. അവർ വലിയ തടിവാതിലുകളുള്ള വൃത്താകൃതിയിലുള്ള ഒരു മുറിയിലേക്ക് പ്രവേശിച്ചു. ചുറ്റിനും കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരികൾ ഒഴിച്ചാൽ മുറി വിജനമായിരുന്നു. ആ അന്തരീക്ഷം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. ഈ മുറിയിൽ വെച്ചാണ് ചടങ്ങ് നടക്കുക. പുരോഹിതനെ കാണുന്നില്ലല്ലോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവൻ തുറന്നു കിടക്കുന്ന മറ്റൊരു വാതിലിലൂടെ പുറത്തേക്കിറങ്ങി. അവൾ ആ വലിയ മുറിക്ക് നടുവിൽ ഒറ്റയ്ക്ക് നിന്നു. മെഴുകുതിരിയുടെ വെളിച്ചം അവളുടെ വെളുത്ത വസ്ത്രത്തിൽ കാൽപാദ ഭാഗങ്ങളിൽ തട്ടി അതിന് തീ പിടിച്ച പോലെ തോന്നിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് കേൾക്കാൻ കഴിയത്തക്കവണ്ണം ആ സ്ഥലം നിശബ്ദമായി. പെട്ടെന്ന് വാതിലിന്റെ പിന്നിൽ നിന്നും ഒരു വലിയ ചങ്ങല അവളെ വന്നു ചുറ്റി.
അതേപോലൊരെണ്ണം മറ്റു വാതിലിൻ്റെ പിന്നിൽ നിന്നും വന്ന് അവളുടെ കൈകളെയും ശരീരത്തെയും ചേർത്ത് വലിഞ്ഞു മുറുക്കി. വാതിലിൻ്റെ പിന്നിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള മേലങ്ക ധരിച്ച 2 പേർ അട്ടഹസിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ക്യാപ്റ്റൻസിൻ്റെ ശിഷ്യന്മാർ. അവൾ അലറി വിളിച്ചു. ചങ്ങല പൊട്ടിക്കാൻ ആവത് ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. അവർ ചങ്ങല അതിശക്തമായി മുറുക്കിക്കെട്ടി. അവളുടെ എല്ലുകൾ നുറുങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. സർവശക്തിയും പ്രയോഗിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും മന്ത്രവിദ്യകളെല്ലാം നിഷ്ഫലമായിരുന്നു. ഡിയോൺ! അവൾ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ തുറന്നിട്ട വാതിലിലൂടെ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പതിയെ ഡിയോൺ അവൾക്കരികിലേക്ക് നടന്നു വന്നു. പിന്നാലെ ഹോൾഡനും അവൾക്ക് പിന്നിലായി നീളമുള്ള ചുവന്ന മേൽവസ്ത്രം ധരിച്ച 7 പേരും. 7 ക്യാപ്റ്റൻസ്. താൻ ചതിക്കപ്പെട്ടുവെന്ന് അവൾക്ക് മനസ്സിലായ നിമിഷമായിരുന്നു അത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നീ എന്ത് കരുതി? ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ വിവാഹമാണെന്നോ? നിനക്ക് തെറ്റി. നിന്നെ വീഴ്ത്താൻ ഞങ്ങൾ കണ്ട മാർഗമായിരുന്നു ഇത്. അവൻ ആർത്തു ചിരിച്ചു. അവളുടെ ദുഃഖം കോപത്തിന് വഴിമാറി. അവൾ അലറിക്കൊണ്ട് അവനെ ആഞ്ഞു തള്ളി. അവൻ പുറകോട്ട് തെറിച്ചു. ഇത് കണ്ട ഹോൾഡൻ തുകൽ ചെരുപ്പ് ധരിച്ച കാലുകൊണ്ട് അവളുടെ നെഞ്ചിൽ അതിശക്തമായി ചവിട്ടി. അവൾ തലയിടിച്ച് നിലത്തേക്ക് വീണു. രാജാവും ശിഷ്യന്മാരും വീണ് കിടക്കുന്ന അവളുടെ മേൽ പലതവണ ആഞ്ഞു ചവിട്ടി. ഡിയോൺ മാറി നിന്ന് കൈകൊട്ടി ചിരിച്ചു. അവളുടെ തലയിലെ പൂക്കിരീടം ദൂരേക്ക് തെറിച്ചു. അവൾ അലറി വിളിച്ചു. വെറുതെ അലറണ്ട, നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. പാലന്റൻ ലോഹം കൊണ്ട് നിർമ്മിച്ച ചങ്ങലയാണ് നിന്റെ ദേഹത്തുള്ളത്. നിനക്ക് പോലും അറിയാത്ത നിന്റെ ബലഹീനത. എങ്ങനെയാണ് നിന്റെ ദേഹത്ത് ഈ ചങ്ങല ഇടുക എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപുത്രൻ ഡിയോൺ ഈ ആശയം പറഞ്ഞത്. നേരിട്ട് നിന്റെ മുമ്പിൽ വന്നാൽ ചങ്ങല എടുക്കുന്നതിന് മുമ്പ് തന്നെ നീ ഞങ്ങളെ ഇല്ലാതാക്കില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പുതിയ തന്ത്രം മെനഞ്ഞു. രാജതന്ത്രം. സകല പദ്ധതികളും അവൻ്റേത്. കാലിൽ മുറിവുണ്ടാക്കി അവിടെ വന്ന് കിടന്നതും നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതുമെല്ലാം അവൻ്റെ തന്ത്രം. ഇന്ന് നിന്നെ ഞങ്ങളിവിടെ ചുട്ടിരിക്കും. അതേസമയം അതിർത്തിയിൽ മറഞ്ഞു നിൽക്കുന്ന എൻ്റെ സൈന്യം നിന്റെ ആളുകളെ കത്തിക്കും. അവർ ആർത്തു ചിരിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചു. ചുടുകണ്ണീർ ആ നിലത്ത് പതിച്ചു. മർദ്ദനങ്ങളെക്കാൾ അവളെ വേദനിപ്പിച്ചത് താനൊരു ചതിക്കപ്പെട്ടവളായി മാറിയതാണ്. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. അടിയന്തര മണി മുഴക്കൂ. നഗരവേദിയിൽ ആളുകൾ കൂടട്ടെ. ഇവളെ അവിടേക്ക് വലിച്ചഴിക്കൂ. ക്യാപ്റ്റൻസ് ആജ്ഞാപിച്ചു. കൂട്ടമണി മുഴങ്ങി. ജനങ്ങൾ ഉറക്കമെഴുന്നേറ്റ ആ രാത്രി നഗരവേദിയിലേക്ക് ഓടി. ഡിയോൺ അവളുടെ മുടിയിൽ പിടിച്ച് അവളെ താഴേക്ക് വലിച്ചഴിച്ചു. അവൻ അവളെയും വലിച്ചഴിച്ചുകൊണ്ട് 100 കൽപ്പടികളും ഇറങ്ങി. അവളുടെ ശരീരം മുറിഞ്ഞു. ചങ്ങലയുടെ മുറുക്കവും മുറിവുകളുടെ നീറ്റലും. അവൾ ഉറക്കെ കരഞ്ഞുപോയി. മെലീഡ! അപ്പോഴും അവൾ കാത്തു നിൽക്കുകയായിരുന്നു. ആളുകൾ ഇറങ്ങിയോടുന്നത് കണ്ട് അവൾ പേടിച്ചു മാറി നിന്നു. ഇന്ന് ആരെയോ വധിക്കാൻ പോകുന്നു. അതാണിപ്പോൾ അടിയന്തരമണി. അവരുടെ സംസാരം മെലീഡ കേട്ടു. അവൾക്ക് പേടിയായി. അവൾ അവരുടെ പിന്നാലെ ഓടി. നഗരവേദിക്കടുത്തുള്ള ഒരു കൽപ്പടവിന് മുകളിൽ കയറി അവൾ നിന്നു. ഡിയോൺ നിമിയെ കരിങ്കൽ പാകിയ പാതയിൽ നിന്നും മൺവഴിയിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. പിന്നാലെ രാജാവും ക്യാപ്റ്റൻസും മറ്റു പരിവാരങ്ങളും ഉണ്ടായിരുന്നു. ഡിയോണും ഹോൾഡനും ആർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻസ് എന്തോ മന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു. പ്രകൃതി അന്ന് നിശ്ചലമായിരുന്നു. നിലാവ് മാഞ്ഞില്ല. കാർമേഘം ഇരുണ്ടുകൂടിയില്ല. ഒരു തണുത്ത കാറ്റ് മാത്രം അവരെ തഴുകിപ്പോന്നു. മെലീഡ ദൂരെ നിന്നും ആ കാഴ്ച കാണുന്നുണ്ട്. അവൾ പൊട്ടിക്കരഞ്ഞു. അവർ അവളെ ആൾക്കൂട്ടത്തിനിടയിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ആ വേദിയിലേക്ക് കയറ്റി. ജനങ്ങൾ നോക്കി നിൽക്കെ അവളെ അവിടെ നാട്ടിയിരുന്ന കുരിശിൽ ബന്ധിച്ചു. കൈകൾ അയച്ച് നേരെയാക്കി ആണിയടിച്ചു. അവൾ ഉറക്കെ കരഞ്ഞു. ജനങ്ങൾ സങ്കടത്തോടെ അവളെ നോക്കി. ചാട്ടവാറടിയിൽ തുടങ്ങാം, ഹോൾഡൻ പറഞ്ഞു. 3 തടിച്ചുരണ്ട ഭീമന്മാർ ചാട്ടവാറുമായി വേദിയിലേക്ക് കയറി. 3 വശവും നിന്ന് അവളെ ആഞ്ഞടിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞ നിമീലിയ വാവിട്ട് നിലവിളിച്ചു. അവളുടെ നിലവിളിയോടൊപ്പം മറ്റുള്ളവരുടെ കൊലച്ചിരിയും ആ രാത്രിയുടെ നിശബ്ദതയെ കെടുത്തി. മെലീഡയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി പൊഴിഞ്ഞു. നിമി അടികൊണ്ട് അവശയായി. ശരീരം മുറിഞ്ഞ് ചോരയൊലിച്ചു. വസ്ത്രങ്ങൾ അങ്ങിങ്ങായി കീറി. വസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും അവൾ അവനായി നിർമ്മിച്ച മോതിരം ചോരയിൽ കുതിർന്ന് താഴേക്ക് വീണു. അവൻ്റെ സമ്മാനമായി 3003 അടിയും അവൾ ഏറ്റുവാങ്ങി. ജീവന്റെ ചെറിയ തുടിപ്പ് മാത്രം അവളിൽ ബാക്കിയായി. അവളുടെ പുതിയ വെളുത്ത വസ്ത്രം കീറിപ്പറഞ്ഞ് രക്തവർണ്ണമായി. മുടിയും ചോരയിൽ കുതിർന്നിരുന്നു. ചോരയിൽ കുളിച്ചു നിന്ന അവളുടെ മേൽ അവർ തിളച്ച എണ്ണ ഒഴിച്ചു. കരയാനുള്ള ശക്തി പോലും അവൾക്കില്ലായിരുന്നു. ഒരു തീപ്പന്തം കത്തിച്ചു പിടിച്ച് ഡിയോൺ ഉറക്കെ ചിരിച്ചു. മെലീഡ തൻ്റെ കൈകളുയർത്തി എന്തെങ്കിലും മന്ത്രവിദ്യ കാണിക്കാമോ എന്ന് നോക്കി. എന്നാൽ അവൾക്കൊന്നിനും കഴിഞ്ഞില്ല. ഡിയോൺ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഒച്ച വയ്ക്കാൻ പോലും കഴിയാത്ത വിധം അവൾ അവശയായിരുന്നു. ജനങ്ങളെ സാക്ഷിയാക്കി അവർ നിമിയുടെ ശരീരത്തിന് തീ കൊളുത്തി. അവൾ നിന്നെരിയുമ്പോൾ അങ്ങ് ദൂരെ ഹോൾഡന്റെ ആളുകൾ അവളുടെ ഗ്രാമത്തിനും തീ വെച്ചിരുന്നു. ഓടിയവരെ അവർ കുന്തത്തിൽ തറച്ചു. കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നു കെട്ടിത്തൂക്കി. അന്ന് രാത്രി അവിടം ഒരു ചോരക്കളമായി മാറി.
മെലീഡയുടെ കൂട്ടുകാരി സമാര എന്ത് ചെയ്യണമെന്നറിയാതെ മരണവും കാത്ത് കണ്ണടച്ചു നിന്നു. നഗരവേദിയിൽ ക്യാപ്റ്റൻസിൻ്റെയും കൂട്ടുകാരുടെയും കൊലച്ചിരിക്ക് നടുവിൽ നിമീലിയ എരിഞ്ഞൊടുങ്ങി. ഒടുവിൽ അല്പം ചാരവും അവളുടെ പ്രതീക്ഷയായിരുന്ന ആ മോതിരവും മാത്രം അവശേഷിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞ ആളൊഴിഞ്ഞ വേദിയിൽ മെലീഡ ചെന്നു. അവളുടെ കണ്ണീർ ആ ചാരത്തിൻ്റെ മുകളിൽ പതിച്ചു. ആ മോതിരവും എടുത്തുകൊണ്ട് ലക്ഷ്യമില്ലാതെ അവൾ എവിടേക്കോ ഓടിമറഞ്ഞു. ആർഡൻ സാമ്രാജ്യം വീണ്ടും പഴയപടിയായി. പിന്നീട് അവിടെ വിച്ചസിനെ കണ്ടിട്ടില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. 7 സെപ്റ്റംബറിൽ 3 പേർ മരണപ്പെട്ടു. പുതിയ 3 പേർ വന്നു. ഹോൾഡൻ രാജാവ് നാട് നീങ്ങി. പകരം ഡിയോൺ രാജാവായി. അവരെല്ലാം സുഖത്തിൽ തന്നെ ജീവിച്ചു. നാളുകൾ കഴിയുന്തോറും ജനങ്ങളുടെ ജീവിതം മാത്രം ദുസ്സഹമായി. അവർ ഈ വ്യവസ്ഥിതിയെ വെറുത്തു. ക്യാപ്റ്റൻസിനെയും രാജാവിനെയും മനസ്സിൽ ശപിച്ചു. പക്ഷെ ആർക്കും പ്രതികരിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. 1ഉം 2ഉമല്ല, 10-20 വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് ആർഡൻ സാമ്രാജ്യത്തിൻ്റെ രാജാവ് ഡിയോണിൻ്റെ ജന്മദിനമായിരുന്നു. രാജകുടുംബം നാടുനീളെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് നഗരത്തിൻ്റെ ഒത്ത നടക്കുള്ള വേദിയിൽ രാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. വാദ്യമേളങ്ങളുമായി എങ്ങും ആഘോഷം. പക്ഷെ അന്ന് മറ്റൊരു ശക്തിയുടെ ദൃഷ്ടി അവർക്ക് മേൽ പതിച്ചത് ആരും അറിഞ്ഞിരുന്നില്ല. എല്ലാവരും ആഘോഷത്തിൽ ആറാടിയപ്പോൾ മറ്റൊരാളുടെ കാൽപാദം ആ മണ്ണിൽ പതിഞ്ഞു. ഒരടി പോലും പതറാതെ ഉറച്ച കാൽവെപ്പോടെ, സൂര്യൻ്റെ കത്തുന്ന ചൂടിനേക്കാൾ എരിയുന്ന പകയോടെ, സൂര്യനെ പോലും മറച്ച് അന്ധകാരം സൃഷ്ടിക്കാൻ കഴിയുന്ന കാർമേഘം പോലെ, ജ്വലിക്കുന്ന പ്രകാശത്തെയും മൂടാൻ കഴിയുന്ന കറുത്ത ഗോളം പോലെ, ഭയത്തെ പോലും ഭയപ്പെടുത്താൻ കഴിവുള്ള മഹാശക്തിയെന്ന് അവിടെ അവതരിച്ചു. മനസ്സിലെ അടങ്ങാത്ത പക കാട്ടുതീ പോലെയാണ്. അന്ന് ആർഡൻ സാമ്രാജ്യത്തിൽ ആ കാട്ടുതീ പടർന്നു. ആർഡൻ സാമ്രാജ്യത്തിൻ്റെ മഹാരാജാവ് ഡിയോണിൻ്റെ ജന്മദിനാഘോഷങ്ങൾ എങ്ങും അലയടിക്കുന്നു. നഗരമധ്യത്തിലേക്ക് എഴുന്നള്ളുന്ന രാജാവിൻ്റെ നടപ്പാതയിൽ പൂക്കൾ വിതറിയിരുന്നു. ഉച്ചയ്ക്ക് നഗരവേദിയിൽ വെച്ച് രാജാവ് ജനങ്ങളെ കാണും. അടുത്തൊരു വർഷത്തേക്കുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കും. ഇക്കുറി നികുതി കൂട്ടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്തവർക്കുള്ള ശിക്ഷ കഠിനമായിരിക്കുമെന്നറിയാവുന്ന ജനങ്ങൾ എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരാറുണ്ടായിരുന്നു. നാട് നീളെ അന്നദാനം നടത്തിയിരുന്നു. പക്ഷേ അന്നദാനത്തിൻ്റെ വകയിൽ കൊട്ടാരം ചെലവാക്കുന്നതിൻ്റെ ഇരട്ടിയും ഇനിയുള്ള നാളുകളിൽ ജനങ്ങളിൽ നിന്നും പിടിച്ചു വാങ്ങുമെന്നും എല്ലാവർക്കും അറിയാം. ചുട്ടുപൊള്ളുന്ന ആ വെയിലിലും രാജാവിനെ കാണാൻ ജനങ്ങൾ എത്തിത്തുടങ്ങി. രാജാവിനാണെങ്കിൽ വെയിലേൽക്കാതിരിക്കാൻ വേദിയിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകാതെ തന്നെ രാജാവ് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി എന്നറിയിച്ചുകൊണ്ടുള്ള കാഹളം മുഴങ്ങി. ആരവങ്ങളുടെ അകമ്പടിയോടെ രാജാവും കുടുംബാംഗങ്ങളും അവിടേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. നടന്നായിരുന്നു അവർ വന്നത്. ഓരോരുത്തർക്കും വെയിലേൽക്കാതിരിക്കാൻ കുടയും ചൂടി ഓരോ പരിചാരകർ കൂടെ ഉണ്ടായിരുന്നു. മുന്നിലും പിന്നിലുമായി വൻ സേനനിര. ഇരുവശങ്ങളിലും കാഴ്ചക്കാരായി ജനങ്ങളുണ്ടെന്ന് സേവകർ ഉറപ്പുവരുത്തി. ജനങ്ങൾ വെയിൽ കൊണ്ട് ക്ഷീണിച്ചു. വാദ്യമേളങ്ങൾ ആഘോഷിച്ച് ചുറ്റിനും നിൽക്കുന്നവരെല്ലാം കൈവീശി കാണിച്ച് പതുക്കെ രാജാവ് നടന്നു. അവർ വേദിക്കരികിലെത്താറായപ്പോഴാണ് കാലാവസ്ഥയിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചത്. ആകാശത്തിൽ കാർമേഘങ്ങൾ ഒത്തുകൂടി സൂര്യനെ മറച്ചു. ചുട്ടുപൊള്ളുന്ന വെയിൽ മാറി തണുത്ത കാറ്റ് ആഞ്ഞു വീശി. ഇടിമുഴക്കങ്ങൾ കേട്ടു. തെളിഞ്ഞു നിന്ന ആകാശം ഇരുണ്ടു. അന്തരീക്ഷമാകെ ഇരുണ്ടുമൂടി. പെട്ടെന്നുള്ള ഈ മാറ്റം എല്ലാവരെയും ഒരേപോലെ അമ്പരപ്പെടുത്തി. പെട്ടെന്ന് ആകാശത്തു നിന്നും മിന്നലിൻ്റെ പ്രകാശത്തോടെ എല്ലാവരുടെയും കണ്ണുകൾ അഞ്ചിപ്പിച്ചുകൊണ്ട് എന്തോ ഒന്ന് ആ വേദിയിലേക്ക് പറന്നിറങ്ങി. എങ്ങും തണുത്ത കാറ്റ് വീശി. ചുറ്റും പൊടിപടലങ്ങൾ നിറഞ്ഞു. എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ അവർ കണ്ടു, കറുത്ത നിറത്തിൽ ശരീരത്തോട് ഇറുകിയ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. അവളുടെ കണ്ണുകൾ പച്ച നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. തോളറ്റം വരെ അഴിഞ്ഞു കിടക്കുന്ന മുടി കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം കോപത്താൽ രൗദ്രഭാവത്തിലായിരുന്നു. അവളുടെ നോട്ടം കടക്കുന്തോറും കഴുത്തിൽ നിന്നും കവിൾ വരെ പച്ച നിറത്തിൽ ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. അവൾ കൈകൾ ഇരുവശങ്ങളിലേക്കും ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോഴേക്കും 2 കൈകളിലും അഗ്നിജ്വാലകൾ തെളിഞ്ഞു. വിച്ച്! കണ്ടു നിന്നവർ അറിയാതെ പറഞ്ഞുപോയി. അവൾ നടന്നു തുടങ്ങിയതും ആളുകൾ 4 പാടും ചിതറിയോടി. രാജാവിനെയും കുടുംബത്തെയും സുരക്ഷിതമായി കൊട്ടാരത്തിലെത്തിക്കൂ. ബാക്കിയുള്ളവർ എൻ്റെ കൂടെ വരൂ. സേനാനായകൻ ഉത്തരവിട്ടു. രാജാവിനെയും കൂട്ടി ഒരു കൂട്ടം പടയാളികൾ പിന്നിലേക്ക് നീങ്ങി. ആയുധങ്ങളും ഏന്തി 100 കണക്കിന് പടയാളികൾ മുൻപിലേക്കും. കൂട്ടത്തോടെ ഓടുന്ന ജനങ്ങളെ വകഞ്ഞു മാറ്റി രാജാവുമായി അവർ പിന്നോട്ടോടി. കുന്തവും പരിചയം ഏന്തി 100 കണക്കിന് പടയാളികൾ നഗരവേദി വളഞ്ഞു. വേദിയിൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ. പടയാളികൾ കൂട്ടത്തോടെ വേദിയിലേക്ക് ഓടിക്കയറി. പക്ഷെ അവളുടെ നോട്ടത്തിൻ്റെ തീവ്രത കൂടിയതും വേദിയിൽ കാലുകുത്തിയവരെല്ലാം 4 പാടും തെറിച്ചു വീണു. കൂടുതൽ ആളുകൾ അക്രമാസക്തരായി അവർക്ക് നേരെ പാഞ്ഞെടുത്തു. അവൾ കൈകൾ നീട്ടിയതും കയ്യിൽ നിന്നും മുതിർന്ന അഗ്നിജ്വാല അവരുടെ ദേഹത്തേക്ക് ആളിപ്പടർന്നു. നിമിഷ നേരം കൊണ്ട് അവർ വെന്തു വെണ്ണീറായി. വീണ്ടും കയറി വന്നവർ അവളൊന്ന് കൈകൾ നീട്ടിയപ്പോഴേക്കും തണുത്തുറഞ്ഞ് മഞ്ഞുപോലെ നിശ്ചലമായി. ബാക്കിയുള്ളവർ നോക്കി നിൽക്കെ ഞൊടിയുടയ്ക്കുള്ളിൽ മഞ്ഞുശിലകൾ പോലെ നിന്നവർ കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു.
അപ്പോഴേക്കും ബാക്കിയുള്ളവരിൽ പകുതി പേരും പേടിച്ചോടിയിരുന്നു. കൂടി നിന്നവരെല്ലാം അവൾക്ക് നേരെ കൂട്ടം കൂട്ടമായി അമ്പും കുന്തങ്ങളുമെല്ലാം എറിഞ്ഞു. പലതും അവളുടെ ദേഹം തുളച്ച് കയറിപ്പോയെങ്കിലും അവൾക്കൊന്നും സംഭവിച്ചില്ല. മുറിവുകളെല്ലാം ക്ഷണനേരം കൊണ്ട് പഴയപടിയായി. 2 മൂർച്ചയേറിയ കുന്തങ്ങൾ മാത്രം അവൾ കൈകൊണ്ട് പിടിച്ചെടുത്തു. എല്ലാവരും പേടിച്ചു ഓടുകയാണോ? നിങ്ങളാണോ ആർഡനിലെ ധീരന്മാരായ പടയാളികൾ? ശരി, എങ്കിലിനി മന്ത്രവിദ്യകൾ ഒന്നും പ്രയോഗിക്കുന്നില്ല. ഈ 2 കുന്തങ്ങൾ മാത്രം മതി എനിക്ക് ആയുധമായിട്ട്. ധൈര്യമുള്ള എത്ര പേർക്ക് വേണമെങ്കിലും കയറി വരാം. എന്നെ കൊല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജാവിനെ രക്ഷിക്കാം. ഇല്ലെങ്കിൽ അയാളെ ഞാനിന്ന് കൊല്ലും. കയറി വാ. 2 കുന്തവും കയ്യിലിട്ട് ചുഴറ്റിക്കൊണ്ട് അവൾ അവരെ വെല്ലുവിളിച്ചു. അവർ കൂട്ടത്തോടെ 4 വശങ്ങളിലായി കൂടി അവർക്ക് നേരെ പാഞ്ഞു. എന്നാൽ ആവേശം അധികം നീണ്ടു നിന്നില്ല. വേദിയിലേക്ക് കയറി വന്ന എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് കൊന്നുതള്ളി. ആ 2 കുന്തങ്ങൾ മാത്രം ഉപയോഗിച്ച് അന്തരീക്ഷം കൂടുതൽ കലുഷിതമായി. മഴത്തുള്ളികൾ ചെറുതായി താഴേക്ക് പതിച്ചു തുടങ്ങി. അഴിഞ്ഞുകിടന്ന മുടി പിന്നിലേക്ക് മാടിയൊതുക്കി മരിച്ചു വീണ് കിടക്കുന്ന പടയാളികളുടെ നെഞ്ചത്തൂടെ തൻ്റെ കാൽപാദം മൂടിയ കറുത്ത ബലമേറിയ ചെരുപ്പ് വെച്ച് ചവിട്ടി അവൾ പതുക്കിയെ നടന്ന് വേദിക്ക് താഴേക്കിറങ്ങി. അങ്ങ് കൊട്ടാരത്തിൽ രാജാവിനെയും കുടുംബത്തെയും കൊട്ടാരത്തിനകത്താക്കി അകത്തു നിന്നും വലിയ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. പുറത്ത് ആയിരക്കണക്കിന് പടയാളികൾ നിരന്നു. കൊട്ടാരത്തിന് താഴെ വലതുവശത്ത് കാണുന്ന 500 കൽപ്പടികൾ കയറി ചെല്ലുമ്പോൾ വിശാലമായൊരു തുറന്ന സ്ഥലമാണ്. അവിടെ നിന്നാൽ ചുറ്റുപാട് മുഴുവനും കാണാം. അതിനറ്റത്തായി കാണുന്ന വാതിൽ തുറന്നാൽ കാണുന്നത് അതിവിശാലമായ രാജസദസ്സ്. അവിടെയാണ് രാജാവും കൂട്ടരും അവളുടെ വരവും കാത്ത് ഭയന്നിരിക്കുന്നത്. പുറത്തെ തുറന്ന സ്ഥലം മുഴുവനും പടയാളികളെ കൊണ്ട് നിറഞ്ഞു. ഓരോ കൽപ്പടവിലുമായി 2 ഭടന്മാർ വീതം നിന്നു. അധികം വൈകാതെ അവളെത്തി. മുകളിലേക്ക് നിഷ്പ്രയാസം പറന്നുയരാമായിരുന്നുവെങ്കിലും അവളത് ചെയ്തില്ല. കൽപ്പടികളിൽ കാത്തുനിന്ന ഭടന്മാരെയെല്ലാം കൊന്നുവീഴ്ത്തി അവൾ മുകളിലേക്ക് കയറി. മുകളിൽ നിന്നവർ അവൾക്ക് നേരെ ആയുധമെറിഞ്ഞു. അവൾക്കതെല്ലാം നിസ്സാരമായിരുന്നു. ഒടുവിൽ അവൾ ഏറ്റവും മുകളിലെത്തി. ഇടിയും മിന്നലും കൂടുതൽ ശക്തമായി. ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക് കാറ്റിനോടൊപ്പം മഴയും എത്തി. അവൾ ഭടന്മാർക്ക് നേരെ നിന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾക്ക് നേരെ പേടിച്ചിരണ്ട കണ്ണുകളോടെ ആയുധങ്ങൾ നീട്ടി. അവൾ ചിരിച്ചു. എനിക്ക് നിങ്ങൾ ആരെയും കൊല്ലണമെന്നില്ല. എനിക്ക് ആവശ്യം നിങ്ങളുടെ രാജാവിനെയാണ്. തോൽവി സമ്മതിച്ചിപ്പോൾ എൻ്റെ മുന്നിൽ മുട്ടുകുത്തിയാൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം. അതല്ല എൻ്റെ മാർഗത്തിന് എതിര് വരാനാണ് ഭാവമെങ്കിൽ എല്ലാത്തിനെയും തീർത്തു കളയും ഞാൻ. ഇടിമുഴക്കത്തെ വെല്ലുന്ന ഗാംഭീര്യത്തോടെ അവൾ പറഞ്ഞു. പേമാരിയും ഇടിമിന്നലും സാക്ഷിയായി അവർ അവർക്ക് മുമ്പിൽ മുട്ടുകുത്തി. വലിയ ശബ്ദത്തോടെ ആ മുറിയുടെ വാതിൽ പൊളിഞ്ഞ് നിലത്തേക്ക് വീണു. ഡിയോൻ രാജാവ് സിംഹാസനത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റു. കൂടെ നിന്നവർ ഭയന്നു വിറച്ചു. വാതിൽക്കൽ ഇരുണ്ട രൂപത്തിൽ പച്ച നിറത്തിൽ തിളങ്ങുന്ന കണ്ണുകളുമായി അവൾ നിൽക്കുന്നത് കണ്ടപ്പോൾ പിശാചിനെ കണ്ട പോലെ അവരെല്ലാം ഭയന്ന് നിലവിളിച്ചു. അവൾ അടുത്തേക്ക് വന്നു. ഡിയോൺ വാളോങ്ങിക്കൊണ്ട് അവൾക്ക് നേരെ ഓടി വന്നു. അവൾ ഡിയോണിന്റെ കയ്യിൽ കടന്നു പിടിച്ചതും എല്ലുകൾ നുറങ്ങുന്ന ശബ്ദം കേട്ടതും ഒരുപോലെയായിരുന്നു. കരഞ്ഞുകൊണ്ട് മുട്ടുമടക്കിയ അയാൾ നിലത്തിരുന്നു. അവൾ കാലുയർത്തി അയാളുടെ മുഖത്ത് ചവിട്ടി. നിലത്ത് വീണ അയാളുടെ നെഞ്ചിൽ ചവിട്ടി അവൾ മുന്നിലേക്ക് പോയി. സിംഹാസനത്തിൽ കയറി കാലിന്മേൽ കാലും കയറ്റിവെച്ച് രാജകീയ പ്രൗഢിയോടെ ഇരുന്നു. പടയാളികൾ അകത്ത് വന്ന് അവളെ വണങ്ങി. ഡിയോൺ കോപം കൊണ്ട് വിറച്ചു. എന്താ ഇത്? പിടിച്ചു കെട്ടു ഈ ദുർമന്ത്രവാദിനിയെ. ആരും അനങ്ങിയില്ല. പകരം അവർ അയാളെ തുറിച്ചു നോക്കി. അയാൾ കുഴഞ്ഞ് നിലത്ത് വീണു. അവൾ എണീറ്റ് ചെന്ന് ഡിയോണിന്റെ നെഞ്ചിൽ വീണ്ടും ആഞ്ഞു ചവിട്ടി. അയാളുടെ വായിൽ നിന്നും ചോര തെറിച്ചു. നീ ചെയ്തതിനൊക്കെയും ഇന്ന് ഞാൻ പകരം ചെയ്യും. എങ്ങനെയാണ് ഞാൻ നിന്നെ കൊല്ലുന്നതെന്ന് അറിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്നും ആർക്കു വേണ്ടിയാണ് നിന്നോട് പകരം ചോദിക്കുന്നതെന്നും. അവശനായി കിടക്കുന്ന അയാളുടെ മുഖത്തേക്ക് കോപത്തോടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ അയാളുടെ മുടിയിൽ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. കൂട്ടമണി മുഴങ്ങട്ടെ. നഗരവേദിയിൽ ഒരു കുരിശ് തയ്യാറാക്കൂ. ചുറ്റിനും ജനങ്ങൾ നിറയണം. അവൾ ആജ്ഞാപിച്ചു. കൂട്ടമണി മുഴങ്ങി. പടയാളികൾ വേദിയിലേക്ക് ഓടി. ഓരിച്ചൊരിയുന്ന മഴ വകവയ്ക്കാതെ ജനങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ അവിടേക്ക് എത്തിത്തുടങ്ങി. 500 പടികളും അയാളെയും വലിച്ചഴിച്ചുകൊണ്ട് അവൾ ഇറങ്ങി. മഴവെള്ളം വീണ് ചെളി നിറഞ്ഞു കിടന്നിരുന്ന വഴിയിലൂടെ അയാളെയും വലിച്ചുകൊണ്ട് അവൾ നടന്നു. ആളുകൾക്കിടയിലൂടെ അവൾ അയാളെയും കൊണ്ട് വേദിയിലേക്ക് കയറി. ഡിയോണിന്റെ ദുർഭരണത്തിൽ വീർപ്പുമുട്ടിയിരുന്ന ജനങ്ങൾ അവൾക്കായി ആർപ്പ് വിളിച്ചു. വേദിയിലേക്ക് കയറ്റിയ അയാളുടെ കൈകളും കാലുകളും ആണിയടിച്ച് കുരിശിൽ തറച്ചു. ഇടിയുടെ ഭീകരതയിൽ ഡിയോണിന്റെ അലർച്ച ആരും കേട്ടില്ല. അപ്പോഴേക്കും 3 ചാട്ടവാറുമായി ആളുകളെത്തി. അവളത് വാങ്ങി. 3 ചേർത്ത് പിടിച്ച് തലങ്ങും വിലങ്ങും മാറി മാറി അടിച്ചു. പൊടിയുന്ന ചോര മഴവെള്ളം കഴുകി മാറ്റി. അയാൾ തൊണ്ട പൊട്ടി നിലവിളിച്ചു. ആ നിലവിളി നിൽക്കുന്നതുവരെ അവൾ അടിച്ചു. ജീവൻ ബാക്കിയുണ്ടെന്ന് അവൾ ഉറപ്പുവരുത്തി. ഇവിടെ വെച്ച് നിന്നെ കത്തിക്കേണ്ടതാണ്. പക്ഷെ പ്രകൃതി പറയുന്നു അതിലും ക്രൂരമായി നിന്നെ കൊല്ലണമെന്ന്. അതാണ് മഴ. ഡിയോൻ അവശതയോടെ അവളെ നോക്കി. ഒന്നും സംസാരിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ ആരാണ്, എന്തിനു വന്നു, ആർക്ക് വേണ്ടി വന്നു എന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അവൾ ക്രൂരമായി ചിരിച്ചു. അയാൾ അനങ്ങാൻ പോലും ആവാതെ നിന്നു. ഒരു കുന്തം കയ്യിലെടുത്ത് അവൾ അയാളുടെ ദേഹത്തേക്ക് ശക്തിയായി കുത്തിയിറക്കി.
അയാൾക്ക് നിലവിളിക്കാൻ തോന്നിയെങ്കിലും കഴിഞ്ഞില്ല. അവൾ ഭ്രാന്തമായി അട്ടഹസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അയാളെ കുത്തി. 100 കണക്കിന് കുത്തുകൾ അയാൾ ഏറ്റുവാങ്ങി. ശരീരത്തിൽ നിന്നും ചോര വാർന്നൊടുവിൽ അയാൾ നിശ്ചലനായി. അവൾ ആർത്തു ചിരിച്ചു. മഴ തിമിർത്ത് പെയ്യുന്നു. കൈകൾ നീട്ടി അവൾ അത് ആസ്വദിച്ചു. എന്നിട്ട് വേദിക്ക് മുൻപോട്ട് വന്ന് കൂടി നിൽക്കുന്ന ജനങ്ങളോടായി അവൾ പറഞ്ഞു, ആർഡൻ സാമ്രാജ്യം ഇന്നു മുതൽ എൻ്റെ അധീനതയിലാണ്. ക്യാപ്റ്റൻസിനെയോ മറ്റാരെയോ നിങ്ങളിനി ഭയക്കണ്ട. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് പിടിച്ചു പറിക്കാൻ ആരും വരില്ല. ഇത് എൻ്റെ വാക്കാണ്. ഞാൻ മെലീഡ. ഇന്നു മുതൽ ഞാനാണ് ഈ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞി. അവൾ കൈകൾ ഇരുവശങ്ങളിലേക്കും ഉയർത്തി പറഞ്ഞു. ജനങ്ങളും സൈന്യവും മുട്ടുമടക്കി അവളെ വണങ്ങി. മഴ അതിശക്തമായി പെയ്തുകൊണ്ടേയിരുന്നു. മെലീഡ മറ്റ് 6 സാമ്രാജ്യങ്ങളിലും വൈകാതെ അവളുടെ പേര് പ്രശസ്തമായി. ക്യാപ്റ്റൻസ് അസ്വസ്ഥരായി. അയൽ സാമ്രാജ്യമായ ആർലിസ് സാമ്രാജ്യം ആർഡനുമായി യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷെ അവരെ തോൽപ്പിക്കാൻ മെലീഡ ഒറ്റയ്ക്ക് മതിയായിരുന്നു. മുന്നിൽ അവളുണ്ടെന്നുള്ള വിശ്വാസം പടയാളികൾക്ക് ധൈര്യമേകി. ആർലിസ്, വിജീറിയ, നെൽഡം, ബൊളീഗൻ തുടങ്ങി അവരുമായി യുദ്ധം പ്രഖ്യാപിച്ച് 4 സാമ്രാജ്യങ്ങളും അവർ പിടിച്ചടക്കി. വലിഷ്യ രാജാവായ ഡാനിയൻ അവളെ ഇല്ലാതാക്കാൻ ഒരു തന്ത്രം മെനഞ്ഞു. ആർഡനുമായി അവർ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിന് അവസാനം തന്നെ തിരഞ്ഞ് അവൾ തന്റെ കൊട്ടാരത്തിനകത്തേക്ക് വരുമെന്ന് അയാൾ കണക്കുകൂട്ടി. അയാൾ കൊട്ടാരത്തിൽ നിൽക്കാതെ പകരം കൊട്ടാരത്തിനകത്ത് പടയാളികളെ നിർത്തി. ഊഹിച്ച പോലെ എല്ലാവരെയും തീർത്തവൾ അയാൾക്കായി കൊട്ടാരത്തിലെത്തി. അവിടെ പടയാളികളുമായി അവൾ ഉരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഡാനിയന്റെ ആൾക്കാർ പുറത്തു നിന്നും കൊട്ടാരത്തിന് തീയിട്ടു. അവൾ അതിൽ വെന്തു മരിക്കുമെന്നവർ കരുതി. പക്ഷെ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ അവൾ ആ തീയിലൂടെ വെളിയിലേക്ക് വന്നു. തീ അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡാനിയെയും കൂട്ടരെയും അതിലിട്ട് തന്നെ അവൾ എരിച്ചില്ലാതാക്കി. അങ്ങനെ 7 സാമ്രാജ്യങ്ങളിൽ 6 അവൾ കാൽ കീഴിലാക്കി. പണ്ട് കാട്ടിലേക്ക് കുടിയേറിയ വിച്ചസ് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ തുടങ്ങി. അവർ മറ്റുള്ളവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. 6 സാമ്രാജ്യങ്ങളെയും അടക്കി ഭരിച്ചുകൊണ്ട് ആർഡൻ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ അവളിരുന്നു. ഇനിയുള്ളത് പലസ്തീൻ മാത്രമാണ്. അവിടെയാണ് ക്യാപ്റ്റൻസ് കഴിയുന്നത്. പലസ്തീൻ രാജാവായ ഹെക്ടർ ക്യാപ്റ്റൻസുമായി കൂടിക്കാഴ്ച നടത്തി. 6 സാമ്രാജ്യങ്ങളും അവൾ പിടിച്ചടക്കി. എപ്പോഴാണ് ഇവിടേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് അവളെ പിടിച്ചേ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി തെളിയുന്നുണ്ടോ? ഹെക്ടർ ചോദിച്ചു. ഇവളെപ്പോലൊരു വിച്ചിനെ ഇതുവരെ കണ്ടതായി അറിവില്ല. പൂർവികർ എഴുതിയ പുസ്തകത്തിൽ പോലും ഇതുപോലെ ഒരു വിച്ചിനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ ബലഹീനത കണ്ടെത്താനേ നമുക്ക് കഴിയില്ല. അത് കണ്ടെത്താതെ അവളെ ഇല്ലാതാക്കുക അസാധ്യം. അങ്ങോട്ട് യുദ്ധത്തിന് ചെന്നവരെയാണ് അവൾ ഇതുവരെ കീഴ്പ്പെടുത്തിയത്. അവളുടെ യഥാർത്ഥ ലക്ഷ്യം ആർഡൻ മാത്രമായിരുന്നു. അതുകൊണ്ട് ഉടനെ അവൾ ഇവിടേക്ക് വരില്ലെന്ന് കരുതാം. മാത്രമല്ല, നമ്മൾ നാട് നീളെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കാര്യമില്ല. അവൾ വിചാരിച്ചാൽ അതൊക്കെ നിസ്സാരമായി ഭേദിക്കാവുന്നതേ ഉള്ളൂ. അവളുടെ ശക്തിയെപ്പറ്റിയാണ് നാട്ടിൽ മുഴുവനും സംസാരം. ജനങ്ങളെല്ലാം അവൾക്കൊപ്പമാണ്. അവളുടെ വരവും കാത്തിരിക്കുകയാണെല്ലാം. എപ്പോൾ വേണേലും അവളിങ്ങെത്താം. കളയാൻ നമുക്ക് സമയമില്ല. ഉടനെ ഒരു മാർഗം കണ്ടേ തീരൂ, ഹെക്ടർ പറഞ്ഞു. എങ്കിൽ നീ വൈകിക്കണ്ട. ഉടനെ തന്നെ അവരെ വരുത്തണം. ക്യാപ്റ്റൻസിൽ ഒരാൾ പറഞ്ഞു. ആരെ? ദൂരെ മറ്റൊരു വൻകരയിൽ പണ്ട് അത്ഭുത ശക്തികളുള്ള വിച്ചസിനെ കാണുകയുണ്ടായി. അവർ ജനങ്ങൾക്ക് ശല്യമായി മാറിയപ്പോൾ ജനങ്ങൾ തന്നെ അവരെ ഇല്ലാതാക്കാൻ മുന്നിട്ടിറങ്ങി. അങ്ങനെ സകല അടവുകളും തന്ത്രങ്ങളും പഠിച്ച മിടുക്കന്മാർ അവരെ ഒന്നൊന്നായി വേട്ടയാടി തീർത്തു. ആയോധന കലകളിലും ബുദ്ധിശക്തിയിലും കേമന്മാർ. പലപ്പോഴും ചാരന്മാരായും ഇവരെ രാജാക്കന്മാർ ഉപയോഗിക്കുന്നു. ഇത്തരം സമർത്ഥരായ ആളുകൾ അവിടെ പറയുന്ന ഒരു പേരുണ്ട്, വിച്ച് ഹണ്ടേഴ്സ്, ദുർമന്ത്രവാദികളെ വേട്ടയാടുന്നവർ. അക്കരെ പോയി വന്ന നമ്മുടെ ശിഷ്യന്മാർ വഴി കിട്ടിയ അറിവാണിത്. എങ്കിൽ ഇനി ഒട്ടും താമസിക്കേണ്ട, ഉടനെ അവരെ വിളിക്കാം, ഹെക്ടർ പറഞ്ഞു. അക്കരയ്ക്ക് സന്ദേശവുമായി ഇപ്പോൾ തന്നെ ആളെ വിടാം. സമർത്ഥരായ 2 വിച്ച് ഹണ്ടേഴ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വിച്ചസിന്റെ ഇടയിലോ കടന്നുകൂടി അവർക്ക് പോലും അറിയാതെ അവരെ തീർക്കുന്ന 2 പേർ. അവരെ തന്നെ വിളിക്കാം. ക്യാപ്റ്റൻസ് ഉടനെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഹെക്ടറിന് അല്പം ആശ്വാസമായി. വൈകാതെ ക്യാപ്റ്റൻസിന്റെ സന്തോഷവുമായി ശിഷ്യന്മാർ അക്കരയ്ക്ക് യാത്രയായി. നാട് മുഴുവനും മെലീഡയായിരുന്നു സംസാര വിഷയം. ജനങ്ങൾ അവളുടെ കഥകൾ വാഴ്ത്തിപ്പാടി. 7 സാമ്രാജ്യങ്ങളിലും മുഴങ്ങിക്കേട്ടിരുന്നത് ഒറ്റ പേരായിരുന്നു, മെലീഡ. ക്യാപ്റ്റൻസിന് ആ പേര് പേടിസ്വപ്നമായി മാറിയിരുന്നു. 7 സാമ്രാജ്യങ്ങളുടെ ഒരു ഭാഗത്ത് ക്യാപ്റ്റൻസും മറുഭാഗത്ത് അവളുമായിരുന്നു. അവളെ തകർക്കാനിപ്പോൾ വിച്ച് ഹണ്ടേഴ്സ് കൂടി വരുന്നു. വേട്ടയാടി കൊല്ലാൻ വരുന്ന വേട്ടക്കാർക്ക് അറിയില്ലല്ലോ, വേട്ടക്കാരെ പോലും വേട്ടയാടാൻ കെൽപ്പുള്ള മഹാവേട്ടക്കാരിയാണ് മറുഭാഗത്തുനിന്ന്. പലസ്തീനിലെ ജനങ്ങൾ മെലീഡയുടെ വരവിനായി കാത്തിരുന്നു. പക്ഷെ അവളുടെ നാശം ലക്ഷ്യമിട്ട് 2 പേർ ക്യാപ്റ്റൻസിന്റെ ആവശ്യപ്രകാരം ആർഡൻ നഗരത്തിൽ കയറിക്കൂടിയിരുന്നു. അതിസമർത്ഥരായ 2 വിച്ച് ഹണ്ടേഴ്സ്, ഹെൻറിയും റോജറും. സാധാരണക്കാരുടെ വേഷത്തിൽ അവർ ആർഡനിലൂടെ നടന്നു. മെലീഡയെ കൊടുക്കാനുള്ള സാഹചര്യവും അവസരം നോക്കി അവർ കുറച്ചുനാൾ അവിടെ കഴിഞ്ഞുകൂടി. അവരുടെ പക്കൽ മൂർച്ചയേറിയ വ്യത്യസ്തമായ ആയുധങ്ങളുണ്ടായിരുന്നു. പലതും അതിശക്തമായ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയവ. അതൊന്നും പകല് പുറത്തു കാണിക്കാതെ അവർ താമസ സ്ഥലത്തൊളിപ്പിച്ചു.
രാത്രിയിൽ പറ്റിയ അവസരങ്ങൾ നോക്കിയിറങ്ങി. പക്ഷെ അവരുടെ ആയുധങ്ങൾക്കും തന്ത്രങ്ങൾക്കും അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്ന് മടങ്ങി. അവർ നേരെ പോയത് പലസ്തീനിലേക്കാണ്. ക്യാപ്റ്റൻസ് ചർച്ചിലെ ഏറ്റവും മേളിലെ നിലയിലായിരുന്നു. ക്യാപ്റ്റൻസിന്റെ ചർച്ച മുറിയിൽ ഒരാൾപ്പൊക്കത്തിലുള്ള 2 ജനാലകളുണ്ട്. ഒന്നിലൂടെ നോക്കിയാൽ വിശാലമായ പലസ്തീൻ നഗരം മുഴുവനും കാണാം. മറ്റൊന്നിലൂടെ നോക്കിയാൽ കടലാണ് കാണുന്നത്. ക്യാപ്റ്റൻസിന്റെ ചർച്ചിന്റെ പിന്നിൽ കടലാണ്. കടലിൽ നിന്ന് മണൽക്കരയിലൂടെ നടന്നു ചെല്ലുമ്പോൾ ഒരു കൽത്തുരങ്കം കാണാം. അതിലൂടെ നടന്ന് മുന്നിൽ കാണുന്ന 104 കൽപ്പടികൾ കയറിയാൽ ചർച്ചിന്റെ ആദ്യ നിലയിലെത്താം. ക്യാപ്റ്റൻസിന്റെ ശിഷ്യന്മാരുടെ അക്കരെ യാത്രയ്ക്ക് വേണ്ടിയാണ് കടൽക്കരയിലേക്കുള്ള ഈ മാർഗം. മറ്റാരും ആ വഴി പോകാറില്ല. ശിഷ്യന്മാർ അതിരഹസ്യമായി ഹെൻറിയെയും റോജറിനെയും ഈ വഴിയാണ് ചർച്ചിലേക്ക് കൊണ്ടുവന്നത്. നേർവഴി വന്നാൽ മെലീഡ അറിയുമെന്ന് ക്യാപ്റ്റൻസ് ഭയന്നിരുന്നു. അവർ കട്ടിയുള്ള തുകൽ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ക്യാപ്റ്റൻസും ഹെക്ടറും അവരെ കാത്ത് ചർച്ചാമുറിയിൽ നിൽപ്പുണ്ടായിരുന്നു. എന്തായി കാര്യങ്ങളൊക്കെ? ഹെക്ടർ ആകാംക്ഷയോട് ചോദിച്ചു. അവിടെ കടന്നുകൂടി ഞങ്ങൾ അവളെ നിരീക്ഷിച്ചു. പക്ഷെ അവൾ ഞങ്ങൾ കരുതിയതിനേക്കാൾ ശക്തിശാലിയാണ്. ആയുധങ്ങൾക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ കെണിവെച്ച് പിടിച്ചാൽ തന്നെ അത് നിഷ്പ്രയാസം തകർത്ത് അവൾ രക്ഷപ്പെടും. ഇത്തരത്തിലൊരു നിസ്സഹായാവസ്ഥ ആദ്യമായാണ്, ഹെൻറി പറഞ്ഞു. ഹെക്ടറിന്റെ മുഖത്ത് ഭയം പ്രകടമായി. അപ്പോൾ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ? എന്നല്ല, ഞങ്ങൾ ഇത്രയും നാൾ വേട്ടയാടിയിട്ടുള്ളത് മുഴുവനും ജനങ്ങളെ ദ്രോഹിക്കുന്ന വിച്ചസിനെയാണ്. പക്ഷെ ഈ വിച്ച് ആരെയും ഉപദ്രവിച്ച് കണ്ടില്ല. ഉള്ള ശക്തികളെല്ലാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഒരാളെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പേടിക്കണ്ട, അവൾ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു, റോജർ പറഞ്ഞു. 6 സാമ്രാജ്യങ്ങളെ, രാജാക്കന്മാരെയും അവരുടെ ആളുകളെയും നിഷ്കൂർണം കൊന്നുതള്ളിയ ഒരു ദുർമന്ത്രവാദിയെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? അധികാരമോഹം കൊണ്ട് അവൾ ഏത് നിമിഷവും കോട്ടമതിൽ ഇടിച്ചു നിരത്തി ഇങ്ങോട്ടെത്താം, ഞങ്ങളെയും കൊല്ലാൻ. നിങ്ങൾക്കറിയില്ല അവളെ. അവൾ ആരാണെന്നും എന്തിനാണ് വന്നതെന്നുമൊക്കെ ഇപ്പോൾ നാട്ടിൽ പാട്ടാണ്. അവളുടെ ലക്ഷ്യം ഞങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം. പണം, പൊന്ന്, രത്നങ്ങൾ, വൈരങ്ങൾ, സ്ഥലം, എന്തും ചോദിക്കുന്നതിൻ്റെ ഇരട്ടി തരും. പകരം അവൾ ഇല്ലാതാവണം. ക്യാപ്റ്റൻസ് മെലീഡയുടെ പ്രതികാരത്തിൻ്റെ കഥ അവരോട് പറഞ്ഞു. അവർ നിശബ്ദമായി ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൾ അത്രയ്ക്ക് അപകടകാരിയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. പക്ഷെ പ്രതിഫലം ഞങ്ങൾ പറയുന്നത്. സമ്മതം, നിങ്ങൾക്ക് എന്തും ചോദിക്കാം. പക്ഷെ ഇനി എന്താണ് നിങ്ങളുടെ പദ്ധതി? ഞങ്ങളുടെ പദ്ധതി കൊണ്ട് കാര്യമില്ല. പക്ഷേ മിടുക്കിയായൊരു കൂട്ടുകാരിയുണ്ട് ഞങ്ങൾക്ക്. വിച്ചസിനെ പറ്റി നന്നായി ഗവേഷണം നടത്തുന്ന ആളാണ്. അവളുടെ ശക്തി, ബലഹീനത എല്ലാം കണ്ടുപിടിക്കാൻ നടക്കുന്നവൾ. പലപ്പോഴും ഞങ്ങളെ അവൾ സഹായിച്ചിട്ടുണ്ട്. അവളുടെ ജീവിത ലക്ഷ്യം പോലും അക്രമകാരികളായ വിച്ചസിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക എന്നതാണ്. ഏതു വിധേനയും ഈ മെലീഡയുടെ ബലഹീനതയും അവൾ കണ്ടുപിടിക്കും. ഹെലന. രസകരമായ കാര്യമെന്നാൽ അവളും ഒരു വിച്ചാണ്. അത് കേട്ടപ്പോൾ ക്യാപ്റ്റൻസിന്റെ മുഖത്ത് ഭാവവ്യത്യാസം അവർ ശ്രദ്ധിച്ചു. വിച്ച് ഹണ്ടേഴ്സിന് എങ്ങനെ ഒരു വിച്ച് സുഹൃത്തായി എന്നുമാവും നിങ്ങൾ ആലോചിക്കുന്നത്. അവളെ കണ്ടാൽ വിച്ചിൻ്റെതായ യാതൊരു ലക്ഷണവുമില്ല. സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ തന്നെ. അവൾ വിച്ചാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായതാണ്. അവളുടെ ശക്തി അവൾ അത്യാവശ്യ സമയത്തല്ലാതെ ഉപയോഗിക്കാറേയില്ല. മാത്രവുമല്ല, ഉപദ്രവകാരികളായ വിച്ചസിനെ ഇല്ലാതാക്കാൻ ഞങ്ങളെ വിച്ച് ഹണ്ടേഴ്സാക്കാൻ പ്രേരിപ്പിച്ചതും അവളാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഉപദ്രവം ചെയ്യാത്ത വിച്ചസിനെ ഞങ്ങളും ഉപദ്രവിക്കാറില്ല. ഞങ്ങളുടെ നാട്ടിൽ വിച്ചാണെന്നതുകൊണ്ട് മാത്രം ആരെയും അകറ്റി നിർത്താറില്ല. അവർ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇടപെടുക. ഹെലന വിചാരിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ആരായാലും പ്രശ്നമില്ല, മെലീഡ ഇല്ലാതാവണം. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ, ക്യാപ്റ്റൻസ് പറഞ്ഞു. കടൽ കടന്ന് ഹെൻറിയും റോജറും സ്വന്തം നാട്ടിലെത്തി. കാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് മുളകൾ കൊണ്ട് നിർമ്മിച്ചൊരു വീട്ടിലാണ് ഹെലന താമസിക്കുന്നത്. അവർ ഹെലനയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വീടിനുള്ളിൽ അവർ എഴുതിയ ഒരുപാട് ഗ്രന്ഥക്കെട്ടുകൾ കാണാം. അവൾ ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ലളിതമായി വസ്ത്രം ധരിച്ചിരുന്നു. ഉപദ്രവകാരി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൊല്ലുന്നത്? അതുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ വരില്ല, ഹെലന പറഞ്ഞു. ഞങ്ങളും ആദ്യം അങ്ങനെയാണ് കരുതിയത്. അപ്പോഴാണ് അവളുടെ പ്രതികാര കഥ കേട്ടത്. അവളുടെ പേര് മെലീഡ. അവൾ ഹെലനയുടെ കഥ മുഴുവനും പറഞ്ഞു. ക്യാപ്റ്റൻസാണ് അവളുടെ ലക്ഷ്യം. ആ 7 പേരെ രക്ഷിക്കാൻ അവളെ ഇല്ലാതാക്കിയേ പറ്റൂ. മാത്രമല്ല, അവളെ ഇല്ലാതാക്കിയാൽ ചോദിക്കുന്നത് എന്തും തരാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. ഹെലന എല്ലാം കേട്ട് നിന്ന് ഒടുവിൽ പറഞ്ഞു, ശരി, ഞാൻ വരാം. പക്ഷേ ക്യാപ്റ്റൻസിനോട് പറയണം എനിക്കൊരു ആവശ്യമുണ്ടെന്ന്. അത് അംഗീകരിച്ചാൽ മാത്രം ഞാൻ സഹായിക്കാം. എന്തിനും സമ്മതമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈകാതെ പോകാം, അവരോട് നേരിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് ആർഡനിലേക്ക് പോകണം. അവളുടെ ശക്തികൾ നേരിട്ട് കാണണം. അങ്ങനെ അവർ വീണ്ടും ആർഡൻ നഗരത്തിലെത്തി. പകൽ സമയത്ത് അവർ മെലീഡയുടെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചു. രാത്രികളിൽ ഹെലന കാട്ടിലേക്ക് പോയി പലതും ശേഖരിച്ചു കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നാളെ മെലീഡയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവളെ നേരിൽ കാണണം. എന്തിന്? അത് അപകടമാണ്. നിന്നെ ആപത്തിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഹെൻറി പറഞ്ഞു. എനിക്കൊന്നും സംഭവിക്കില്ല. അവളുടെ ലക്ഷ്യം ഞാനല്ലല്ലോ. എന്തിനാണ് അവിടേക്ക് പോകുന്നത്? റോജർ ചോദിച്ചു. അവളെ നേരിൽ കണ്ട് വെല്ലുവിളിക്കാൻ. ഞാൻ അവളെ പിടിച്ചു കെട്ടുമെന്ന് മുഖത്ത് നോക്കി പറയാൻ.
അവൾ അതീവ ധൈര്യത്തോടെ പറഞ്ഞെങ്കിലും ഹെൻറിക്കും റോജറിനും ആ വാക്കുകൾ ഭയമാണ് നൽകിയത്. അവൾ കൂടുതൽ ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് അവൾ കൊട്ടാരത്തിനകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് വരെ അവളെ പിന്തിരിപ്പിക്കാൻ അവർ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവൾ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുന്നു. വിച്ച് ഹണ്ടേഴ്സ് ധരിക്കുന്ന പോലുള്ള തുകൽ വസ്ത്രങ്ങളും മേലങ്കിയും ധരിച്ച് അവൾ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ചെന്നു. കാവൽക്കാർ അവളെ മെലീഡയുടെ അടുത്തെത്തിച്ചു. ലോഹം കൊണ്ട് നിർമ്മിച്ച വലിയ സിംഹാസനത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച് മെലീഡ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹെലന സ്വയം പരിചയപ്പെടുത്തി. അവൾ വിച്ചാണെന്നും പറഞ്ഞു. വിശ്വാസം വരാത്ത പോലെ മെലീഡ അവളെ സൂക്ഷിച്ചു നോക്കി. കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ, സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ. കണ്ണിലോ കഴുത്തിലോ കൈവിരലുകൾക്കോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല. പക്ഷേ ഇത് കണ്ടു നോക്കൂ. ഹെലന കൈകൾ ഉയർത്തി. ഉടൻ തന്നെ അവിടെ കത്തിച്ചു വച്ചിരുന്ന മെഴുകുതിരികളെല്ലാം അണഞ്ഞു. ശരി, ഇപ്പോൾ മനസ്സിലായി. എന്താണ് നിനക്ക് വേണ്ടത്? എന്ത് പരാതിയുണ്ടെങ്കിലും പറഞ്ഞോളൂ. ഇവിടെ ജീവിക്കാൻ ആരെയും പേടിക്കണ്ട, മെലീഡ പറഞ്ഞു. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ ഈ നാട്ടുകാരിയുമല്ല. ഞാൻ വന്നത് ക്യാപ്റ്റൻസ് വിളിച്ചിട്ടാണ് നിങ്ങളെ പിടിച്ചു കെട്ടാൻ. പക്ഷെ അവരെ പോലെ പതിയിരുന്ന് ആക്രമിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു നേർക്കുനേർ പോരാട്ടത്തിന് വെല്ലുവിളിക്കാനാണ് ഞാൻ വന്നത്. മെലീഡ എല്ലാം പുഞ്ചിരിയോടെ കേട്ടു നിന്നു. ഹെലന, നീ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തവരാണ് ക്യാപ്റ്റൻസ്. അവർക്ക് വേണ്ടി എന്നെ വെല്ലുവിളിക്കാതെ നീ ഞങ്ങളോടൊപ്പം വരൂ. നിനക്ക് ആരെയും പേടിക്കാതെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം, അവൾ സൗമ്യമായി പറഞ്ഞു. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണോ അതെനിക്ക് ചെയ്യണം. നിന്നോട് പോരാടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നിങ്ങൾക്കെന്നെ അശക്തയാക്കാൻ പോകുന്ന ഏത് ആയുധവും ഉപയോഗിക്കാം. രണ്ടുപേർക്കും പൊതുവായുള്ള മന്ത്രശക്തികളും ഉപയോഗിക്കാം. തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ശരി, ഇവിടെ വരെ വന്ന് മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ നീ കാണിച്ച ധൈര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ തയ്യാറാണ്. പക്ഷെ നീ പരാജയപ്പെട്ടാൽ നിനക്ക് എന്തും ചെയ്യാം. എന്നെ കൊല്ലാം. പക്ഷെ മറിച്ചാണെങ്കിൽ നിന്റെ വിധി ഞാൻ തീരുമാനിക്കും. സമ്മതം. പക്ഷെ നീ പരാജയപ്പെട്ടാൽ നിന്നെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല. നീ എൻ്റെ ഒപ്പം നിൽക്കണം. എനിക്ക് വേണ്ടി ക്യാപ്റ്റൻസിന്റെ തലയെറിയണം. എന്തു പറയുന്നു? സമ്മതിച്ചു. അങ്ങനെ അംഗത്തിനുള്ള സമയവും സ്ഥലവും നിശ്ചയിക്കപ്പെട്ടു. ഹെലന ഹെൻറിക്കും റോജറിനുമൊപ്പം ക്യാപ്റ്റൻസിനെയും ഹെക്ടറിനെയും ചെന്ന് കണ്ടു. അവൾ ചർച്ചാമുറിയിൽ ഒത്തുകൂടി. ഹെലന വിച്ചൻഡേഴ്സിനെ പോലെ തന്നെ വസ്ത്രം ധരിച്ച് മുടിയെല്ലാം പിന്നിലേക്ക് മാടിയൊതുക്കി നിന്നിരുന്നു. അവളെ കണ്ടാൽ സമർത്ഥയായ ഒരു പോരാളിയെപ്പോലെ തോന്നിച്ചു. മെലീഡയെ നേരിട്ട് പോയി വെല്ലുവിളിച്ചെന്നു. ധൈര്യശാലി തന്നെ. പക്ഷെ അവളെ എങ്ങനെ കൊല്ലാനാണ് പദ്ധതി? ഹെക്ടർ ചോദിച്ചു. സത്യം എന്തെന്നാൽ മെലീഡയെ കൊല്ലാൻ സാധിക്കില്ല. എനിക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും. എല്ലാവരും ഞെട്ടി. ഹെലന മുറിയുടെ നടുവിലേക്ക് നടന്നു ചെന്ന് എല്ലാവരോടുമായി ഉറക്കെ പറഞ്ഞു. മെലീഡ ഒരു സാധാരണ വിച്ചല്ല. അസാമാന്യ കഴിവുകളാണ് അവൾക്ക്. കുറച്ചുനാൾ അവളെ നിരീക്ഷിച്ചതിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അവൾക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറക്കാം, എത്ര ആഴമുള്ള കടലിലും ജീവിക്കാം. രോഗശയ്യയിലായ പലരെയും അവൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ആയുസ് എത്താതെ അപകടത്തിൽ മരിച്ചവരെ പുനർജനിപ്പിക്കാനുള്ള വിദ്യയും അവൾക്കറിയാം. അങ്ങനെ ഒരു കുട്ടിയെ അവൾ രക്ഷപ്പെടുത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങൾ അവളെ വാഴ്ത്തിപ്പാടുന്നത്. ഈ കഴിവുകളുള്ള ഒരു വിച്ചിനെ കൊല്ലുക എന്നത് അസാധ്യം. കരിങ്കല്ല് വെച്ച് തല തല്ലി ചതച്ചാലും, തീയിലിട്ട് എരിച്ചാലും, ആഴക്കടലിൽ മുക്കി താഴ്ത്തിയാലും, ശ്വാസം കിട്ടാതെ മുറിയിലടച്ചാലും അവൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. പഞ്ചഭൂതങ്ങൾ കൊണ്ട് അവളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. വിധിച്ചിട്ടുള്ള ആയുസ് കഴിയുന്നതുവരെ അവൾ മരണത്തിന് അജയ്യയാണ്. പിന്നെ എന്തിനാണ് അവളെ പോയി വെല്ലുവിളിച്ചത്? എങ്ങനെ തോൽപ്പിക്കും അവളെ? റോജർ ചോദിച്ചു. കൊല്ലാനാവില്ലെന്നല്ലേ പറഞ്ഞോളൂ, തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അവൾ ചിരിച്ചു. എന്താണ് പദ്ധതി? ക്യാപ്റ്റൻസ് ചോദിച്ചു. പറയാം. കൊല്ലാൻ കഴിയില്ലെങ്കിലും അശക്തിയാക്കി ബന്ധനസ്ഥയാക്കാൻ കഴിയും. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവളെ ബന്ധനസ്ഥയാക്കാം. അതിന് ഞാൻ പറയുന്ന കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണം. എന്താണ്? അവളുടെ നീളത്തിനും വീതിക്കും അനുസരിച്ച് ബലമുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ചൊരു പെട്ടി, അവളെ കയറ്റിയടക്കാൻ പാകത്തിന് ശക്തിയേറിയ ചങ്ങലകൾ. ഇത്രയും സാധനങ്ങളുമായി നിങ്ങളന്ന് അവിടെ വേണം. അശക്തിയായ അവളെ ബന്ധിച്ച് പെട്ടിയിലടച്ചു പൂട്ടി ആ പെട്ടി നടുക്കടലിൽ താഴ്ത്താം. അതിനുള്ളിൽ അവൾ ജീവനോടെ കാണുമെങ്കിലും ശക്തിയില്ലാത്തോടത്തോളം കാലം അവൾക്ക് ആ പൂട്ട് പൊളിക്കാൻ സാധിക്കില്ല. ഇതാണ് എൻ്റെ പദ്ധതി. കൊല്ലാം. പക്ഷെ അവളെ എങ്ങനെ അശക്തിയാക്കും? എന്നാണ് അവളുടെ ബലഹീനത? അതെനിക്ക് വിട്ടേക്കൂ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തയ്യാറായി അവിടെ കാണണം. അവളെ നമ്മൾ അന്ന് പിടിച്ചു കെട്ടും, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ. ഞാൻ ആവശ്യപ്പെടുന്നത് നൽകാമെങ്കിൽ മാത്രം. പറഞ്ഞോളൂ, നിനക്ക് എന്ത് വേണം? ആർഡൻ സാമ്രാജ്യം എനിക്ക് വേണം. എല്ലാവരും ഞെട്ടി. ക്യാപ്റ്റൻസിന്റെ ഭാവം മാറി. പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അവളുടെ മുന്നിൽ മനഃപൂർവ്വം തോൽക്കും. പിന്നെ അവൾക്ക് വേണ്ടി നിങ്ങളെ ഞാൻ തന്നെ കൊല്ലേണ്ടി വരും. എതിർത്ത് പറയാനാകാത്ത വിധത്തിൽ അവൾ തങ്ങളെ കുടുക്കിയെന്ന് അവർക്ക് മനസ്സിലായി. ശരി, നിന്റെ ഇഷ്ടം പോലെ, അവർ സമ്മതിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. നഗരത്തിലെ പ്രധാന മൈതാനത്ത് ആളുകൾ തടിച്ചുകൂടി. വൻ സന്നാഹങ്ങളോടുകൂടി ക്യാപ്റ്റൻസുമൊപ്പം ഹെക്ടറും വിച്ചണ്ടേഴ്സും എത്തി. വൈകാതെ മെലീഡയും ഹെലനയും അവിടേക്ക് വന്നു. രണ്ടുപേരും യുദ്ധത്തിനിറങ്ങുന്ന പടയാളികളെ പോലെ വസ്ത്രം ധരിച്ചിരുന്നു. രണ്ടുപേർക്കുമുള്ള ആയുധങ്ങൾ രണ്ട് വശങ്ങളിലായി വെച്ചിരുന്നു. അവർ ഹസ്തദാനം നൽകി മത്സരം ആരംഭിച്ചു. പലതരത്തിലുള്ള മന്ത്രവിദ്യകളിലൂടെയും അവർ പോരാടി.
ഹെലന അതിലെല്ലാം പരാജയപ്പെട്ടു. പിന്നീട് ആയുധങ്ങൾ കൊണ്ടുള്ള മത്സരമായി. ശക്തിയേറിയ ഇരുമ്പുദണ്ട് ഉപയോഗിച്ചുള്ള അംഗം തുടങ്ങി. മെലീഡയുടെ കരുത്തിനു മുമ്പിൽ ഹെലന ഒന്നുമല്ലായിരുന്നു. പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ മത്സരിച്ചു. ഇതിലും ഹെലനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ ആയുധങ്ങളില്ലാതെ ശരീരബലം കൊണ്ട് ഇരുവരും കരുത്തുകാട്ടി. മെലീഡ ഹെലനയെ ശക്തമായി ആക്രമിച്ചു. വായുവിൽ ഉയർത്തി നിലത്തേക്കിട്ടു. അതിന്റെ ആഘാതത്തിൽ ഹെലന നിലത്ത് തന്നെ വീണ് കിടന്നു. നിന്റെ പക്കലുള്ള ആയുധങ്ങൾക്കൊന്നും നിന്റെ ശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും തോൽവി സമ്മതിക്കേ. ഇനി എന്ത് ആയുധമാണ് നിനക്ക് ബാക്കിയുള്ളത്? മെലീഡ ചോദിച്ചു. എൻ്റെ പക്കലൊരു ആയുധം കൂടിയുണ്ട്. മെലീഡ നോക്കി നിൽക്കെ അവൾ തൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് പൊടിയെടുത്ത് മെലീഡയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു. ഉടൻ ചാടി എണീറ്റ ഹെലീന മെലീഡയെ ചവിട്ടി നിലത്തേക്കിട്ടു. എണീക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ദേഹത്ത് കാല് ചവിട്ടി നിന്ന് ആ പൊടിയുടെ ബാക്കിയും അവൾക്ക് മീതെ വിതറി. ഹെക്ടർ ഒരു ചങ്ങല എറിഞ്ഞു കൊടുത്തു. നിമിഷ നേരം കൊണ്ട് ഹെലന മെലീഡയെ ബന്ധിച്ചു. മെലീഡ കഴിവതും ശ്രമിച്ചെങ്കിലും ആ ചങ്ങല പൊട്ടിക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവൾ അശക്തിയായി മാറിയിരുന്നു. ഈ പൊടി നിന്റെ ശരീരത്തിലുള്ളിടത്തോളം നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹെലന പറഞ്ഞു. മെലീഡ രോഷത്തോടെ അവളെ നോക്കി. അവളുടെ മുഖം കോപം കൊണ്ട് വിറച്ചു. അത്ഭുതപ്പെടുന്നുണ്ടാകുമല്ലേ? നിനക്ക് പോലും നിന്റെ ബലഹീനത ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഞാനത് മനസ്സിലാക്കിയിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. മെലീഡ ഉൾപ്പെടെ എല്ലാവരും അവൾ പറയുന്നത് സംശയത്തോടെ കേട്ടു. അവൾ പതുക്കെ വീണ് കിടക്കുന്ന മെലീഡയുടെ അടുത്തേക്ക് നടന്നു. അതെ, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. ഹെലന എന്ന പേരിൽ മാത്രമല്ലേ നിനക്കെന്നെ അറിയൂ. എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. 18 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രി ഓർമ്മയുണ്ടോ? അന്നാണ് ആദ്യമായി നിന്റെ ബലഹീനത ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഇലകൾ നിന്റെ ദേഹത്ത് വീണപ്പോൾ ആദ്യമായി നിന്റെ ശക്തികൾ താൽക്കാലികമായി നഷ്ടമായി. ആ ഇലകൾ ഉണക്കി പൊടിച്ചതാണ് ഇപ്പോൾ നിന്റെ ദേഹത്തുള്ളത്. അന്നത് നിന്റെ ബലഹീനതയാണെന്ന് നിന്നോട് പറയാൻ ഓടി വന്ന ഞാൻ കണ്ടത്. ഒരു വാക്കുപോലും പറയാതെ നീ എന്നെ ഒറ്റയ്ക്കാക്കി നിമീലിയോടൊപ്പം കുതിരപ്പുറത്ത് കയറി പോകുന്നതാണ്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. അതിനേക്കാൾ ഉറക്കെ ചങ്കു പൊട്ടിക്കരഞ്ഞത് ഇരുട്ടിന്റെ മറവിൽ കാത്തുനിന്ന ക്രൂരന്മാർ എല്ലാവരെയും അഗ്നിക്ക് ഇരയാക്കിയപ്പോഴാണ്. നിങ്ങളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ദുരന്തം സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾ എത്രയും വേഗം തിരിച്ചു വന്ന് എല്ലാവരെയും രക്ഷിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണ് ഇനി നിന്നെ കാണുമ്പോൾ നിന്റെ അവസാനമാണെന്ന്. വളരെ അപ്രതീക്ഷിതമായാണ് നിന്റെ കഥ ഇവരിൽ നിന്നും അറിയുന്നത്. അപ്പോൾ തന്നെ ഉറപ്പിച്ചു, ഇതാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്ന അവസരമെന്ന്. അവൾ വീണ് കിടക്കുന്ന മെലീഡയ്ക്ക് അരികിലിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു. മുഖത്ത് കോപം ആളിക്കത്തി. മെലീഡയുടെ കണ്ണിലേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. ഇനി എൻ്റെ യഥാർത്ഥ പേര് നീ തന്നെ പറ. മെലീഡയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് ഇടറുന്ന ശബ്ദത്തോടെ മെലീഡ പറഞ്ഞു, സമാര. 18 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു രാത്രി. സിയൂസ് നദിക്കരയിൽ വിച്ചസ്തീർത്ത ഗ്രാമം ഒരു ചോരക്കളമായി മാറിയ രാത്രി. അവരുടെ കുടിലുകളെല്ലാം തീയിലിരിഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു പാതിയെരിഞ്ഞ കുടിലിന്റെ ഉള്ളിൽ കണ്ണുമടച്ചു കരഞ്ഞുകൊണ്ട് മരണവും കാത്ത് സമാര നിന്നു. രാജാവിന്റെ പടയാളികൾ ജീവനോടെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കി കുടിലുകൾ തോറും കയറിയിറങ്ങി. ഉണ്ടെങ്കിൽ വെട്ടിക്കൊല്ലണം, അതാണ് അവർക്ക് കിട്ടിയ ഉത്തരവ്. പാതിയെരിഞ്ഞ് ആ കുടിലിന്റെ ഉള്ളിലേക്ക് മൂർച്ചയേറിയ വാളുമായി ഒരു പടയാളി നടന്നു കയറി. അയാളുടെ കാലടി ശബ്ദം അടുത്തു വരുംതോറും സമാരയുടെ നെഞ്ചിടിപ്പും കൂടി വന്നു. അവളുടെ തൊട്ടടുത്തെത്തിയതും ആ ശബ്ദം നിലച്ചു. അവൾ പേടിയോടെ കണ്ണുകൾ തുറന്നു. 6 അടിയോളം ഉയരമുള്ള താടി നീട്ടി വളർത്തിയ ഒരു പടയാളിയുടെ രൂപം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു. അയാളുടെ താടി കുറച്ച് നരച്ചിരുന്നു. അയാൾക്ക് പൊക്കത്തിനനുസരിച്ച് നല്ല വണ്ണവും ഉണ്ടായിരുന്നു. സമാര ദയനീയമായി അയാളെ നോക്കി. അയാൾ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. നീ ആരാണ് കുഞ്ഞേ? കണ്ടിട്ട് വിച്ചാണെന്ന് തോന്നുന്നില്ലല്ലോ. അവൾ കരയുകയല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ അവളെ നോക്കി നിന്നു. ഒടുവിൽ അയാളുടെ കണ്ണുകളും നിറഞ്ഞു. പുറത്തു മറ്റു പടയാളികളുടെ ശബ്ദം കേട്ടതും അയാൾ അവളോട് നിശബ്ദയാകാൻ ആംഗ്യം കാണിച്ചു. അവൾ മിണ്ടിയില്ല. അവർ പോയി കഴിഞ്ഞതും അയാൾ അവളെ ഒരു പുതപ്പ് കൊണ്ട് മൂടി ആരും കാണാതെ തൻ്റെ കുതിരപ്പുറത്ത് വെച്ചു. എല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ അവളെയും കൊണ്ട് യാത്രയായി. കൊട്ടാരത്തിലേക്കല്ല, അയാളുടെ വീട്ടിലേക്ക്. കൊട്ടാരത്തിലെ പടയാളികളിൽ ഒരാളായ വിക്ടറും അയാളുടെ ഭാര്യ സെലീനയും വർഷങ്ങളായി കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുകയായിരുന്നു. അവർ സമാരയെ സ്വന്തം മകളായി ഏറ്റെടുത്തു. പ്രത്യക്ഷത്തിൽ വിച്ചിൻ്റെതായ ഒരു ലക്ഷണവും കാണാത്തതുകൊണ്ട് ആദ്യ നോട്ടത്തിൽ സെലീന അവൾ വിച്ചാണെന്ന് വിശ്വസിച്ചില്ല. പക്ഷെ അവളെ കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദേഹത്ത് പലയിടത്തായുള്ള മുദ്രകൾ അവൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാവണം മാതാപിതാക്കൾ അവളെ ഉപേക്ഷിച്ചതെന്ന് സെലീന മനസ്സിലാക്കി. പക്ഷെ അവളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. സമാരയെ താൻ രക്ഷിച്ച കാര്യം കൊട്ടാരത്തിൽ അറിഞ്ഞാൽ അത് അവരുടെ 3 പേരുടെയും ജീവന ആപത്താണെന്ന് വിക്ടർ മനസ്സിലാക്കി. വൈകാതെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അയാൾ കൊട്ടാരത്തിൽ നിന്നും സ്വയം വിരമിച്ചു. സമാരയെയും കൊണ്ട് അവർ കടലുകൾ കടന്ന് മറ്റൊരു വൻകരയിലെത്തി. അവിടെ അവർ താമസം തുടങ്ങി. അവൾക്കവർ ഹെലന എന്ന് പേരിട്ടു. അയാൾ അവിടെ കച്ചവടം തുടങ്ങി. അവരവിടെ സുഖമായി സന്തോഷമായി ജീവിച്ചു പോന്നു. സമാരയ്ക്ക് കൂട്ടുകാരായി ഹെൻറിയെയും റോജറിനെയും കിട്ടി. പക്ഷെ ആരും അവൾ വിച്ചാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ഹെൻറിയും റോജറും ഒരു കൂട്ടുകാരുമായി വഴക്കായി.
അവർ ആക്രമിക്കപ്പെടുമ്പോഴാണ് സമാര അത് കണ്ടുവന്നത്. ഉടൻ തന്നെ അവൾ അക്രമികളെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. പക്ഷെ അവർ അവളെയും ആക്രമിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന സമാര ശക്തിയായി പ്രതികരിച്ചു. അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ശക്തികൾ അറിയാതെ തന്നെ പുറത്തേക്ക് വന്നു. കയ്യിൽ നിന്നും തീയാളിക്കത്തി. അവർ പേടിച്ചോടി. അന്നാണ് അവൾ വിച്ചാണെന്നുള്ള കാര്യം ഹെൻറിയും റോജറും അറിയുന്നത്. പക്ഷേ ആ നാട്ടിൽ അത്ഭുത ശക്തികളുള്ള കുട്ടികളെ ആരും അവഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ 3 പേരും ഉറ്റ സുഹൃത്തുക്കളായി മാറി. സമാരയ്ക്ക് ഇടവും വലവുമായി എപ്പോഴും അവരുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അവളുടെ ശക്തികൾ ഉപയോഗിക്കരുതെന്ന് വിക്ടറും സെലീനയും അവളിൽ നിന്നും സത്യം ചെയ്ത് വാങ്ങിയിരുന്നു. അതുകൊണ്ട് അവളുടെ യഥാർത്ഥ പേരും കഥയും അവൾ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പോലും പറഞ്ഞിരുന്നില്ല. പക്ഷെ അവളെ ഒറ്റയ്ക്കാക്കി പോയവരെ അവൾ മറന്നില്ല. അവരോടുള്ള ദേഷ്യവും അവളുടെ പ്രായത്തിനൊപ്പം വളർന്നു. ആരും അറിയാതെ അവൾ തൻ്റെ ശക്തികൾ പരിശീലിച്ചു പോന്നു. അവളുടെ 18ാമത്തെ വയസ്സിൽ വിക്ടർ മരിച്ചു. 2 വർഷത്തിൻ്റെ ഉള്ളിൽ സെലീനയും. എങ്കിലും അവൾക്ക് കൂട്ടായി ഹെൻറിയും റോജറും എപ്പോഴും ഉണ്ടായിരുന്നു. അവൾ അക്രമകാരികളായ വിച്ചസിനെതിരെ പോരാടി. അവരുടെ ബലഹീനതകളും ശക്തികളും കണ്ടെത്തി ഗ്രന്ഥങ്ങൾ എഴുതി. അവളുടെ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത ശക്തികളുള്ള ഒരുപാട് വിച്ചസിനെ പറ്റി പരാമർശിച്ചിരുന്നു. ആയുധകലകളിലും അവൾ മിടുക്കിയായിരുന്നു. ഹെൻറിക്കും റോജറിനും ഒപ്പം പല വിച്ചസിനെയും വേട്ടയാടാൻ അവളും പോയിരുന്നു. ഒടുവിൽ അവൾ കാത്തിരുന്ന അവസരവും വന്നെത്തി. അവളുടെ ഏറ്റവും വലിയ ശത്രു ഇന്ന് അവളുടെ മുന്നിൽ ബന്ധനസ്ഥയായി വീണ് കിടക്കുന്നു. മെലിയുടെ നിറ കണ്ണുകളോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകളിലും പതിയെ കണ്ണുനീർ തെളിയാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ചവൾ ചാടി എഴുന്നേറ്റ്. പെട്ടി കൊണ്ടുവരൂ, അവൾ പറഞ്ഞു. ക്യാപ്റ്റൻസ് കൈകൊട്ടിയതും കുറച്ച് സേവകർ ഒരു വലിയ പെട്ടിയുമായി അവിടേക്ക് വന്നു. അത് മെലീഡയുടെ അളവിലുള്ള ഒരു ശവപ്പെട്ടി പോലെ തോന്നിച്ചു. അവളെ അതിനുള്ളിലാക്കൂ, ക്യാപ്റ്റൻസ് ഉത്തരവിട്ടു. മെലീഡയുടെ മനസ്സ് 18 വർഷം പിറകോട്ട് പോയിരുന്നു. ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. നിർവികാരിയായി അവൾ നിന്നു. പെട്ടിക്കുള്ളിൽ കയറ്റി ഒരിക്കൽ കൂടി ദേഹത്തെ ചങ്ങല മുറക്കിയപ്പോഴാണ് അവൾക്ക് സ്വബോധമുണ്ടായത്. സമാര, വേണ്ട, നീ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻസ്, ഒരിക്കലും ഇവരെ വിശ്വസിക്കരുത്. നമ്മുടെ നിമിയിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാവോ? എന്നെ അഴിച്ചുവിടൂ, അവൾ പറഞ്ഞു. എല്ലാം എനിക്കറിയാം. അതിനുള്ള പ്രതികാരം നീ ചെയ്തു കഴിഞ്ഞു. അത് മതി. ഇനി ആർഡൻ എനിക്ക്. പേടിക്കണ്ട. നീ എങ്ങനെയാണോ ആർഡൻ ഭരിച്ചത് അതിനേക്കാൾ നന്നായി ഭരിക്കും. നിന്നെപ്പോലെ ഒരിക്കലും ആരെയും ഉപേക്ഷിച്ചു പോകില്ല. പക്ഷേ നീ ഇനി ഇവിടെ വേണ്ട. പക്ഷേ ക്യാപ്റ്റൻസ്, അവർ നിന്നെ... അവൾ പറഞ്ഞു തീരും മുമ്പേ ആളുകൾ പെട്ടിയടച്ചു. അവൾക്കൊരിക്കലും ശക്തി തിരിച്ചു കിട്ടാതിരിക്കാനായി പെട്ടിക്കകത്ത് മുഴുവനും പൊടി നിറച്ചിട്ടുണ്ടായിരുന്നു. വെളിയിൽ നിന്നും ശക്തിയേറിയ ചങ്ങലകൾ ഉപയോഗിച്ച് പെട്ടി വരിഞ്ഞു കെട്ടി. വലിയ ആരവങ്ങളോടെ അവളെ അടച്ച ആ പെട്ടിയുമായി ക്യാപ്റ്റൻസും സംഘവും നടന്നു നീങ്ങി. ജനങ്ങൾ പകച്ചു നിന്നു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ക്യാപ്റ്റൻസ് തന്നെയാവും 6 സാമ്രാജ്യങ്ങളുടെയും മേൽനോട്ടവും. സൈന്യം പലസ്തീൻ രാജാവായ ഹെക്ടർ പറയുന്നത് പോലെ അനുസരിച്ചു. സേവകർ ഉത്തരവിറക്കി. വലിയൊരു കപ്പലിൽ ആ പെട്ടി കയറ്റി നടുക്കടലിലേക്ക് യാത്രയായി. നടുക്കടലിന്റെ ആഴത്തിലേക്ക് വൈകാതെ അത് തള്ളപ്പെട്ടു. ക്യാപ്റ്റൻസും ഹെക്ടറും സന്തോഷത്താൽ ആർത്തു ചിരിച്ചു. സമാര നിർവികാരിയായി കടലിലേക്ക് തന്നെ നോക്കി നിന്നു. കടൽക്കാറ്റുകൊണ്ട് അവൾ ആ കപ്പലിന്റെ അറ്റത്തായി നിന്നു. ബാക്കി എല്ലാവരും ആഘോഷം തുടങ്ങിയിരുന്നു. എന്തുകൊണ്ട് ഞങ്ങളോട് ഇതൊന്നും ഇത്രനാൾ പറഞ്ഞില്ല? നിന്റെ യഥാർത്ഥ പേര് പോലും? ഹെക്ടർ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചതും റോജറും ഒപ്പമെത്തി. ഉചിതമായ സന്ദർഭം വന്നത് ഇപ്പോഴല്ലേ? അവൾ ചിരിച്ചു. 3 പേരും സ്നേഹത്തോടെ കെട്ടിപ്പുണർന്നു. മെലീഡയുടെ ബലഹീനതയായ ഇല ഉണക്കിയെടുത്തുണ്ടാക്കിയ പൊടിയുടെ ബാക്കി പല പല ചെറിയ കുപ്പികളിൽ നിറച്ച് അവർ ക്യാപ്റ്റൻസ് ചർച്ചിൽ കൊണ്ടുവന്നു കൊടുത്തു. അഥവാ അവൾ തിരിച്ചു വന്നാൽ ഇനി ഉപയോഗിക്കാൻ. ചർച്ചിലെ ഏറ്റവും മുകളിലത്തെ ചർച്ചാമുറിയിൽ അവർ 3 പേരും ക്യാപ്റ്റൻസിനായി കാത്തുനിന്നു. എലന വലിയ ജനലിനോട് ചേർന്ന് നിന്ന് അതിലൂടെ പലസ്തീൻ മുഴുവനും കണ്ട് ആസ്വദിച്ചു. വൈകാതെ ക്യാപ്റ്റൻസ് അവിടെ എത്തി. ബാക്കി വന്ന പൊടികൾ ഞങ്ങളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. കടലിലാണെങ്കിലും അവൾ മരിക്കില്ല. ഒരുപക്ഷെ അവൾ തിരിച്ചു വന്നാൽ ആ പൊടി ഉപകാരപ്പെടും, റോജർ പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ? എപ്പോഴാണ് ഇവളെ ആർഡന്റെ രാജ്ഞിയായി പ്രഖ്യാപിക്കുക? ഹെൻറി ചോദിച്ചു. ക്യാപ്റ്റൻസ് ഒന്നും പറഞ്ഞില്ല. അവർ ഹെലനയെ നോക്കി. അവൾ ജനലിന്റെ അരികിൽ തന്നെ അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു. എത്രയും വേഗം, ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അവൾ ഭീഷണിയുടെ സ്വരമുയർത്തി. ഹെലന, അല്ല സമാര, ആർഡൻ വിട്ടുതരുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്യാപ്റ്റൻസിൽ ഒരാൾ പതുക്കെ അവൾക്കരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. നീ ഒരു വിച്ചാണ്. വിച്ചുകൾ ഞങ്ങളുടെ ആജന്മ ശത്രുക്കളും. അതും അവളുടെ കൂട്ടുകാരി. എന്ത് വിശ്വസിച്ചാണ് നിന്നെ ഞങ്ങൾ? അതുകൊണ്ട് നീ ക്ഷമിക്ക്. ഞങ്ങൾക്ക് ഇനിയൊരു ഭീഷണിയായി നീയും വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത് ചെന്നയാൾ അവളുടെ നെഞ്ചിൽ അപ്രതീക്ഷിതമായി ആഞ്ഞുവെട്ടി. അതിന്റെ ആഘാതത്തിൽ ആ വലിയ ജനൽവാതിലൂടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും അവൾ താഴേക്ക് പതിച്ചു. ഹെൻറിയും റോജറും അലറി വിളിച്ചു. അങ്ങ് താഴെയുള്ള പാറക്കെട്ടുകളിൽ പൂർത്തു നിന്ന കരിങ്കൽ അവളുടെ വയറ് തുളച്ചു കയറി. തലയും കാലും പാറക്കെട്ടിലിടിച്ചു. വായിലൂടെയും തലയിലൂടെയും രക്തമൊഴുകി. ക്യാപ്റ്റൻസിനെ തള്ളിമാറ്റി ഹെൻറിയും റോജറും താഴേക്ക് ചാടി. അവർ താഴേക്ക് വരുന്ന സമയത്ത് അവൾ അവിടെ പിടഞ്ഞു മരിക്കുകയായിരുന്നു. ഓടി താഴെയെത്തി അവർ കണ്ടത് അവരുടെ കൂട്ടുകാരിയുടെ ജീവനറ്റ ശരീരമായിരുന്നു. അവർ വിങ്ങിപ്പൊട്ടി അവൾക്കരികിലേക്കിരുന്നു. അവൾ രക്തത്തിൽ കുളിച്ചിരുന്നു.
അപ്പോഴേക്കും ക്യാപ്റ്റൻസും അങ്ങോട്ടെത്തി. അവർ ദേഷ്യത്തോടെ അവർക്ക് അരികിലേക്ക് ഓടി. പക്ഷെ ഒപ്പം ഉണ്ടായിരുന്ന ഭടന്മാർ അവരെ പിടിച്ചു നിർത്തി. ക്യാപ്റ്റൻസ് ചിരിച്ചു. വെറുതെ ബുദ്ധിമോശം കാണിക്കണ്ട. ഞങ്ങളെ സഹായിച്ച ആളുകളല്ലേ നിങ്ങൾ. നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇവളെ പോലെ ഒരു വിച്ചിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് മാത്രം ഇവളുടെ ശരീരം നിങ്ങൾക്ക് വിട്ടുതരുന്നു. എവിടെ വേണേലും കൊണ്ടുപോയി അടക്കം ചെയ്യാം. പക്ഷേ ഈ മണ്ണിൽ പറ്റില്ല. നിങ്ങളുടെ നാട്ടിലോ കാട്ടിലോ എവിടെ വേണേലും കൊണ്ടുപോകാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഞങ്ങൾ തരും. പണ്ട് പറഞ്ഞതുപോലെ തന്നെ സങ്കടമെല്ലാം മാറിക്കഴിഞ്ഞ് പതുക്കെ ഞങ്ങളെ വന്ന് കണ്ടാൽ മതി. നിങ്ങളെന്നും ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിരിക്കും. എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. അപ്പോൾ ശരി, ഇനി കാണുന്നത് വരെ രണ്ടുപേർക്കും വിടാം. ക്യാപ്റ്റൻസ് ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. ഭടന്മാർ അവരെ വിട്ട് ക്യാപ്റ്റൻസിന് പിന്നാലെ നടന്നു. തകർന്ന മനസ്സോടെ വീണ്ടും അവർ അവിടേക്ക് നോക്കി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഹെലനയുടെ ചലനമറ്റ ശരീരം. ഫലസ്തീനിലെ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഉൾഗ്രാമങ്ങളും കടന്നു ചെന്നാൽ കൊടുങ്കാടാണ്. മറ്റുള്ള 6 സാമ്രാജ്യങ്ങളിലും ഇങ്ങനെ തന്നെ. രാത്രിയുടെ അന്ധകാരവും നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വന്യമൃഗങ്ങളുടെ മുരൾച്ചയും കാട്ടുപക്ഷികളുടെ കുറുകലും പലസ്തീൻ കാടിന്റെ ഭയാനകതയുടെ ഭാഗമാണ്. ഒപ്പം ഒരു മൃതദേഹം കൂടെ ഉണ്ടെങ്കിൽ അന്തരീക്ഷം കൂടുതൽ ഭീതി നിർഭരം. ഹെലനയുടെ ശരീരവുമായി ഹെൻറിയും റോജറും ആ കാട്ടിലാണുള്ളത്. മുളകൾ കൊണ്ട് ചെറിയൊരു കുടിൽ നിർമ്മിച്ച് ഓലകൾ കൊണ്ട് മേൽക്കൂര പാകി അകത്തു വെളിച്ചത്തിനായി ചെറിയ കമ്പുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അവളുടെ മൃതദേഹത്തിനരികെ അവർ തളർന്നിരിപ്പാണ്. ശരീരം എവിടെയെങ്കിലും മറവ് ചെയ്യണ്ടേ? മരിച്ചിട്ട് സമയമേറെയായില്ലേ? റോജർ ചോദിച്ചു. ഹെൻറി ഒന്നും പറഞ്ഞില്ല. അല്പനേരം കഴിഞ്ഞ് വികാരധീനനായി ഹെൻറി പറഞ്ഞു, നമ്മളാണ് ഇവളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ നമുക്ക് ഇവളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹെൻറിയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ലേ? അതും കണ്ണടച്ച് തുറക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ. ക്യാപ്റ്റൻസ് ചതിക്കുമെന്ന് നമ്മൾ ഓർത്തില്ല. മെലിയുടെ മുന്നറിയിപ്പ് തന്നതാണ്. ഒരുപക്ഷെ മെലിയുടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു, റോജർ പറഞ്ഞു. പെട്ടെന്ന് അത്രയും നേരം വിഷാദത്തോടെ തലകുനിച്ചിരുന്ന ഹെൻറിയുടെ മുഖമുയർന്നു. അതെ, മെലീഡ. അവൾ വിചാരിച്ചാൽ ഹെലനയെ വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കില്ലേ? നമ്മൾ കണ്ടതല്ലേ അന്ന് ആർഡനിൽ നടന്നത്. ഒരു കുട്ടി മരത്തിന്റെ മുകളിൽ നിന്നും താഴെ കൂർത്തു നിന്ന മരത്തടിയിലേക്ക് വീണ് മരണപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ആളുകൾ ഓടിക്കൂടി. കുട്ടിയുടെ അമ്മ അലമുറയിട്ട് കരഞ്ഞു. ആകെ ബഹളമായി. ആരോ പറഞ്ഞറിഞ്ഞ മെലീഡ അവിടേക്ക് വന്നു. കുട്ടിയുമായി ഒരു കുടിലേക്ക് കയറി. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പോറൽ പോലുമില്ലാതെ ആ കുട്ടി തിരിച്ചിറങ്ങി വന്നു. നീയും കണ്ടതല്ലേ? ഹെൻറി ചോദിച്ചു. ശരിയാണ്. ആയുസ്സെത്താതെ അപകടത്തിൽ മരിച്ചവർക്ക് പുനർജീവൻ നൽകാനുള്ള ശക്തിയും അവൾക്കുണ്ടെന്ന് ഹെലന അന്ന് അവളുടെ ഗ്രന്ഥത്തിൽ കുറിച്ചിരുന്നു. വളരെ അപൂർവമായാണ് ഈ ശക്തി ഒരു വിച്ചിനുണ്ടാവുന്നതെന്നും അതുകൊണ്ട് തന്നെ അവൾക്ക് അസാമാന്യ കഴിവുകളുണ്ടെന്നും ഹെലന അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മെലീഡ ഇപ്പോൾ ഇല്ലല്ലോ. ഉണ്ട്, അവൾക്ക് മരണമില്ല. ഇപ്പോൾ കടലിൻ്റെ അടിയിൽ അവൾ ജീവനോടെയുണ്ട്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആഴക്കടലിൻ്റെ അടിയിലേക്ക് കെട്ടിത്താഴ്ത്തിയ അവളെ എങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനാണ്? അങ്ങനെ പറഞ്ഞെങ്കിലും റോജറിന്റെ മുഖത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു വഴിയുണ്ട്. ആ വഴി ഹെലന തന്നെ കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട്, ഹെൻറി ആവേശത്തോടെ പറഞ്ഞു. റോജറിന്റെ മുഖത്തും പെട്ടെന്നൊരു പ്രസരിപ്പ് നിറഞ്ഞു. അവൻ ആകാംക്ഷയോടെ കാതോർത്തു. ഹെലനയെ പറ്റി നിനക്കറിയില്ലേ? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും അവൾ പരിശോധിക്കും. മെലീഡയെ ഇങ്ങനെ കടലിൽ താഴ്ത്തിയാൽ ഏതെങ്കിലും രീതിയിൽ അവൾ രക്ഷപ്പെടാനാവുമോ എന്നും ആർക്കെങ്കിലും അവളെ രക്ഷപ്പെടുത്താനാകുമോ എന്നും ഹെലന ചിന്തിച്ചിരുന്നു. അതിനുള്ള സാധ്യതകൾ കണ്ടെത്തുകയും നമ്മളോട് പറയുകയും ചെയ്തിരുന്നു. നീ ഓർക്കുന്നില്ലേ? ശരിയാണ്, അവൾ അതിനെപ്പറ്റിയും ആ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു. അവളുടെ ഇതുവരെയുള്ള അറിവുകളിൽ നിന്നും അവൾ കണ്ടെത്തിയ സാധ്യത ഇതാണ്. കടലിൽ ജീവിക്കാൻ സാധിക്കുന്ന ചില വിച്ചസ് ഉണ്ട്. ഏത് ആഴക്കടലിലും മുങ്ങി എത്ര ചെറിയ സാധനങ്ങളും കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവർ. കടലിൽ നിന്നും പലതും കണ്ടെത്താൻ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ ഇത്തരത്തിലുള്ള വിച്ചസിന്റെ സഹായം തേടിയിരുന്നു. അങ്ങനെയാണ് ഹെലന ഇവരെ പറ്റി അറിയുന്നതും കൂടുതൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും. മെലീഡയെ കടലിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഇവർക്ക് മാത്രമാണെന്നാണ് ഹെലന അന്ന് പറഞ്ഞത്. അവരുടെ സഹായമുണ്ടെങ്കിൽ ഒരുപക്ഷെ കൊള്ളാം. എത്രയും വേഗം അവരെ കണ്ടുപിടിക്കണം. എവിടെയാണ് അവർ ഉള്ളത്? നമ്മുടെ നാട്ടിൽ. പക്ഷെ അവിടെ പോയി വരാൻ ഒരുപാട് നാളുകളെടുക്കും. ഇവിടെ ആർലീസ് സാമ്രാജ്യത്തിലെ കാടുകളിൽ ഇത്തരം കഴിവുള്ള വിച്ചസ് ഉണ്ടെന്ന് അവൾ കണ്ടെത്തി ആ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇവിടെ അവരെ നാട്ടിൽ ജീവിക്കാൻ ക്യാപ്റ്റൻസ് അനുവദിക്കില്ലല്ലോ. എങ്കിൽ ഉടൻ തന്നെ അവരെ കണ്ടെത്തണം. മെലീഡയെ രക്ഷിക്കണം. അവൾ വിചാരിച്ചാൽ ഹെലനയെ നമുക്ക് തിരിച്ചു കിട്ടും. റോജറിന്റെ മുഖം ആവേശം കൊണ്ട് തിളങ്ങി. ഹെൻറി ചാടി എഴുന്നേറ്റു. ഞാനിപ്പോൾ തന്നെ ആർലീസ് കാടുകളിലേക്ക് പുറപ്പെടുകയായി. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും നമ്മൾ മെലീഡയെ രക്ഷിക്കും. ഞാൻ തിരിച്ചു വരാൻ കുറച്ച് ദിവസങ്ങൾ പിടിക്കും. അതുവരെ ഇവളുടെ ശരീരം അഴുകാതെ സുഗന്ധങ്ങൾ തേച്ച് പരിപാലിക്കണം. തീർച്ചയായും. നീ മടങ്ങി വരുന്നതുവരെ എല്ലാം ഞാൻ നോക്കിക്കോളാം, റോജർ പറഞ്ഞു. ഹെൻറി ആർലീസ് കാടുകളിലേക്ക് പുറപ്പെട്ടു. റോജർ കാടുകളിൽ നിന്നും പലതരത്തിലുള്ള ഇലകളും ചെടികളും ശേഖരിച്ച് ഹെലനയുടെ ശരീരത്തിൽ പുരട്ടി. അത് അഴുകാതെ പരിപാലിച്ചു. യാത്രയ്ക്കൊടുവിൽ ഹെൻറി ആർലീസ് കാടുകളിൽ എത്തിച്ചേർന്നു. ഉള്ളിലേക്ക് കയറുന്തോറും കാടിന്റെ ഭീകരാന്തരീക്ഷം കൂടുതൽ കനത്തു വന്നു. രാത്രിയായിരുന്നു. അവൻ ഉൾക്കാടും പിന്നിട്ട് മുന്നിലേക്ക് നടന്നു.
കയ്യിൽ ചെറിയ പന്തം കത്തിച്ചു പിടിച്ചിരുന്നു. അങ്ങ് ദൂരെയായി ഒരു ചെറിയ വെളിച്ചം അവൻ കണ്ടു. തൻ്റെ ലക്ഷ്യത്തിനടുത്തെത്തിയെന്ന് അവൻ മനസ്സിലാക്കി. ശബ്ദമുണ്ടാക്കാതെ അവൻ അവിടേക്ക് നടന്നു. അടുത്തെത്തുന്തോറും ദൃശ്യം കൂടുതൽ വ്യക്തമായി വന്നു. വിറകുകൾ കൂട്ടിവെച്ച് കത്തിച്ചിരിക്കുന്നു. ഒരുപാട് സ്ത്രീകൾ അതിനു ചുറ്റും വട്ടത്തിലിരിക്കുന്നു. വിച്ചസ്. പുലിയുടെയും മറ്റു മൃഗങ്ങളുടെയും തോലുകൾ കൊണ്ടുണ്ടാക്കിയതായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ. എല്ലാവരുടെയും കഴുത്തിൽ മൃഗങ്ങളുടെ പല്ലുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ മാലകൾ കാണാം. കൈകളിലും അതുപോലെ എന്തൊക്കെയോ കാണാം. അവർ നല്ല വേട്ടക്കാർ കൂടിയാണെന്ന് മനസ്സിലാക്കാൻ അത് ധാരാളമായിരുന്നു. അവരെന്തോ ഉറക്കെ ഉരുവിടുന്നുണ്ട്. അവരുടെ എന്തെങ്കിലും മന്ത്രങ്ങളാകാമെന്ന് അവൻ ഊഹിച്ചു. അവൻ പതുക്കെ അടുത്തുള്ള ഒരു മരത്തിന് പിന്നിലൊളിച്ചു. പെട്ടെന്ന് അവർ നിശബ്ദരായി. ആരോ ഒരാൾ, നമ്മുടെ കൂട്ടത്തിലില്ലാത്ത ആരോ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് അയാളുടെ ഗന്ധമറിയാൻ കഴിയുന്നുണ്ട്. അയാൾ ആ മരത്തിന്റെ മറവിലുണ്ട്. കൂട്ടത്തിൽ ഒരു വലിയ സ്ത്രീ പറഞ്ഞു. ഹെൻറിയുടെ ഉള്ളൊന്ന് പിടച്ചു. തണുത്ത രാത്രിയിലും നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഞൊടിയിടയ്ക്കുള്ളിൽ കൂർപ്പിച്ച മരക്കൊമ്പുകൾ കൊണ്ടുള്ള ആയുധങ്ങളുമായി അവർ അവനെ വളഞ്ഞു. അവർ 30ഓളം പേരുണ്ടായിരുന്നു. അവർ അവനെ പിടിച്ചുകെട്ടി. കൈകളും കാലുകളും ബന്ധിച്ച് അവനെയും കൊണ്ട് നടന്നു. ദൂരെ ഒരുപാട് തീപന്തങ്ങൾ കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അവനുമായി അവർ വന്നു നിന്നു. ആ സ്ഥലത്തിന് നടുക്കായി സിംഹാസനം പോലൊരു ഇരിപ്പിടമുണ്ടായിരുന്നു. അവരെന്തോ ഉറക്കെ വിളിച്ചു ചൊല്ലി. ഒരു പ്രായമായ സ്ത്രീ ഇരുട്ടിൽ നിന്നും അവിടേക്ക് വന്ന് ആ ഇരിപ്പിടത്തിൽ കയറിയിരുന്നു. അവർ അവനെ രൂക്ഷമായി നോക്കി. അവനാകെ പേടിച്ചിരുന്നു. അവർ ആജ്ഞാപിച്ചു, കെട്ടുകളഴിക്കൂ. അയാൾ പറയട്ടെ. പറയൂ, നീ ആരാണ്? എന്തിനു വന്നു? അവന്റെ കെട്ടുകൾ അവർ അഴിച്ചു. പക്ഷേ ചുറ്റും ആയുധവുമായി അവർ നിരന്നു നിന്നിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ദൂരെ പലസ്തീൻ അവിടുന്ന് വരികയാണ്. എൻ്റെ കൂട്ടുകാരിയെ രക്ഷിക്കാൻ നിങ്ങളുടെ സഹായം വേണം. തെളിച്ചു പറയൂ. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മെലീഡയെ പറ്റിയും സമാരയെ പറ്റിയുമെല്ലാം അവൻ വിശദീകരിച്ചു. ആ സ്ത്രീയുടെ ഭാവം മാറി മുഖത്ത് ദുഃഖം നിറയുന്നത് അവൻ കണ്ടു. മെലീഡ, അവളെ നിങ്ങൾ കടലിൽ താഴ്ത്തിയെന്നോ? ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. മെലീഡയെ അറിയുമോ? അറിയുമോന്നോ? പണ്ട് ആർഡനിൽ നിന്നും രക്ഷപ്പെട്ട് പലയിടത്തും അലഞ്ഞൊടുവിൽ അവൾ ഇവിടെ എത്തി. കഥകളെല്ലാം പറഞ്ഞു. ഞങ്ങൾ അവളെ ഒപ്പം കൂട്ടി. പ്രായം കൂടുന്നതനുസരിച്ച് അവളുടെ ശക്തി എല്ലാവർക്കും മനസ്സിലായി വന്നു. അവൾ തൻ്റെ ശക്തികളെല്ലാം നന്നായി പരിശീലിച്ചു. ഞങ്ങളും ഒരുപാട് വിദ്യകൾ അവളെ പഠിപ്പിച്ചു. കൂടുതൽ വിദ്യകൾ പഠിക്കാൻ മറ്റുള്ള വിച്ചസിനെ തേടി മറ്റു കാടുകളിലേക്ക് അവളെ ഞങ്ങൾ പറഞ്ഞയച്ചു. 6 സാമ്രാജ്യങ്ങളും സ്വന്തമാക്കി ഒരിക്കൽ അവൾ വന്ന് ഞങ്ങളെ നാട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷേ സമയമാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവളെ തിരിച്ചയച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? പിന്നെ നിങ്ങൾ പറഞ്ഞ സമാര, ആ പേര് പറഞ്ഞ പലപ്പോഴും മെലീഡ ഇവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സമാരയെയും അവർ കൊന്നുവെന്നാണ് അവൾ കരുതിയത്. തിരിച്ചവളുടെ ഗ്രാമത്തിൽ പോയി നോക്കിയപ്പോൾ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല എന്നാണ് അവൾ പറഞ്ഞത്. സമാരയെ പറ്റി പറയാത്ത ദിവസങ്ങൾ ചുരുക്കമായിരുന്നു. ഒടുവിൽ ആ സമാര തന്നെ, ആ സ്ത്രീ വിങ്ങിപ്പൊട്ടി. മെലീഡ ഇപ്പോഴും ജീവനോടെയുണ്ട്. ചതിച്ചത് ക്യാപ്റ്റൻസാണ്. അവൾ പറഞ്ഞത് ഞങ്ങൾ ചെവി കൊണ്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സമാരയെ ഞങ്ങൾക്ക് നഷ്ടമായി. മെലീഡ തിരിച്ചു വന്നാലേ അവളെ രക്ഷിക്കാൻ പറ്റൂ. അതിന് കടലിൽ ജീവിക്കാൻ കഴിയുന്ന, കടലിൽ നിന്നും എന്തും തിരഞ്ഞു പിടിക്കാൻ കഴിയുന്ന വിച്ചിൻ്റെ സഹായം വേണം. അങ്ങനെ ഒരാളെ തിരക്കിയാണ് ഞാൻ വന്നത്. അങ്ങനെ ഒരാൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ലിയാന. അവൾ ഉറക്കെ വിളിച്ചു. ആ കൂട്ടത്തിൽ നിന്നും ഒരു പെൺകുട്ടി മുൻപോട്ട് വന്നു. ഇത് ലിയാന. ഇവൾ നിങ്ങളെ സഹായിക്കും. ലിയാന, എത്രയും വേഗം ഇയാളുടെ കൂടെ ചെന്ന് മെലീഡയെ രക്ഷിക്കണം. തീർച്ചയായും. മെലീഡ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഉടൻ തന്നെ പുറപ്പെടാം. ഹെൻറി അവർക്ക് നന്ദി പറഞ്ഞ് ലിയാനയുടെ ഒപ്പം യാത്രയായി. അവർ ആർഡൻ നഗരത്തിലെത്തി. ലിയാനയ്ക്ക് നാട്ടിലെ സ്ത്രീകൾ ധരിക്കുന്ന പോലുള്ള വസ്ത്രങ്ങൾ അവൻ വാങ്ങി നൽകി. സൂക്ഷിച്ചു നോക്കാതെ അവൾ വിച്ചാണെന്ന് ആർക്കും മനസ്സിലാകില്ലായിരുന്നു. ആർഡനിലെ കൂട്ടുകാരൻ്റെ ഒരു ചെറിയ കപ്പൽ താൽക്കാലികമായി വാങ്ങി അവളെയും കൊണ്ട് ആരും അറിയാതെ അവൻ നടുക്കടലിലേക്ക് യാത്രയായി. ലിയാന അവനോട് പറഞ്ഞു, ഞാൻ കടലിലേക്ക് ചാടാൻ പോകുന്നു. എവിടെയാണോ ഇനി ഞാൻ പോകുന്നത് അവിടേക്ക് കപ്പലുമായി വരണം. വലിയ ഭാരമുള്ള പെട്ടിയാണെങ്കിൽ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല. എവിടെയാണെന്ന് കണ്ടെത്താനേ സാധിക്കൂ. ഞാൻ വരുമ്പോൾ നീളമുള്ള കയറും ഒരു കൊളുത്തും തരണം. അത് പെട്ടിയിൽ കെട്ടിക്കൊളുത്താം. എന്നിട്ട് വലിച്ച് മുകളിലേക്ക് കയറ്റാം. അവൾ പറഞ്ഞത് അവൻ സമ്മതിച്ചു. ലിയാന കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഓടിയിട്ടു. കടൽ എന്ന ശാന്തമായിരുന്നു. കടൽക്കാറ്റ് അവനെ തഴുകി നീങ്ങി. അവൻ അക്ഷമനായി കാത്തിരുന്നു. സമയം കടന്നു പോകുന്തോറും അവൻ്റെ മനസ്സ് കൂടുതൽ സംഘർഷഭരിതമായി. ഒടുവിൽ അങ്ങ് ദൂരെയായി ലിയാനയെ അവൻ കണ്ടു. അവൾ കൈവീശി. അവൻ വീണ്ടും ഉന്മേഷവാനായി. ആവേശത്തോടെ അവിടേക്ക് അവൻ കപ്പൽ നീക്കി. ലിയാനയുടെ മുഖത്തും സന്തോഷം അലതല്ലിയിരുന്നു. അവളത് കണ്ടെത്തിയെന്ന് അവന് മനസ്സിലായി. അവൻ്റെ ആവേശം ഇരട്ടിച്ചു. അവൾ പറഞ്ഞതുപോലെ കയർ കൊടുത്തു. അവളത് പെട്ടിയിൽ കുരുക്കിയിട്ട് മുകളിലേക്ക് വന്നു. അവർ രണ്ടുപേരും ശക്തിയായി വിളിച്ച് അത് കപ്പലിലേക്ക് കയറ്റി. അതേ പെട്ടി തന്നെ. അവന് സമാധാനമായി. ചങ്ങലകൾ അടിച്ച് അവൻ പതുക്കെ പെട്ടി തുറന്നു. മെലീഡ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം അവൻ്റെ ഉള്ളിൽ വളർന്നിരുന്നു. ലിയാന തൻ്റെ കൂട്ടുകാരിയെ വീണ്ടും കാണാനുള്ള സന്തോഷത്തിലായിരുന്നു. പെട്ടിക്കുള്ളിൽ ബന്ധനസ്ഥയായി അവളുണ്ടായിരുന്നു. സൂര്യപ്രകാശം മുഖത്ത് പതിച്ചതും അവൾ കണ്ണു തുറന്നു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലിയാനയുടെ മുഖമാണ് അവൾ ആദ്യമായി കണ്ടത്. ലിയാന അവളുടെ കെട്ടുകൾ അഴിച്ചു കളഞ്ഞു. വെള്ളമെടുത്ത് ദേഹത്തേക്ക് ഒഴിച്ചു.
അവളുടെ ദേഹത്തു നിന്നും ആ പൊടി ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. മെലീഡയ്ക്ക് വീണ്ടും തൻ്റെ ശക്തികളെല്ലാം വന്നു ചേർന്നിരുന്നു. അവൾ എഴുന്നേറ്റു. ലിയാനയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ലിയാനയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ഹെൻറിയെ അവൾ കണ്ടത്. അവളുടെ കണ്ണുകൾ ജ്വലിച്ചു. മുഖത്ത് പച്ച നിറത്തിൽ ഞരമ്പുകൾ തെളിഞ്ഞു. ചീറ്റപ്പുലിയെപ്പോലെ അവൾ അവനെ നേരെ പാഞ്ഞു. മെലീഡ വേണ്ട, ലിയാന അവളെ തടഞ്ഞു. ഇവർ ക്യാപ്റ്റൻസിന്റെ ആളുകളാണ്. എന്താണ് ലിയാന ഇത്? നീ എങ്ങനെ ഇയാളുടെ കൂടെ ഇവിടെ എത്തി? എല്ലാം പറയാം. ലിയാന നടന്നതെല്ലാം അവളോട് പറഞ്ഞു. അവളെല്ലാം കേട്ട് സ്തബ്ധയായി നിന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും വിഷമവും ഒരുപോലെ പ്രകടമായിരുന്നു. ക്യാപ്റ്റൻസ് ചതിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ തളർന്ന് നിലത്തിരുന്നു. ഹെൻറി അവളോട് മാപ്പും പറഞ്ഞു. മെലീഡ വിചാരിച്ചാൽ അവളെ വീണ്ടും ജീവൻ നൽകാൻ സാധിക്കില്ലേ? അവൻ ചോദിച്ചു. അപകടമരണമാണെങ്കിൽ സാധിക്കും. പക്ഷെ അവളുടെ വിധിക്കപ്പെട്ട ആയുസ് അതാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ശരീരം അഴുകരുത്. എങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ശരീരം ഞങ്ങൾ അഴുകാതെ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു. എങ്കിൽ ഞാനൊന്ന് ശ്രമിക്കാം. സമയം പാഴാക്കാനില്ല. വേഗം നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ അവർ വീണ്ടും പലസ്തീൻ കാടുകളിലേക്ക് ചെന്നു. റോജർ ഹെലനയുടെ ശരീരം ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. സമാരയുടെ മൃതദേഹം കണ്ടപാടെ മെലീഡ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾക്ക് അരികിലേക്കിരുന്നു. മറ്റുള്ളവർക്ക് അവളോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. വൈകാതെ മെലീഡ തന്റെ മന്ത്രവിദ്യകൾ തുടങ്ങി. സമാരയുടെ ശരീരവുമായി ഒറ്റയ്ക്കവൾ ആ കുടിലിന്റെ ഉള്ളിലിരുന്ന് മന്ത്രങ്ങൾ ഉരുവിട്ടു. ഹെൻറിയും റോജറും ലിയാനയും മെലീഡയുടെ നിർദ്ദേശപ്രകാരം പുറത്ത് കാത്തുനിന്നു. സമയം കടന്നുപോയി. സൂര്യൻ ആഴിയിൽ അസ്തമിച്ചു. ചന്ദ്രൻ ഉദിച്ചില്ല. പകരം ഇടിയും മിന്നലും എവിടെ നിന്നോ വന്നെത്തി. കാർമേഘങ്ങൾ സാന്നിധ്യം അറിയിച്ചു. മഴ കാടിനെ പുണർന്നു. അകത്ത് മെലീഡ കണ്ണുകളടച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതെ മന്ത്രങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. മഴ ഏൽക്കാതെ മറ്റുള്ളവർ കുടിലിന്റെ ഓരത്തായി നിന്നു. വീശിയടിച്ച കാറ്റിൽ മഴത്തുള്ളികൾ അവരെ പൊതിഞ്ഞു. ഇടിയും മിന്നലും മാറി മാറി വന്നുപോയി. അവരുടെ ഉള്ളിൽ അകാരണമായി ഭീതി ഉടലെടുത്തു. മഴയുടെ ആർത്തിരമ്പുന്ന ശബ്ദവും കാട്ടുമൃഗങ്ങളുടെ മുരളലും അകത്തു നിന്ന് മെലീഡയുടെ മന്ത്രോച്ചാരണവും അന്തരീക്ഷം കൂടുതൽ ഭീതി നിർഭരമാക്കി. മെലീഡയുടെ മന്ത്രങ്ങൾക്ക് വേഗം കൂടിക്കൂടി വന്നു. ഒടുവിൽ വലിയൊരു ദീർഘനിശ്വാസത്തോടെ സമാര പാതി എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ ബോധം മറിഞ്ഞ് തിരിച്ചു പഴയ പോലെ വീണു. വെളിയിൽ നിന്നവർ അത് കേട്ടു. അവരുടെ മുഖം വിടർന്നു. പക്ഷെ മെലീഡ വിളിക്കാതെ അകത്തേക്ക് കയറാൻ കഴിയുമായിരുന്നില്ല. സമാര തളർന്നു വീണു. അവൾ മെല്ലെ ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുറിവുകളെല്ലാം അദൃശ്യമായിരുന്നു. മെലീഡയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. ഒപ്പം മുഖത്ത് ചെറിയ പുഞ്ചിരിയും വിടർന്നു. അവൾ സമാരയെ മെല്ലെ തലോടി. നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. കണ്ണു തുറന്ന സമാര കണ്ടത് നിറ കണ്ണുകളോടെ തന്നെ തലോടിക്കൊണ്ടിരിക്കുന്ന മെലീഡയാണ്. അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. മെലീഡ പുഞ്ചിരിച്ചു. സമാര എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. മെലീഡ അവളെയും ചേർത്ത് പിടിച്ചു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. എങ്കിലും രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു തന്നെ നിന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞു തീർത്തു. പുറത്ത് മഴ പെയ്തു തോർന്നു. നേരം പുലർന്നു തുടങ്ങിയിരുന്നു. മുളകൾ ചേർത്ത് വെച്ച് കെട്ടിയ വാതിൽ തുറന്ന് മെലീഡ ഇറങ്ങി വന്നു. ഒപ്പം സമാരയും. ഹെൻറിയും റോജറും ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ലിയാന എല്ലാം സന്തോഷത്തോടെ നോക്കി നിന്നു. അവർ ലിയാനയെ സമാരയ്ക്ക് പരിചയപ്പെടുത്തി. ജീവിതത്തിലേക്ക് തിരികെ വന്ന സമാര പതിയെ പതിയെ തന്റെ ആരോഗ്യം വീണ്ടെടുത്തു. ലിയാനയും മെലീഡയും അവളെ ശുശ്രൂഷിച്ചു. പതിയെല്ലാം പഴയ പോലെയായി. ഇപ്പോൾ അവർക്കെല്ലാവർക്കും ഒരേ ഒരു ചിന്ത മാത്രം: എങ്ങനെയും ക്യാപ്റ്റൻസിനെ ഇല്ലാതാക്കണം. അവർ അതിനായി കൂടിയാലോചിച്ചു. 7 പേരെയും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അത് നാടിന് തന്നെ ആപത്താണ്, മെലീഡ പറഞ്ഞു. പക്ഷേ മെലീഡയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. ബലഹീനതയായ ആ പൊടി അവരുടെ പക്കൽ ഉള്ളിടത്തോളം കാലം, റോജർ അഭിപ്രായപ്പെട്ടു. അതവിടുന്ന് മാറ്റണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ലേ? നിങ്ങൾ കണ്ടതല്ലേ അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ക്യാപ്റ്റൻസ് നിങ്ങളോട് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാമെന്ന് പറഞ്ഞെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ലിയാന റോജറിനോട് ചോദിച്ചു. അതെ, പക്ഷെ എങ്ങനെ? 8 നിലയോളം നല്ല നീളത്തിലുള്ള കോട്ട, അവിടെ 100 കണക്കിന് സേവകരും ശിഷ്യന്മാരും, പോരാത്തതിന് വെളിയിൽ ചുറ്റും കാവൽക്കാരും സൈന്യവും. ഇവരാരും കാണാതെ എടുക്കാൻ പറ്റുമോ? ഹെൻറി പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? സുരക്ഷിതമായി അവരാ കോട്ടയിൽ കഴിയുന്നിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലിയാന പറഞ്ഞു. സാധാരണ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്നത് സമാരയാണ്. നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ? റോജർ സമാരയോട് ചോദിച്ചു. ഏത് വിധേനയും അവരെ കൊല്ലണം. അത് മെലീഡ വിചാരിച്ചാലേ നടക്കൂ. പക്ഷെ ആ പൊടി, അതാണ് പ്രശ്നം. അത് നമ്മൾ കൈക്കലാക്കണം. അതിന് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗം തെളിയുന്നുണ്ട്. പക്ഷെ അതിന് ലിയാനയുടെ സഹായം വേണം, സമാര പറഞ്ഞു. ഞാനെങ്ങനെ സഹായിക്കാനാണ്? എല്ലാവരും സമാരയുടെ വാക്കുകൾക്കായി കാതോർത്തു. ക്യാപ്റ്റൻസ് ചർച്ചിൽ അവരിൽ ഒരാളായി കയറി കൂടണം. സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഒരുപാട് ശിഷ്യന്മാരുണ്ട് ക്യാപ്റ്റൻസിന്. ഞങ്ങളെല്ലാവരെയും അവർക്കറിയാവുന്ന സ്ഥിതിക്ക് ഇനി ലിയാനയ്ക്ക് മാത്രമേ അത് സാധിക്കൂ. അവിടെ കയറി കൂടിയാൽ പറ്റിയ അവസരം നോക്കി ആ കുപ്പികൾ മാറ്റി വേറെ പൊടി നിറച്ച കുപ്പികൾ വെക്കണം. അപ്പോൾ ഞാൻ വിച്ചാണെന്ന് അവർക്ക് മനസ്സിലാകില്ലേ? അവരുടെ സമ്മതത്തോടെ കയറിയാലല്ലേ? ഹെൻറിക്കും റോജറിനും എപ്പോൾ വേണമെങ്കിലും അവിടെ ചെല്ലാമെന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പോയി അവരുമായി സൗഹൃദം സ്ഥാപിക്കുക. പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റും.
ലിയാനയെ അകത്ത് കയറ്റാൻ നല്ലൊരു അവസരം കണ്ടത്. കടലിൽ നിന്ന് ക്യാപ്റ്റൻസ് ചർച്ചിന്റെ പുറകിലൂടെ അകത്തേക്കൊരു വഴിയുണ്ട്. ഞങ്ങളെ അതുവഴിയാണ് അവർ കൊണ്ടുപോയിരുന്നത്. അവിടെ കാവൽക്കാർ കുറവാണ്. ക്യാപ്റ്റൻസിന്റെ ശിഷ്യന്മാരെല്ലാം അവരെ പോലെ തന്നെ തല മൂടാൻ തക്ക വണ്ണമുള്ള ചുവന്ന മേലങ്കിയും ധരിച്ചാണ് നടക്കുന്നത്. അതേ വേഷത്തിൽ ലിയാന ഇവർക്കൊപ്പം ആ വഴിയിലൂടെ പോവുക. ഹെൻറിയും റോജറും ഒപ്പമുണ്ടെങ്കിൽ എളുപ്പമാണ്, അധികമാരും ശ്രദ്ധിക്കില്ല. അവരെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്ന ആളാണെന്നേ കരുതൂ. തൊപ്പി പോലുള്ള ഭാഗം ഉപയോഗിച്ച് തല മറച്ചിരിക്കണം. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നീ അവരിൽ ഒരാളായി. 100 കണക്കിന് ശിഷ്യന്മാരുള്ളപ്പോൾ നിന്നെ മാത്രമായി ആരും ശ്രദ്ധിക്കില്ല, സംശയിക്കുകയുമില്ല. പക്ഷെ ഞാൻ കുപ്പി മാറ്റുന്നത് അവർ കണ്ടാൽ പ്രശ്നമാവില്ലേ? ആവും. കോട്ടയ്ക്ക് ചുറ്റും ആയുധധാരികളായ പടയാളികളുണ്ട്. പിടിക്കപ്പെട്ടാൽ അവരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക അസാധ്യം, സമാര പറഞ്ഞു. ലിയാനയ്ക്ക് പേടിയായി. പേടിക്കണ്ട, സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ളൊരു അവസരത്തിൽ വേണം അത് ചെയ്യാൻ. അങ്ങനൊരു അവസരം എപ്പോൾ വരാനാണ്? റോജർ ചോദിച്ചു. അവസരം നമ്മളുണ്ടാക്കും. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 7 സാമ്രാജ്യങ്ങളുടെ സൈന്യങ്ങളും ഇപ്പോൾ പലസ്തീൻ രാജാവായ ഹെക്ടറിന് കീഴിലാണ്. മറ്റ് 6 സാമ്രാജ്യങ്ങളുടെയും കാര്യങ്ങൾ താൽക്കാലികമായി നോക്കുന്നതും അയാളാണ്. ക്യാപ്റ്റൻസ് മറ്റ് രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് വരെ. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസ് ചർച്ചിനും അടുത്തുള്ള ഹെക്ടറിന്റെ കൊട്ടാരത്തിനും സുരക്ഷ ശക്തമായിരിക്കും. ഹെക്ടർ ആയിരിക്കണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതിർത്തിയിൽ ഒരു യുദ്ധമുണ്ടായാൽ മുഴുവൻ സൈന്യവും ക്യാപ്റ്റൻസ് ചർച്ചിലുള്ളവരടക്കം അവിടേക്ക് പായും. പിന്നെ അവിടെ അവശേഷിക്കുന്നത് ശിഷ്യന്മാരും സേവകരും കുറച്ച് കാവൽക്കാരും മാത്രം. അവർ അധികം ആയുധധാരികളല്ല. അപ്പോൾ വേണം ആ പൊടി അവിടെ നിന്ന് എടുക്കാൻ. അപ്പോൾ പിടിക്കപ്പെട്ടാലും നിന്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് ഹെൻറിയുടെയും റോജറിന്റെയും സഹായത്തോടെ നിനക്ക് രക്ഷപ്പെടാം. ആ പൊടികൾ കടലിലെറിഞ്ഞാൽ പിന്നെ മെലീഡ ഉണ്ടാവും നിങ്ങളുടെ രക്ഷയ്ക്ക്. പക്ഷെ മെലീഡ യുദ്ധത്തിനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പൊടിയെടുക്കാനായി ആളുകൾ അവിടേക്ക് വരില്ലേ? റോജർ ചോദിച്ചു. അതിന് മെലീഡയല്ലല്ലോ യുദ്ധത്തിന് പോകുന്നത്, സമാര പറഞ്ഞു. പിന്നെ ആര്? എല്ലാവരും ഒന്നടങ്കം ചോദിച്ചു. വിച്ചസ് എല്ലാവരും. 7 സാമ്രാജ്യങ്ങളിലും ക്യാപ്റ്റൻസിനെ ഭയന്ന ഉൾക്കാടുകളിൽ കഴിയുന്ന വിച്ചസിനെ ഒരുമിപ്പിക്കണം. അത് ഞാനും മെലീഡയും ചെയ്തോളാം. വിച്ചസിന്റെ സൈന്യം ഹെക്ടറിന്റെ സൈന്യവുമായി യുദ്ധം ആരംഭിക്കും. അപ്പോൾ തന്നെ ക്യാപ്റ്റൻസ് ചർച്ചിലെ പടയാളികളെല്ലാം യുദ്ധത്തിന്റെ തിരക്കിലാകും. ഒട്ടും വൈകാതെ തന്നെ പൊടികൾ മാറ്റിയിരിക്കണം. പിന്നെ ഒന്നും നോക്കാതെ മെലീഡയ്ക്ക് ഇറങ്ങാം. സമാരയുടെ വാക്കുകൾ എല്ലാവർക്കും ആവേശം പകർന്നു. അവരെല്ലാവരും അവളുടെ പദ്ധതി ഒരേപോലെ അംഗീകരിച്ചു. ഹെൻറിയും റോജറും ക്യാപ്റ്റൻസിനെ ചെന്ന് കണ്ട് അവരുമായി വീണ്ടും സൗഹൃദത്തിലായ പോലെ നടിച്ചു. ഒടുവിൽ അവർക്കൊരു അവസരം വീണ് കിട്ടി. കാടിനുള്ളിലെ അവരുടെ താവളത്തിലെത്തി അവരത് മറ്റുള്ളവരെ അറിയിച്ചു. ക്യാപ്റ്റൻസിൽ ഒരാൾക്ക് വയ്യാതെയായി. അതുകൊണ്ട് പുതിയൊരാളെ കണ്ടെത്താനുള്ള പരീക്ഷാ ദിനമാണ് ഇന്നേക്ക് 7-ാം ദിവസം. പരീക്ഷണം നടക്കുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള വലിയൊരു മുറിയിൽ. അന്നേ ദിവസം ക്യാപ്റ്റൻസും മത്സരാർത്ഥികളും എന്ത് ഭൂകമ്പം നടന്നാലും ആ മുറി വിട്ട് പുറത്തിറങ്ങില്ല, പരീക്ഷണം കഴിയാതെ. നമുക്ക് പറ്റിയ അവസരമാണിത്, ഹെൻറി പറഞ്ഞു. അതെ, ഇനി ഒട്ടും വൈകിക്കൂടാ. കാര്യങ്ങളെല്ലാം വേഗം നടത്തണം. ഒരു വലിയ യുദ്ധത്തിനാണ് നമ്മൾ ഇറങ്ങുന്നത്, സമാര പറഞ്ഞു. സമാരയുടെ പദ്ധതി പോലെ കാര്യങ്ങൾ നീങ്ങി. മെലീഡയും സമാരയും വിച്ചസിനെ ചെന്ന് കണ്ട് യുദ്ധത്തിന് സമ്മതിപ്പിച്ചു. ക്യാപ്റ്റൻസിനെതിരെ പ്രതികരിക്കാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും. അവർ ആയുധങ്ങൾ ശേഖരിച്ചു, വിദ്യകൾ പരിശീലിച്ചു, യുദ്ധത്തിന് തയ്യാറെടുത്തു. സമാര എല്ലാവർക്കും വാക്കുകൾ കൊണ്ട് കരുത്തും ആത്മവിശ്വാസവും ഏകി. ഹെൻറിയും റോജറും ലിയാനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻസിന്റെ ശിഷ്യന്മാർ ധരിക്കുന്ന പോലുള്ള ചുവന്ന വസ്ത്രം ശേഖരിച്ചു. 7-ാം ദിവസം വന്നെത്തി. ലിയാന തന്റെ വസ്ത്രങ്ങൾക്ക് മേൽ ചുവന്ന മേലങ്കി അണിഞ്ഞ് തയ്യാറായി ക്യാപ്റ്റൻസിന്റെ കോട്ടയിലേക്ക് ചെന്ന് കയറാൻ. ഹെൻറിയും റോജറും അവളെയും കൊണ്ട് അവിടേക്ക് യാത്രയായി. ദൂരെ അതിർത്തിയിൽ വിച്ചസിന്റെ വൻ സൈന്യം തയ്യാറായി നിന്നു, ഒരു അവസാന യുദ്ധത്തിനായി. 18 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതം. സമാര, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഒന്നും അറിയാതെ സുഖമായി മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്ന സമാരയെ മെലീഡ തട്ടി വിളിച്ചു. എന്താ? അവൾ പാതി ഉറക്കത്തിൽ ചോദിച്ചു. ആർഡൻ രാജാവ് നമ്മളെ ആക്രമിക്കാൻ വലിയൊരു പടയുമായി വരുന്നത്. നിമീലിയയും കൂട്ടരും അതിർത്തിയിലേക്ക് പോവുകയാണ്, അവരെ തടയാൻ. അതിനിപ്പോ എന്താ? എന്താണോ? നിനക്കൊട്ടും പേടി തോന്നുന്നില്ലേ? ഇല്ല, നിമീലിയ ഉണ്ടല്ലോ. അപ്പോൾ അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. നിമീലിയ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. ശരിയാ. വലുതാകുമ്പോൾ എനിക്കും നിമീലിയെ പോലെ ശക്തിശാലിയാവണം. അപ്പോൾ നിമീലിയ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എല്ലാവരെയും രക്ഷിക്കും, മെലീഡ പറഞ്ഞു. വലുതാവുമ്പോൾ നീ നിമീലിയേക്കാൾ ശക്തിശാലിയാകുമെന്നാണ് ഇപ്പോഴേ എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല. നമുക്ക് നിമീലിയെ പോലെ ശക്തികളൊന്നുമില്ലെങ്കിൽ ഇവരെ ജയിക്കാൻ കഴിയില്ലേ? സമാര ചോദിച്ചു. അവർ ഒരുപാട് പേരുണ്ട്, ആയുധങ്ങളും. ശക്തികളില്ലാതെ എന്ത് ചെയ്യാനാകും? നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ പല പല കാടുകളിൽ കഴിയുന്നുണ്ടെന്നല്ലേ പറയുന്നത്. അവരെ എല്ലാം കൂട്ടി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി പരിശീലിച്ച് വലിയൊരു സൈന്യമായിട്ട് നമുക്ക് തിരിച്ചാക്രമിച്ചൂടെ? ചെറിയ ചെറിയ ശക്തികളുള്ള ഒരുപാട് പേർ ചേരുമ്പോൾ അതൊരു വലിയ ശക്തിയാകും. അപ്പോൾ നമുക്കും തിരിച്ച് നല്ലതുപോലെ ആക്രമിക്കാം. നിമീലിയയോ നീയോ ഇല്ലെങ്കിലും അവരെ തടയണ്ടേ? നിന്റെ ചെറിയ വായിലെ വലിയ വർത്താനം കൂടുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോണില്ല. മാത്രമല്ല, ഞാനും നിമീലിയയും ഇവിടുന്ന് നിങ്ങളെ വിട്ട് ഒരിടത്തും പോണില്ല. നീ എണീക്ക്. വർഷങ്ങൾക്കിപ്പുറം സമാരയുടെ നേതൃത്വത്തിൽ പലസ്തീൻ കാടിനും നാടിനും നടുവിലുള്ള വലിയ അതിർത്തി മേഖലയിൽ വിച്ചസിന്റെ സൈന്യം ഒരു യുദ്ധത്തിനായി അണിനിരന്നപ്പോൾ മെലീഡ അറിയാതെ തന്നെ ആ പഴയ സന്ദർഭം ഓർത്തുപോയി.
7 സാമ്രാജ്യങ്ങളിലെ കാടുകളിലായി കഴിഞ്ഞിരുന്ന 5000-ത്തിലധികം വിച്ചസാണ് ഒറ്റ ലക്ഷ്യത്തിനായി ഒന്നിച്ചിരിക്കുന്നത്. ഏറ്റവും മുമ്പിൽ 2 നിരകളിലായി കുതിരപ്പുറത്തുള്ളവർ, അവർക്ക് പിന്നിൽ നിരനിരയായി ബാക്കിയുള്ളവരും. അവർ ശരീരത്തോട് ഇറുകിയ കട്ടിയുള്ള തുകൽ വസ്ത്രങ്ങൾ പ്രത്യേക രീതിയിൽ പടച്ചട്ട പോലെ നെയ്തെടുത്ത് ധരിച്ചിരിക്കുന്നു. എല്ലാവരുടെയും കയ്യിലും ആയുധങ്ങളുണ്ട്, മരത്തടിയിലും ലോഹങ്ങളിലും ഉണ്ടാക്കിയവ. അമ്പും വില്ലും മൂർച്ചയേറിയ ചെറിയ ചെറിയ വലിയ കുന്തങ്ങളും കത്തിയും കടാരയും എല്ലാം ഇതിനോടകം അവർ ശേഖരിച്ചിരുന്നു. സമാര അവർക്ക് നേരെ ഏറ്റവും മുൻപിലായി ഒരു കറുത്ത കുതിരപ്പുറത്തിരുന്നുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. മെലിയുടെ ദൂരെ മരങ്ങൾക്കിടയിലായി മാറി നിന്ന് ചെറുപുഞ്ചിരിയോടെ എല്ലാം വീക്ഷിക്കുന്നു. സമാര നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം കുതിരപ്പുറത്തേറി അവൾക്ക് നേരെ വന്നു. തൻ്റെ കൂടെ ചിരിച്ചു കളിച്ചു നടന്ന പഴയ സമാര തന്നെയാണോ ഇന്ന് ഇത്രയും സമർത്ഥിയായി തനിക്ക് മുന്നിലേക്ക് വരുന്നതെന്ന് അവൾ ആലോചിച്ചു. സമാര അടുത്തു വന്ന് കുതിരപ്പുറത്ത് നിന്നിറങ്ങി. ഇവിടെ നിന്ന് നോക്കിയാൽ ക്യാപ്റ്റൻസ് ചർച്ചും കൊട്ടാരവും കാണാം. കൊട്ടാരത്തിലുള്ളവർ ഇപ്പോൾ ദൂരദർശിനിയിലൂടെ നമ്മുടെ സൈന്യത്തെ കണ്ടു കാണും. വൈകാതെ അവരിങ്ങെത്തും. ഞങ്ങൾ കാഹളം മുഴക്കാൻ പോവുകയാണ്. ക്യാപ്റ്റൻസ് ചർച്ചിൽ ചെന്ന് പൊടി മാറ്റി കഴിഞ്ഞാലുടൻ അവർ ഒരു സൂചന തരും. അവിടേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. സൂചന കിട്ടിയാൽ മാത്രമേ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാവൂ. അതുവരെ അവിടെ എന്ത് സംഭവിച്ചാലും അനങ്ങരുത്. നീ കൂടെയുണ്ടെന്നറിഞ്ഞാൽ അവർ പൊടിയെടുക്കാൻ വീണ്ടും തിരിച്ച് ചർച്ചിലേക്ക് പോകും. ഇവിടുന്ന് അധികം ദൂരമില്ല. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും സൂചന കിട്ടാതെ ഒന്നും ചെയ്യരുത്, സമാര പറഞ്ഞു. മെലീഡ അവൾക്ക് അടുത്തേക്ക് ചെന്നു. 2 കൈകളും അവളുടെ കവിളുകളിൽ ചേർത്ത് വെച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി. സമാര, പണ്ട് നിനക്ക് ഞാൻ ഒരു വാക്ക് തന്നിരുന്നു, ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ലെന്ന്. പക്ഷേ അതൊക്കെ എന്തിനാണ് വീണ്ടും പറയുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാനുള്ളതിനെപ്പറ്റി ആലോചിക്കേ. നീ പണ്ടും ഇപ്പോഴും നന്നായി ചിന്തിക്കുന്നു. മന്ത്രശക്തിയേക്കാൾ ബുദ്ധിയും കാര്യപ്രാപ്തിയും നിന്നെ ഞങ്ങളെക്കാളേറെ സമർത്ഥയാക്കുന്നു. എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട്. മെലീഡ അവളെ ചേർത്ത് പിടിച്ച് 2 പേരുടെയും കണ്ണു നിറഞ്ഞു. അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ജയിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. നമ്മുടെ ഇരട്ടിയിലേറെയാവും അവരുടെ സംഘബലം. നിന്നെ സുരക്ഷിതമായിട്ട് കളത്തിലിറക്കാനാണ് ഈ ചെയ്യുന്നതല്ല. ഇവിടെ ജയിച്ചാൽ പിന്നെ നമുക്ക് ആരെയും ഭയക്കണ്ട. തൽക്കാലം വേറൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കാഹളം മുഴക്കാൻ പോവുകയാണ്. ഞാൻ പോട്ടെ. സമാര യാത്ര പറഞ്ഞു പോയി. മെലീഡയുടെ ഉള്ളിൽ അകാരണമായ ഭീതി ഉടലെടുത്തു. 6 സാമ്രാജ്യങ്ങൾ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ചപ്പോൾ പോലും അവൾ ഭയന്നിട്ടില്ല. പക്ഷെ ഇന്ന് അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം. പണ്ടൊരിക്കൽ ഇതേ പ്രതീക്ഷയുമായാണ് നിമീലിയ നാട്ടിലേക്ക് പോയത്. പക്ഷേ പിന്നീട് നടന്നത് ദുരന്തമായിരുന്നു. ഇന്ന് സമാരയും അതേ പ്രതീക്ഷയുമായാണ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. നിമീലിയെ തനിക്ക് നഷ്ടമായി. സമാരയെ ഒരിക്കൽ നഷ്ടമായതാണ്. ഇനിയും അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ. അങ്ങനെ മെലീഡയുടെ ചിന്തകൾ കാടുകയറി. സമാര ഊഹിച്ചതുപോലെ കൊട്ടാരത്തിലുള്ളവർ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിർത്തി നിരീക്ഷകർ ദൂരദർശിനിയിലൂടെ അവരുടെ സൈന്യത്തെ കണ്ടു. ഉടൻ തന്നെ വിവരം ഹെക്ടറിന്റെ ചെവികളിലെത്തി. വേഗം മുഴുവൻ പടയാളികളും തയ്യാറാകൂ. അവർ അതിർത്തി കടക്കാൻ പാടില്ല. ഒരു ദയയും കാണിക്കാതെ എല്ലാ വിച്ചസിനെയും കൊന്നു തള്ളിയേക്കൂ, ഹെക്ടർ ഉത്തരവിട്ടു. പലസ്തീനിൽ കൂട്ടമണികൾ മുഴങ്ങി. കൊട്ടാരത്തിലും ക്യാപ്റ്റൻസ് ചർച്ചിലുമായുള്ള ഭടന്മാരെല്ലാം നിമിഷങ്ങൾക്കകം കൂട്ടത്തോടെ അതിർത്തിയിലേക്ക് പാഞ്ഞു. ഹെക്ടർ കൊട്ടാരത്തിലിരുന്ന് ദൂരദർശിനിയിലൂടെ എല്ലാം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സമാര അതിർത്തിയിൽ യുദ്ധകാഹളം മുഴക്കി. വിച്ചസ് ആക്രോശിച്ചുകൊണ്ട് മുൻപോട്ട് പാഞ്ഞു. മെലീഡ ദൂരെ ക്യാപ്റ്റൻസ് ചർച്ചിലേക്ക് സൂചനയ്ക്കായി നോക്കിയിരുന്നു. ഹെൻറിയും റോജറും ലിയാനയോടൊപ്പം ഒരു വഞ്ചിയിൽ കടൽ മാർഗം ക്യാപ്റ്റൻസ് ചർച്ചിലേക്ക് യാത്ര തിരിച്ചു. അവർ ചർച്ചിന്റെ പിന്നിലുള്ള കടൽക്കരയിൽ വഞ്ചി അടുപ്പിച്ചു. കരയിലൂടെ അല്പം ദൂരം നടന്നാൽ കരിങ്കല്ലിൽ തീർത്ത ഒരു ഗുഹാമുഖം കാണാം. അതിനു മുൻപിലായി 2 കാവൽക്കാർ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നീളത്തിലുള്ള മൂർച്ചയേറിയ കുന്തങ്ങളും കാണാം. ലിയാന ചുവന്ന കുപ്പായത്തിന്റെ മുകൾ ഭാഗം ഉപയോഗിച്ച് തലയും പാതി മുഖവും മറച്ചിരുന്നു. കാവൽക്കാർക്ക് അരികിലേക്ക് ചെല്ലുന്തോറും അവളുടെ നെഞ്ചിടിപ്പ് കൂടി. ലിയാന മുൻപിലും ഹെൻറിയും റോജറും പിന്നിലുമായാണ് നടന്നത്. നടന്നു വരുന്ന അവളുടെ മുഖത്തേക്ക് കാവൽക്കാർ സൂക്ഷിച്ചു നോക്കി. അവൾ അവർക്ക് മുഖം കൊടുക്കാതെ താഴോട്ട് നോക്കി നടന്നു. കാവൽക്കാർ വീണ്ടും സംശയത്തോടെ നോക്കി. സംശയം തോന്നിയാൽ അവർ തടയും, മുഖം കാണിക്കാൻ പറയുമെന്ന് അവർക്കറിയാമായിരുന്നു. അവൾ അവരെ നോക്കാതെ മുൻപോട്ട് തന്നെ നടന്നു. അടുത്തേക്ക് ചെന്നതും 2 പേരും വഴി തടയാൻ തുടങ്ങുന്നതായി അവർക്ക് തോന്നി. അവരുടെ നോട്ടം കടുത്തു. ലിയാന അവർക്ക് മുഖം കൊടുക്കാതെ തന്നെ മുന്നോട്ട് നീങ്ങി. ഹെൻറിയും റോജറും ആശങ്കയോടെ പരസ്പരം നോക്കി. കാവൽക്കാർ കുന്തങ്ങൾ അവർക്ക് നേരെ നീട്ടി വഴി തടയാനായി ഒരുങ്ങി. പെട്ടെന്ന് ലിയാന വലതുകൈ മുഖത്തിന് നേരെ പിടിച്ച് 2 തവണ നെറ്റിയിൽ മുട്ടിച്ചു. ശേഷം കൈവെള്ള തലയ്ക്ക് ചുറ്റും കറക്കി തിരിച്ച് മുഖത്തിന് നേരെ കൊണ്ടുവന്നു. വഴി തടയാൻ ഒരുങ്ങിയ അവർ പെട്ടെന്ന് പിന്മാറി. പൊക്കോളൂ എന്ന ഭാവത്തിൽ കൈകൾ അകത്തേക്ക് നീട്ടി. ക്യാപ്റ്റൻസും ശിഷ്യന്മാരും അഭിവാദ്യം ചെയ്യുന്ന രീതിയാണത്. ഹെൻറിയും റോജറും നേരത്തെ തന്നെ അവൾ ഇത് പഠിപ്പിച്ചിരുന്നു. അവൾ അത് ഭംഗിയായി ചെയ്തു. കാവൽക്കാരെ വിശ്വസിപ്പിക്കാൻ ഇത് ധാരാളമായിരുന്നു. 3 പേരും അവരെ മറികടന്ന് അകത്തേക്ക് കയറി. അതിനകത്ത് കാണുന്ന കൽപ്പടികൾ കയറിയാൽ 1-ാം നിലയിലെത്താം. അവരവളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അകത്ത് കയറിയാൽ പിന്നെ നമ്മൾ ഒന്നിച്ചു നിൽക്കരുത്, സംശയം തോന്നും. താഴത്തെ നിലയിൽ വലതുഭാഗത്തായി ലോഹം കൊണ്ട് നിർമ്മിച്ച പടികൾ കാണാം.
അതുവഴി കയറി 7ാമത്തെ നിലയിൽ ചെല്ലണം. വിശാലമായൊരു മുറിയാണ് ക്യാപ്റ്റൻസിൻ്റെ ശിഷ്യന്മാരുടെ ഗവേഷണ മുറി. അതിന് മുകളിലത്തെ മുറിയിലാണ് ക്യാപ്റ്റൻസ് ഉള്ളത്. അവരെ കാണാൻ വരുന്നവരും കാത്തിരിക്കുന്നത് താഴെ 7ാമത്തെ നിലയിലാണ്. താഴെ നിന്ന് മുഖ്യ ശിഷ്യൻ്റെ അനുവാദം കിട്ടിയാലേ ഞങ്ങൾക്ക് അവിടേക്ക് വരാൻ കഴിയൂ. ഞങ്ങൾ പുറകെ എത്താം. അവിടെ ഇടതുഭാഗത്തായി ഒരു ജനലിനോട് ചേർന്ന് വലിയൊരു അലമാര കാണാം. അലമാരക്ക് പൂട്ടില്ല, പക്ഷേ ആ മുറിയിലുള്ള ആളുകളുടെ കണ്ണ് എപ്പോഴും അതിലുണ്ടാകും. അതിനുള്ളിലാണ് പൊടികൾ നിറച്ച 7 കുപ്പികളുള്ളത്. അത് മാറ്റി നമ്മൾ കൊണ്ടുപോകുന്ന കുപ്പികൾ വയ്ക്കണം, പറ്റിയ സന്ദർഭം നോക്കി. അവർ 1ാം നിലയിലെത്തി. വിശാലമായൊരു പ്രാർത്ഥനാമുറി പോലെ തോന്നിച്ചു. തടിയിൽ നിർമ്മിച്ച ഒരുപാട് ഇരിപ്പിടങ്ങൾ നിരത്തിയിരിക്കുന്നു. അതിൽ ചുവന്ന കുപ്പായം ധരിച്ച് തലമറച്ച് മുൻപിലുള്ളൊരു വലിയ ശില പോലുള്ള ഒന്നിലേക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുന്നു. അതിന് വളരെ പിന്നിലായി വലിയൊരു മേശക്കരികിൽ മുഖ്യ ശിഷ്യനിരിക്കുന്നു. അവരെ കണ്ടതും അയാൾ അടുത്തേക്ക് വന്നു. ലിയാനയെ നോക്കിയാണ് വരവ്. ലിയാന തല കുനിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് പലസ്തീനിലെങ്ങും കൂട്ടമണികൾ മുഴങ്ങി. അവർ ഞെട്ടി. മുഖ്യ ശിഷ്യൻ ഉൾപ്പെടെ എല്ലാവരും വാതിലിനും ജനലിനും നേരെ ഓടി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ചർച്ചിന് വെളിയിൽ നിന്ന് സൈന്യം ആയുധങ്ങളുമായി പുറത്തേക്ക് പാഞ്ഞു. കൊട്ടാരത്തിൽ നിന്നും കുതിച്ചു പായുന്ന പടയ്ക്ക് പിന്നാലെ അവരും ചേർന്നു. അതിർത്തിയിൽ കാഹളം മുഴങ്ങി. യുദ്ധം തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. ലിയാനയോട് മുകളിലേക്ക് പൊക്കോളാൻ ഹെൻറി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ പടികൾക്കരികിലേക്ക് നടന്നു. പലസ്തീൻ സൈന്യം അതിർത്തിയിലേക്ക് പാഞ്ഞെടുത്തു. അവർക്ക് നേരെ അക്രമാസക്തരായി വിച്ചസിന്റെ പടയും. അവർ ഊഹിച്ചതുപോലെ തന്നെ 10,000-നടുത്ത് പടയാളികളാണ് അവർക്ക് നേരെ വന്നത്. അവരുടെ 2 ഇരട്ടി. വിച്ചസാണെങ്കിൽ അമ്പുകൾ തൊടുത്തു. ഒരേ സമയം 1000-കണക്കിന് അമ്പുകൾ പാഞ്ഞു. പടയാളികളുടെ തലയ്ക്ക് മുകളിൽ ശരവർഷം തുടങ്ങി. അവർ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച പടച്ചട്ടകൾ അണിഞ്ഞിരുന്നു. പല അമ്പുകളും ലക്ഷ്യം തെറ്റി. ചിലതെല്ലാം അവർ പരിച ഉപയോഗിച്ച് തടഞ്ഞു. മറ്റു ചിലത് പലരുടെയും തലയിൽ തന്നെ തറച്ചു. അവർ തിരിച്ചും അമ്പ് ചെയ്തു. വിച്ചസിൽ പലരുടെയും ശരീരത്തിലൂടെ മൂർച്ചയേറിയ അമ്പ് കടന്നുപോയി. പലരും മരിച്ചു വീണു. എങ്കിലും ബാക്കിയുള്ളവർ മുൻപോട്ട് തന്നെ പാഞ്ഞു. കുതിരപ്പുറത്ത് പാഞ്ഞെടുത്ത പടയാളികൾ വിച്ചസിന്റെ കാലാൾപ്പടയുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തി. അവരും ആക്രമിച്ചു. പടയാളികൾ പലതും കുതിരപ്പുറത്ത് നിന്നും വീണു. വിച്ചസ് ദൂരെ നിന്നും എറിഞ്ഞ മൂർച്ചയേറിയ കുന്തങ്ങൾ അവരുടെ പടച്ചട്ടയും തുളച്ചു കയറി. സമാരം മുന്നിലായി കുതിരപ്പുറത്ത് കയ്യിൽ 2 വാളുകളും ഏന്തി നീങ്ങി. അവൾക്കെതിരെ വരുന്നവർ അവളെ കടന്നുപോയപ്പോൾ കഴുത്തിനു മുകളിൽ തലയുണ്ടായിരുന്നില്ല. ചുടുചോര അവളുടെ മുഖത്തേക്ക് തെറിച്ച് വീണിരുന്നു. ചുറ്റുമുള്ളവരെ വെട്ടിവീഴ്ത്തി കുതിച്ചുപാഞ്ഞ അവളുടെ കണ്ണുകൾക്ക് നേരെ 2 കൂർത്ത അമ്പുകൾ പാഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ലിയാന 7ാമത്തെ നിലയിലെത്തി. വലിയൊരു മുറിയാണ്. ഒരുപാട് മേശകളും കസേരകളും നിരന്നു കിടന്നിരുന്നു. നിലത്ത് ചുവന്ന കമ്പളം വിരിച്ചിട്ടുണ്ടായിരുന്നു. മേശകളിലും ഭിത്തിയിലെ തട്ടുകളിലും ഒരുപാട് പുസ്തകങ്ങൾ കാണാം. ആ മുറിയിൽ 8 പേരോളം ഉണ്ടായിരുന്നു. അവർ പല മേശകൾക്കരികിലായിരുന്ന് എന്തൊക്കെയോ വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൾ സംശയം തോന്നാത്ത വിധത്തിൽ ജനലിന്റെ അരികിലേക്കുള്ള ഒരു കസാരയിലേക്കിരുന്നു. ഹെൻറിയും റോജറും അനുവാദം വാങ്ങി മുകളിലേക്ക് വന്നു. അവർ സന്ദർശകർക്ക് നൽകിയിട്ടുള്ള കസാരകളിലായി ഇരിപ്പുറപ്പിച്ചു. ലിയാനയുടെ ശ്രദ്ധ അലമാരയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ അവരെ 3 പേരെയും മാറി മാറി നോക്കി. ഹെൻറിയും റോജറും അവർക്ക് പരിചയമുള്ളവരാണ്. അവർ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ലിയാന അവർക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് നോക്കി അലമാരയിൽ നിന്നും കുപ്പികൾ എടുക്കാനുള്ള വഴി ആലോചിച്ചു. സമയം കടന്നുപോയി. സമാരയ്ക്ക് നേരെ വന്ന അമ്പുകളെ വലതുവശത്ത് നിന്നും മറ്റൊരു വിച്ച് തൊടുത്ത അമ്പുകൾ തട്ടിമാറ്റി. അവൾ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. വീണ്ടും അവൾ മുൻപോട്ട് നീങ്ങി. തങ്ങൾക്ക് പരിമിതമായ മന്ത്രവിദ്യകൾ ഉപയോഗിച്ചും അവർ പോരാടി. പലരും നേരെ പാഞ്ഞു വന്ന അമ്പുകളെ നിശ്ചലമാക്കി നിലത്ത് വീഴ്ത്തി. കുതിരകളെ നോക്കി വിദ്യകൾ പ്രയോഗിച്ചു. അവ പടയാളികളെ നിലത്ത് വീഴ്ത്തി. സമാര തന്റെ കൈവെള്ളയിൽ നിന്നും അഗ്നിജ്വാലകൾ സൃഷ്ടിച്ച് പലരെയും ചുട്ടരിച്ചു. എങ്കിലും അവരുടെയെല്ലാം മന്ത്രവിദ്യകൾക്കൊരു പരിധിയുണ്ടായിരുന്നു. പടയാളികൾ നന്നായി തിരിച്ചടിച്ചു. അവരുടെ പക്കലുള്ളത് മികച്ച ആയുധങ്ങളായിരുന്നു. പോരാത്തതിന് എല്ലാവരും പയറ്റിത്തെളിഞ്ഞ പോരാളികളും. വിച്ചസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ പടയാളികൾ അവരുടെ തലയർത്തു. കൂടുതൽ പേർക്കും ബലവാന്മാരായ പോരാളികളോട് അധികം പിടിച്ചു നിൽക്കാനായില്ല. പലരെയും അരിഞ്ഞു വീഴ്ത്തി അട്ടഹസിച്ചുകൊണ്ട് അവർ മുൻപോട്ട് നീങ്ങി. സമാര മുന്നിൽ നിന്ന് നന്നായി പൊരുതി. തൻ്റെ ആളുകളെല്ലാം ഒന്നൊന്നായി വീഴുന്നതും പടയാളികളുടെ വലിയ പട അവരെ വിഴുങ്ങുന്നതും മെലീഡയ്ക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അവൾ ദൂരെ ക്യാപ്റ്റൻസ് ചർച്ചിലേക്ക് നോക്കി. ഒരു സൂചനയുമില്ല. ദൂരെ കൊട്ടാരത്തിൽ ഹെക്ടർ എല്ലാം കണ്ട് പൊട്ടിച്ചിരിച്ചു. സമാര തളരാതെ പോരാടി. അവളുടെ ധൈര്യത്തിന് മുന്നിൽ അവർ പകച്ചുപോയി. അവളെ കൂട്ടമായി നേരിടാൻ അവർ തീരുമാനിച്ചു. 100 കണക്കിന് ആളുകൾ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. അവൾ തീ പ്രയോഗിച്ചെങ്കിലും ആളുകൾ കൂടുതലായിരുന്നു. അവർ അവളെ വളഞ്ഞു. ഒരാൾ പുറകിൽ നിന്നും ശക്തമായി അവളെ ചവിട്ടി. അവൾ കുതിരപ്പുറത്ത് നിന്നും തെറിച്ച് നിലത്തേക്ക് വീണു. 100 കണക്കിന് ആളുകൾ ആയുധവുമായി വീണ് കിടക്കുന്ന അവൾക്ക് നേരെ വന്നു. സമയം പോകുന്തോറും ലിയാനയ്ക്ക് മാനസിക പിരിമുറുക്കം കൂടി വന്നു. ലിയാന എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഇവരെ എല്ലാവരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് പൊടികൾ മാറ്റി മെലീഡയ്ക്ക് സൂചന നൽകിയാൽ പടയാളികൾ പൊടിയെടുക്കാൻ വരുമ്പോൾ ഇവിടെ നടന്നതറിയും. ചിലപ്പോൾ പിടിക്കപ്പെടും. മാത്രമല്ല ഇവരെ എല്ലാവരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താനും പാടാണ്. അഥവാ പറ്റിയാൽ തന്നെ സമയവും എടുക്കും. സമയം വൈകിയാൽ പ്രശ്നമാണ്.
അവൾ രണ്ടും കൽപ്പിച്ചെഴുന്നേറ്റു. മുഖം മറച്ച് പതിയെ അലമാരയ്ക്ക് നേരെ നടന്നു. ഹെൻറിയും റോജറും പേടി മുഖത്ത് കാണിക്കാതെ തലകുനിച്ച് ഇടം കണ്ണിട്ട് അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. അവൾ അലമാരയ്ക്ക് നേരെ നീങ്ങിയതും ശിഷ്യന്മാർ മുഖമുയർത്തി അവൾക്ക് നേരെ നോക്കി. അവൾ മുഖം കൊടുക്കാതെ പതിയെ നടന്നു. അവർ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു. ഹെൻറിയുടെയും റോജറിന്റെയും നെഞ്ചിടിപ്പ് കൂടി. സമാരയ്ക്ക് ചുറ്റുമാണെങ്കിൽ ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് പടയാളികൾ പാഞ്ഞെടുത്തു. അവർ ഭയന്നില്ല. അവർ കൂർത്ത ആയുധങ്ങൾ ഉയർത്തി അവളുടെ ശരീരത്തിലൂടെ കുത്തിയിറക്കാനായി. പക്ഷെ അതിനു മുമ്പേ മിന്നൽ പിളർപ്പ് പോലെ ഒന്ന് അങ്ങോട്ട് പറന്നിറങ്ങി. ചുറ്റും പൊടിപടലങ്ങൾ നിറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ആ 100 കണക്കിന് ആളുകൾ നിന്ന് കത്തി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഹെക്ടർ ദൂരദർശിനിയിലൂടെ സംശയത്തോടെ നോക്കി. കത്തിക്കരിഞ്ഞവരുടെ ചാരം നിലത്ത് പതിഞ്ഞപ്പോൾ എല്ലാവരും കണ്ടു. ജ്വലിക്കുന്ന കണ്ണുകളോടെ കോപത്തിൽ ആളിക്കത്തി മെലീഡ. എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയ സമയം. പടയാളികളുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ അറിയാതെ തന്നെ താഴെ വീണു. ഹെക്ടർ ഞെട്ടിത്തെറിച്ച് പിന്നോട്ട് മാറി. അയാളുടെ കാൽപാദം മുതൽ തലമുടി വരെ ഭീതി അരിച്ചു കയറി. കണ്ണിൽ പേടി നിറഞ്ഞു. അയാളുടെ രോമങ്ങൾ പോലും വിറച്ചുപോയി. അവളുടെ ആ വരവിൽ ഹെക്ടറിന് ചുറ്റുമിരുന്നവർ അമ്പരന്നു. മെലീഡ, അവൾ തിരിച്ചു വന്നിരിക്കുന്നു, ഹെക്ടർ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. ആ പേര് കേട്ടതും മറ്റുള്ളവർ എന്തോ കണ്ടു ഭയന്നെന്ന പോലെ ചാടി എഴുന്നേറ്റു. അവർ അടിമുടി വിറച്ചു. വേഗം ക്യാപ്റ്റൻസ് ചർച്ചിൽ പോയി ആ പൊടി കൊണ്ടുവരൂ, ഇന്ന് അവളെ ഞാൻ തന്നെ പിടിച്ചു കെട്ടു. അയാൾ ബാക്കിയുള്ള പടയാളികളോടായി പറഞ്ഞു. അവർ ഉടൻ തന്നെ പുറപ്പെട്ടു. ഹെക്ടർ അംഗത്തിനായി തയ്യാറായി നിന്നു, ഉള്ളിൽ ഭീതിയോടെ. ലിയാന അലമാരയ്ക്കടുത്തേക്ക് എത്തിയതും ശിഷ്യന്മാർ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. പക്ഷെ അവൾ അലമാരയിൽ നോക്കുക പോലും ചെയ്യാതെ അതിനടുത്തുള്ള ജനലിന്റെ അരികിൽ ചെന്ന് വെളിയിലേക്ക് നോക്കി നിന്നു. ശിഷ്യന്മാർ വീണ്ടും പഴയ പോലെ ഇരുന്നു. ഹെൻറിക്കും റോജറിനും ശ്വാസം നേരെ വീണു. അതിലുള്ള അപകടം അവൾ മനസ്സിലാക്കി. അവളുടെ ചിന്താശേഷി പേടി മൂലം നന്നായി കുറഞ്ഞിരുന്നു. അവൾക്ക് മാർഗങ്ങൾ ഒന്നും തോന്നിയില്ല. അപ്പോഴാണ് ജനലിലൂടെ അവൾ ആ കാഴ്ച കണ്ടത്. കൊട്ടാരത്തിൽ നിന്നും പടയാളികൾ അതിവേഗത്തിൽ ചർച്ചിലേക്ക് വരുന്നു. മെലീഡ യുദ്ധത്തിനിറങ്ങി എന്നവൾക്ക് മനസ്സിലായി. അവൾ പേടിയോടെ ഹെൻറിയെയും റോജറിനെയും നോക്കി. അവളുടെ കണ്ണുകളിലൂടെ അവൾ പറയാൻ ഉദ്ദേശിച്ചത് വായിച്ചെടുത്തു. താമസിച്ചു പോയിരിക്കുന്നു എന്ന വിഷമത്തോടെ അവരെ മനസ്സിലാക്കി. ഹെക്ടർ കൊട്ടാരത്തിൽ ബാക്കിയുള്ള എല്ലാ പടയാളികളെയും അണിനിരത്തി. ഏകദേശം 100 പേര് മാത്രമേ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പൊടിയെടുക്കാൻ പോയവരുടെ വരവിനായി ഹെക്ടർ കാത്തിരുന്നു. വൈകാതെ 7 കുപ്പികളുമായി അവർ വന്നു. പൊടി എല്ലാ പടയാളികൾക്കുമായി അവർ വീതിച്ചു നൽകി. അവളുടെ ദേഹത്ത് ഒരു തരി വീണാൽ മതി, പിന്നെ അവൾ അശക്തയാകും. അപ്പോൾ തന്നെ അവളെ ബന്ധിച്ചിരിക്കണം. ഹെക്ടർ ഉത്തരവ് നൽകി. ചങ്ങലകളും ആയുധങ്ങളുമായി അവർ അതിർത്തിയിലേക്ക് പാഞ്ഞു. മെലീഡ യുദ്ധഭൂമിയിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശി. കുറെ പേര് പിന്തിരിഞ്ഞോടി. ബാക്കിയുള്ളവർ വീറോടെ പോരാടി. വിച്ചസ് ശക്തമായി നേരിട്ടു. അപ്പോഴാണ് ദൂരെ നിന്നും വരുന്ന ഹെക്ടറിന്റെ പട സമാര ശ്രദ്ധിച്ചത്. സൂചന കിട്ടിയിരുന്നല്ലോ അല്ലേ? അവൾ മെലീഡയോട് ഉറപ്പുവരുത്താൻ ചോദിച്ചു. മെലീഡ ഒന്നും പറഞ്ഞില്ല. ഇല്ലെന്ന് സമാരയ്ക്ക് മനസ്സിലായി. നിന്നോട് സൂചന കിട്ടാതെ ഇങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞതല്ലേ? അവൾ മെലീഡയോട് ദേഷ്യപ്പെട്ടു. ഇവിടെ നിൽക്കണ്ട, വേഗം തിരിച്ചു പോകും. പക്ഷേ അപ്പോഴേക്കും സമാരയ്ക്ക് നേരെ വീണ്ടും പടയാളികൾ കൂട്ടത്തോടെ വന്നു. കൂട്ടാളികളെ കൊന്നതിന്റെ ദേഷ്യത്തിൽ കൂടുതൽ അക്രമാസക്തരായി അവർ വിച്ചസിനെ കൊന്നു തള്ളാൻ തുടങ്ങിയിരുന്നു. മെലീഡയ്ക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ പടയാളികളെയെല്ലാം ഒന്നൊന്നായി വീഴ്ത്തി. പക്ഷെ അപ്പോഴേക്കും അവിടെ എത്തിയ ഹെക്ടറും കൂട്ടരും അവളെ വളഞ്ഞു. സമാര തന്റെ നേർക്ക് നിന്നവരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തി അവിടേക്ക് ഓടി. മുൻപോട്ട് വന്നവരെയെല്ലാം ആക്രമിച്ച് വീഴ്ത്തിക്കൊണ്ടിരുന്ന മെലീഡയെ അവർ വളഞ്ഞു. 100 കണക്കിന് ആളുകളും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പൊടി അവൾക്ക് നേരെ എറിഞ്ഞു. ഒന്നുപോലും ലക്ഷ്യം തെറ്റാതെ അവൾക്ക് മേൽ വീണു. അവൾ മുഖം മറച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. ഹെക്ടർ ആർത്തി ചിരിച്ചു. ഓടിവന്ന സമാര നിശ്ചലയായി നിന്നു. തലയിൽ കൈവച്ചുകൊണ്ട് അവൾ മുട്ടുകുത്തിയിരുന്നു. മറ്റു വിച്ചസെല്ലാം സ്തബ്ധരായി നോക്കി നിന്നു. ഹെക്ടറിന്റെ ചിരി മാത്രം മുഴങ്ങി കേട്ടു. മുഖം മറച്ചിരിക്കുന്ന അവളുടെ മേൽ ചങ്ങലകൾ വന്നു പതിച്ചു. പടയാളികൾ അട്ടഹസിച്ചുകൊണ്ട് ചങ്ങല ആഞ്ഞു വലിച്ചു. പക്ഷേ അവൾ അനങ്ങിയില്ല. അവർ ശക്തിയായി ആഞ്ഞു വലിച്ചു. എല്ലാവരും ഒന്നു ചേർന്ന്. ഒന്നും സംഭവിച്ചില്ല. ഹെക്ടറിന്റെ ചിരി മാഞ്ഞു. മെലീഡ പതിയെ മുഖത്തു നിന്നും കൈകൾ മാറ്റി. ഹെക്ടറിനെ നോക്കി അവൾ പൈശാചികമായി ചിരിച്ചു. പെട്ടെന്ന് അവളെ കെട്ടിയിരുന്ന ചങ്ങലകൾ പൊട്ടിച്ചിതറി. ഹെക്ടറും കൂട്ടരും ഞെട്ടിത്തെരിച്ചുപോയി. സമാര അത്ഭുതത്തോടെ അവിടേക്ക് നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. എന്താണ് സംഭവിക്കുന്നത്? ഹെക്ടർ ഞെട്ടലോടെ ചോദിച്ചു. താൻ ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം തകിടം മറിയുമെന്ന് ലിയാനയ്ക്ക് മനസ്സിലായിരുന്നു. പൊടിയെടുക്കാൻ വരുന്നവർ ചർച്ചിലേക്ക് അടുത്തുകൊണ്ടിരുന്ന സമയം അവളുടെ തല പുകഞ്ഞു. അവൾ താഴത്തെ നിലയിലേക്ക് നോക്കി. അവിടെയും ഒരുപാട് മേശകളും അതിൽ വെച്ചിരുന്ന പുസ്തകങ്ങളും അവൾ കണ്ടു. പടയാളികൾ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അവളുടെ ദൃഷ്ടി ആ പുസ്തകങ്ങൾക്ക് മേൽ പതിച്ചു. അവൾ കണ്ണിമ വെട്ടാതെ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ മന്ത്രവിദ്യ കാരണം പുസ്തകങ്ങൾ പയ്യെ കത്താൻ തുടങ്ങി. ഉടൻ തന്നെ തീ ആളിപ്പടർന്നു. താഴെ നിന്ന് നിലവിളികൾ ഉയർന്നു. മുകളിലിരുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ താഴേക്കോടി. ലിയാനയും ഹെൻറിയും റോജറും മാത്രമായി. പടയാളികൾ താഴെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ മുകളിലേക്കുള്ള പടികൾ കയറി. ഹെൻറിയും റോജറും ആ മുറിക്ക് കാവൽ നിന്നു. ലിയാന ഞൊടിയിടയിൽ അലമാര തുറന്ന കുപ്പികൾ മാറ്റി. പകരം വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന കുപ്പികൾ വെച്ചു.
പടയാളികൾ ഓടിക്കിതച്ചെത്തിയപ്പോഴേക്കും അവരെല്ലാം മാറ്റി അലമാര അടച്ചിരുന്നു. താഴെ എല്ലാവരും തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. പടയാളികളോടൊപ്പം മുഖ്യ ശിഷ്യനും കയറി വന്നു. അയാൾ അലമാര തുറന്ന ആ കുപ്പികളെടുത്ത് അവർക്ക് നൽകി. അവർ വേഗം ഹെക്ടറിന്റെ കൊട്ടാരത്തിലേക്ക് ഓടി. ലിയാന ഒന്നും മിണ്ടാതെ മുഖം മറച്ച് താഴേക്ക് നോക്കി നിന്നു. ഹെൻറിയും റോജറും ആശ്വാസത്തോടെ കസാരയിലേക്ക് ഇരുന്നു. എല്ലാം കഴിഞ്ഞുള്ള മെലീഡയുടെ വരവിനായി അവർ 3 പേരും കാത്തിരുന്നു. പടയാളികൾ കൊണ്ടുപോയ ആ കൃത്രിമ പൊടിയാണ് ഇപ്പോൾ മെലീഡയുടെ ദേഹത്ത് വീണത്. കത്തുന്ന കണ്ണുകളോടെ ക്രൂരമായ ചിരിയോടെ മെലീഡ എഴുന്നേറ്റു. കാറ്റ് ആഞ്ഞു വീശി. ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു. കഴുകന്മാർ എങ്ങു നിന്നോ വന്ന് അവർക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. സമാര ആവേശത്തോടെ വീണ് കിടന്ന വാൾ കയ്യിലെടുത്തു. വിച്ചസ് ആർപ്പ് വിളിച്ചു. ഹെക്ടർ ഭയത്താൽ അടിമുടി വിറച്ചു. അയാൾക്ക് ചുറ്റുമുള്ള പടയാളികൾ പലരും പേടിച്ച് പല വഴിക്ക് ചിതറിയോടി. ബാക്കിയുള്ളവർ ധൈര്യത്തോടെ മെലീഡയ്ക്ക് നേരെ നീങ്ങി. ആ തക്കത്തിന് ഹെക്ടർ പതിയെ പിന്നിലേക്ക് നീങ്ങി. കുതിരപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് ഓടി. സമാര അത് കാണുന്നുണ്ടായിരുന്നു. അവൾ കുതിരപ്പുറത്ത് അയാൾക്ക് പിന്നാലെ പോയി. സമാരയ്ക്ക് പിന്നിൽ ഇരുവശങ്ങളിലുമായി 2 പടയാളികൾ കുതിരപ്പുറത്ത് വന്നു. അവർ അവളുടെ കഴുത്തിലേക്ക് ഒരു കുരുക്കെറിഞ്ഞു മുറുക്കി. അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ ചുവന്നു. അവർ കുതിരയെ നിർത്തി. അതോടെ സമാര തന്റെ കുതിരപ്പുറത്ത് നിന്നും താഴെ വീണു. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവർ ചിരിച്ചുകൊണ്ട് കുരുക്ക് വീണ്ടും മുറുക്കി. പെട്ടെന്ന് 2 വാളുകൾ വന്ന് അവരുടെ കൈകൾ ശരീരത്തിൽ നിന്നും വിട്ടുമാറ്റി. അവർ അലറി വിളിച്ചു. സമാര കുരുക്കഴിച്ചു നോക്കി. 2 വിച്ചസാണ്. മുൻപോട്ട് പൊക്കോ, ഞങ്ങൾ പിന്നിലുണ്ട്, അവർ പറഞ്ഞു. സമാര നന്ദിയോടെ അവരെ നോക്കി ചിരിച്ചു. എന്നിട്ട് വീണ്ടും ഹെക്ടറിന്റെ പിന്നാലെ കുതിച്ചു. മെലിയുടെ ബാക്കി വന്ന പടയാളികളെയും ശക്തമായി ആക്രമിച്ചു. ആർക്കും അവളുടെ ശക്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. വൈകാതെ തന്നെ ആ യുദ്ധക്കളത്തിൽ ബാക്കിയായ പടയാളികളെല്ലാം തന്നെ മരിച്ചു വീണു. അതിർത്തി ചോരക്കളമായി മാറിയിരുന്നു. വിച്ചസ് എല്ലാവരും സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. ശവശരീരങ്ങൾക്ക് മുകളിലൂടെ കഴുകന്മാർ കുതിയോടെ പറന്നു. സമാര ഹെക്ടറിന്റെ പിന്നാലെയായിരുന്നു. അയാൾ വേഗത്തിൽ കുതിരയെ പായിച്ചു. സമാര അയാൾക്ക് നേരെ അമ്പുകൾ തൊടുത്തു. പക്ഷേ ഒഴിഞ്ഞു മാറി. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അയാൾക്ക് മുന്നിലേക്ക് മെലിയുടെ പറന്നിറങ്ങി. കുതിര വിരണ്ടു. അയാൾ നിലത്ത് വീണു. സമാര അയാൾക്ക് പിന്നിലായി വന്നു നിന്നു. മുന്നിൽ മെലിയുടെ പിന്നിൽ സമാര. വിച്ചസിന്റെ പടയും വൈകാതെ അവിടേക്കെത്തി. അയാൾ ആകപ്പാടെ പകച്ചുപോയി. വിയർപ്പുതുള്ളികൾ നനച്ചു. ശ്വാസമെടുക്കാൻ പോലുമാകാതെ വിറങ്ങലിച്ച് അയാൾ മുട്ടുമടക്കി നിലത്തിരുന്നു. മെലിയുടെ സമാരയെ നോക്കി. അവൾ അടുത്തേക്ക് വന്ന് കൈകൾ കൊണ്ട് അയാളുടെ മുടിക്ക് പിടിച്ച് തലയുയർത്തി. അവൾ വാളുകൾ കയ്യിലെടുത്തു. അയാൾ ദയനീയമായി മെലിയുടെ നോക്കി. നീ ദുഷ്ടന്മാരായി ചങ്ങാത്തം കൂടി. അവർക്ക് സ്തുതി പാടി. പാവപ്പെട്ടവരെ ദ്രോഹിച്ചു. അത് നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഇത് നിനക്കായി ഞങ്ങൾ കരുതി വെച്ച ശിക്ഷ. അതും പറഞ്ഞുകൊണ്ട് അവൾ സമാരയെ നോക്കി. ക്ഷണനേരത്തിൽ സമാര അയാളുടെ തല വെട്ടിമാറ്റി. വിച്ചസ് തങ്ങളുടെ വിജയം നാടിനെ മുഴുവനും അറിയിക്കാനായി ഉറക്കെ ആർത്തു വിളിച്ചു. അവരുടെ ശബ്ദം സാമ്രാജ്യമൊട്ടാകെ അലതല്ലി. നിശബ്ദമായിരുന്ന ക്യാപ്റ്റൻസ് ചർച്ചിലേക്ക് ഒരു ശബ്ദം മാർത്തിരമ്പിയെത്തി. കണ്ണടച്ചിരുന്ന ഹെൻറിയും റോജറും കണ്ണുകൾ തുറന്നു. ലിയാനയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പുറത്തേക്ക് നോക്കിയ എല്ലാവരും അവർക്ക് നേരെ വരുന്ന വിച്ചസിന്റെ പട കണ്ട് ഞെട്ടി. കാവൽക്കാർ വാതിൽക്കലേക്ക് ഓടി. പക്ഷെ അവർ ആ പടയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ശിഷ്യന്മാരും പുറത്തേക്ക് പാഞ്ഞു. പുറത്തവരെ വരവേറ്റത് മെലീഡയായിരുന്നു. ആക്രോശിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവർ അവളെ കണ്ടത് ഞെട്ടിവിറച്ച ആയുധങ്ങൾ താഴെയിട്ട് അവൾക്ക് മുന്നിൽ മുട്ടുമടക്കി. വിച്ചസ് അവരെയെല്ലാം പിടിച്ചുകെട്ടി വെളിയിലേക്ക് കൊണ്ടുപോയി. ലിയാന കടൽക്കരയിലേക്കാണ് പോയത്. ആ പൊടി അവൾ കടലിലെറിഞ്ഞു. ശേഷം അവർ മൂവരും ക്യാപ്റ്റൻസ് ചർച്ചിന്റെ മുന്നിലേക്ക് പോയി അവരുടെ വിജയത്തിൽ പങ്കുചേരാൻ. ക്യാപ്റ്റൻസ് ഒന്നും ശ്രദ്ധിക്കാതെ പരീക്ഷണങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. എങ്കിലും വെളിയിലെന്തോ കാര്യമായി സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് അവരുടെ മുറിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. വാതിൽക്കൽ മെലീഡയെ കണ്ട് അവർ ഞെട്ടിത്തിരിച്ചു. പരീക്ഷണത്തിന് നിന്ന ശിഷ്യന്മാരോടായി അവർ പറഞ്ഞു, നിങ്ങൾക്കുള്ള അവസാന പരീക്ഷണം. ഇവളെ ഇല്ലാതാക്കണം, വേഗം. പരീക്ഷണത്തിനുണ്ടായിരുന്ന 3 ശിഷ്യന്മാരും അവൾക്ക് നേരെ ഓടി വന്നു. അവൾ കൈകൾ ഉയർത്തിയത് 3 പേരും 3 വശത്തേക്ക് തെറിച്ചു. 3 വശത്തെ ഭിത്തികളിലും ഓരോ കൂർത്ത വസ്തുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ശരീരം അതിലൂടെ തുളഞ്ഞു കയറി. വായിലൂടെ രക്തമൊലിച്ചു കിടക്കുന്ന അവരെ കണ്ട് ക്യാപ്റ്റൻസ് ഭയന്നു. അവർ മറ്റൊരു വാതിലിലൂടെ താഴേക്കോടി. മെലിയുടെ പതിയെ അവർക്ക് പിന്നാലെ നടന്നു. അവർ ശിഷ്യന്മാരെ വിളിച്ചു. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ പടികളിറങ്ങി ഓടി. ഒരാൾ കാല് തെറ്റി പടികളിൽ ഉരുണ്ടു വീണു. അയാൾ സഹായത്തിനായി മറ്റ്6 പേരെയും വിളിച്ചെങ്കിലും അവർ തിരിഞ്ഞു നോക്കാതെ താഴേക്കോടി. മെലിയുടെ പടികളിറങ്ങി വന്നു. വീണ് കിടക്കുന്ന ആളുടെ നെഞ്ചിൽ ശക്തിയായി ചവിട്ടി. അവൾ പടിയിറങ്ങിപ്പോയി. അയാൾ തൽക്ഷണം ചോര തുപ്പി മരിച്ചു. മറ്റുള്ളവർ പടിയിറങ്ങി താഴെ പ്രാർത്ഥനാ മുറിയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ശില്പത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെലിയുടെ അവരുടെ പിന്നിൽ വന്നു നിന്നു. അവർ പ്രാർത്ഥനയുടെ വേഗം കൂട്ടി. അവൾ കൈകൾ ഇരുവശങ്ങളിലേക്ക് നീട്ടി പയ്യെ അവർക്ക് നേരെ നടന്നു നീങ്ങി. പെട്ടെന്ന് അവിടമാകെ തീ ആളിപ്പടരാൻ തുടങ്ങി. ക്യാപ്റ്റൻസ് ഭയന്ന് വിറച്ചു. അവർ കണ്ണുകൾ ഇറക്കിയടച്ച് പ്രാർത്ഥന തുടർന്നു. തീ അവരുടെ അടുക്കലേക്ക് പടർന്നു. അവരുടെ ഭയം മെലിയുടെ ആസ്വദിച്ചു. അവൾ അവർക്കരികിൽ വന്നു നിന്നു. തീ അവരെ പുതിയാറായി. അവർ പേടിച്ച് കണ്ണു തുറന്നു. മുന്നിൽ അവൾ പറഞ്ഞു,
മതത്തിൻ്റെ പേരിൽ ആളുകളെ ചുട്ടരിച്ചപ്പോൾ നിങ്ങൾ ഓർത്തില്ല ഒരിക്കൽ നിങ്ങൾക്കും ആ ഗതി വരുമെന്ന്. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഈ തീ നിങ്ങൾ കൊന്നുകളഞ്ഞവരുടെ ശാപമാണ്. ഈ തീയിൽ വെന്ത് നീറുമ്പോൾ നിങ്ങൾ ഓർക്കണം, വിളിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എൻ്റെ പേരായിരുന്നെന്ന്. നിങ്ങളും നിങ്ങളുടെ മതഭ്രാന്തും ഈ തീയിൽ എരിഞ്ഞില്ലാതാവട്ടെ. ക്യാപ്റ്റൻസ് അലറിക്കരഞ്ഞു. തീ അവരെയും ആ വലിയ കോട്ടയെയും മുഴുവനായി വിഴുങ്ങി. പുറത്തുള്ളവരെല്ലാം നിശബ്ദരായി നോക്കി നിന്നു. ഒടുവിൽ ക്യാപ്റ്റൻസും ക്യാപ്റ്റൻസ് ചർച്ചും വെറും ചാരമായി. ചുറ്റും പറക്കുന്ന പൊടികൾക്ക് നടുവിലൂടെ മെലീഡ് ഇറങ്ങി വന്നു. വെളിയിൽ ബാക്കിയായ ആ പടിക്ക് മുകളിൽ അവളിരുന്നു. പൊടിപടലങ്ങൾ അടങ്ങി. അവൾ തൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി. 18 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ചാരക്കൂമ്പാരത്തിൻ്റെ മുന്നിൽ നിന്നും ഈ മോതിരം എടുത്ത് നീറുന്ന പുകയും ഉള്ളിലൊതുക്കി ഓടിയതാണവൾ. ഇന്നവൾ ആ പക മുഴുവനായി വീട്ടിയിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സമാരയും ലിയാനയും അവളുടെ അടുത്തേക്ക് വന്നു. ഇരുവശങ്ങളിലായി ഇരുന്ന് അവളെ ആശ്വസിപ്പിച്ചു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ മോതിരത്തിൽ നിന്നും മാറ്റി ദൂരെ ആകാശത്തേക്ക് അവൾ നോക്കി. മേഘങ്ങൾക്കിടയിൽ നിന്നും ഒരു ചെറിയ മഴത്തുള്ളി താഴേക്ക് വന്ന് അവളുടെ നെറ്റിയിൽ വന്ന് ചുംബിച്ചു. 7 സാമ്രാജ്യങ്ങൾക്കും ക്യാപ്റ്റൻസിന്റെ പക്കൽ നിന്നും പുതുജീവിതം ലഭിച്ചു. ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. മെലീഡ പലസ്തീന്റെ അധികാരമേറ്റു. ലിയാന അവളോടൊപ്പം ഭരണകാര്യങ്ങളിൽ പങ്കുചേർന്നു. സമാന ആർഡന്റെ രാജ്ഞിയായി. അവൾക്കിടവും വലതുമായി ഹെൻറിയും റോജറും അപ്പോഴും കൂടെയുണ്ടായിരുന്നു. മറ്റ് സാമ്രാജ്യങ്ങൾക്കും യോഗ്യരായ ഭരണകർത്താക്കളെ അവർ നിയോഗിച്ചു. രാജ്യത്തിന്റെ മേലുള്ള സമ്പൂർണ്ണ അധികാരവും രാജാക്കന്മാർക്കായി മാറി. എങ്കിലും 7 സാമ്രാജ്യങ്ങൾക്കും സംരക്ഷണമായി മെലീഡ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസിനേക്കാൾ അപകടകാരികൾ 7 കടലുകൾക്കും അപ്പുറം കാണുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. എന്നെങ്കിലും ഒരിക്കൽ കടൽ കടന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കാൻ അവൾ തയ്യാറായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് ആകാശത്തിലൂടെ പറന്നിരുന്ന പക്ഷികൾ ആരെയോ എന്തോ അറിയിക്കാനെന്ന പോലെ ദൂരേക്ക് പാറിപ്പറന്നു. കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വലിയ കഥയായിരുന്നല്ലേ? എന്തായാലും ലവ് യു ഓൾ. ബൈ.